ഗുരവേ സർവലോകാനാം ദിശജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാ ശിവം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ഗംഗണപതയേ നമഃ. ഓം സരസ്വത്യേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ദക്ഷിണാമൂർത്തയേ നമഃ. ആരാ ദക്ഷിണാമൂർത്തി? നമ്മളെല്ലാം ആരാധിക്കുന്ന ഗുരുക്കന്മാരിലും ഗുരുവായ മഹാദേവനാണ് ദക്ഷിണാമൂർത്തി. വൈദ്യനാഥനാണ്. എല്ലാ വൈദ്യന്മാർക്കും വൈദ്യനാണ് ദക്ഷിണാമൂർത്തി. ഒരു ശിവരാത്രി ദിവസം ഇങ്ങനെ ഒരു ക്ഷേത്രാങ്കണത്തിൽ വന്നിരിക്കുക, അതിലും ഉപരി ഒരു നാമസങ്കീർത്തനം കേട്ട് മതിമറന്നിരിക്കുക, ആ ഒരു അവസ്ഥയായിരുന്നു ഞാൻ കയറി വന്നപ്പോൾ. മഹാദേവൻ്റെ തിരുനടയിൽ അങ്ങനെ വന്ന് നിൽക്കാൻ കഴിയുക ഒരു മഹാശിവരാത്രിക്ക്, അത് മഹാഭാഗ്യം. എന്താ ശിവരാത്രി എന്ന് പറയാതെ മഹാശിവരാത്രി എന്ന് പറഞ്ഞത്? നമ്മൾ ലളിതാ സഹസ്രനാമത്തിലൂടെയൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ദേവി മഹാത്മ്യം എടുത്തു വെച്ചാൽ കാണാം, ഓം ശ്രീ മഹാദേവ്യേ നമഃ. എന്തേ ദേവി നമ എന്നല്ലാതെ മഹാദേവി എന്ന് പറഞ്ഞ്? അതുപോലെയാണ് മഹാശിവരാത്രി, മഹാദേവൻ. അപ്പോൾ മഹാ എന്ന് വരാൻ കാരണം ദേവിയെയാണ് ത്രിമൂർത്തികളും ആരാധിക്കുന്നത്, നമസ്കരിക്കുന്നത്. അതുകൊണ്ടാണ് ശ്രീ മഹാദേവ്യൈ എന്ന് പറയുന്നത്. മഹാന്മാരെല്ലാം, മഹാപ്രഭുക്കന്മാരെല്ലാം ആരാധിക്കുന്നവരെ മഹാ എന്ന് ചേർത്ത് പറയുന്നു. അപ്പോൾ ശിവരാത്രി എങ്ങനെയാ മഹാശിവരാത്രി ആയത്? എന്താ ശിവരാത്രി? വർഷാവർഷം കേൾക്കുന്നതാണ് ടീച്ചറെ, അതൊന്നും പറയണ്ട എന്ന് പറയാൻ തോന്നുന്നുണ്ടോ? പക്ഷേ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അത് നമ്മൾ അറിഞ്ഞിരിക്കണം. പലരും പല തരത്തിലാണ് മനസ്സിലാക്കുക. ഈ പുരാണങ്ങളിലൊക്കെ ഒരുപാട് കഥകളുണ്ട്. പുരാ അഭിനവം. പഴയതാണെങ്കിൽ പുരാണമാണെങ്കിലും അതിന് പുതുമയുണ്ട്. ഈ പഴയ വീഞ്ഞൊരു പുതിയ കുപ്പിയിലാക്കും പോലത്തെ സംഭവം. അതായത് വേദങ്ങൾ രചിച്ചത് മന്ത്രദ്രഷ്ടാക്കളായ മാമുനിമാരാണ്. ഈ വേദാർത്ഥ വിചാരം വളരെ പ്രയാസകരമാണ് എന്ന് മനസ്സിലാക്കിയ മഹർഷീശ്വരന്മാർ എന്ത് ചെയ്തു? ഈ വേദങ്ങളുടെ സത്ത കറന്നെടുത്ത് ഉപനിഷത്തുക്കൾ സൃഷ്ടിച്ചു. 108 ഉപനിഷത്തുക്കൾ. ഈ ഉപനിഷത്തുക്കൾ തന്നെയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ഏകം സത് വിപ്ര ബഹുദാ വദന്തി. ഏകം സത്, ഈ സത്തായ ബ്രഹ്മം, അതായത് പ്രപഞ്ചത്തിൽ ഒരേ ഒരു ശക്തിയേ ഉള്ളൂ. അത് മഹാദേവൻ എന്ന പേരാവാം, മഹാവിഷ്ണു ആവാം, ശ്രീ പാർവതി ആവാം. നമ്മളുടെ ഏത് ഉപാസനാമൂർത്തിയും പരബ്രഹ്മത്തിൻ്റെ രൂപം അല്ലെങ്കിൽ ഭാവമാണ്. അതുകൊണ്ട് ആ പ്രശ്നം നമ്മുടെ മനസ്സിൽ ഉദിക്കുന്നില്ല.
ഏതായാലും ഇന്നത്തെ ദിവസം പുരാണ പ്രകാരം മഹാശിവരാത്രി, കുംഭമാസത്തിലെ കറുത്ത പക്ഷം, നാളെയല്ലേ വേലിയൊക്കെ വരുന്നത്. ഈ കറുത്ത പക്ഷത്തിനും പ്രത്യേകത ഉണ്ട്. നമുക്ക് ശക്തി കുറയുന്ന സമയമാണ്. ഈ ആസ്മയുടെ അസുഖമൊക്കെ ഉള്ളവർ പറയില്ലേ, വാവടുപ്പിച്ചാൽ അസുഖം അധികമാണ്. അതായത് നമ്മുടെ ശരീരം ഈ പ്രകൃതിയുമായി ചേർന്ന് നിൽക്കുന്നു എന്നതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സമയത്ത് നമ്മൾ ആ ദിവസത്തെ പ്രത്യേകിച്ചും ശിവരാത്രിയായി ആഘോഷിക്കുന്നത് എന്തുകൊണ്ട്? ഒന്നാമത്, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇല്ലെങ്കിൽ ആരും ഇവിടെ ക്ഷേത്രത്തിലേക്ക് വരില്ല. അത് തന്നെയാണ് പ്രധാന കാരണം. ഇപ്പം ഇന്ന് മഹാശിവരാത്രിയാ, ഒരു കുഞ്ഞു ക്ഷേത്രം സ്വയംഭൂ ആണ്. എത്ര ആൾ വന്നു? ഇന്നലെ മിഞ്ഞാന്നൊക്കെ എന്തായിരുന്നു? കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ, ഇത്രയും പേര് ഒന്നിച്ചൊരു ക്ഷേത്രാങ്കണത്തിൽ വന്ന് ഇരിക്കില്ല. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമ്മുടെ പൂർവികര് എന്ത് ചെയ്തു? ആചാരപ്രഭവോ ധർമ്മ. ആചാരം എങ്ങനെ പ്രഭവിക്കുന്നു? ധർമ്മത്തിലൂടെ ഉണ്ടാകുന്നു. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? ഇപ്പോൾ മഹാദേവനെ പറയാ പശുപതി. പശുപതി എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ നിങ്ങൾക്കൊരു മൃഗത്തെ കാണാം. മൃഗങ്ങളുടെ എല്ലാം നാഥൻ ആരാ? ഈ മൃഗങ്ങൾ എന്നറിയോ? നമ്മൾ തന്നെ. ശങ്കരാചാര്യസ്വാമി എന്താ പറഞ്ഞത്? മനുഷ്യരൂപേണ മൃഗം ചരന്തി. മനുഷ്യര് രൂപേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, മൃഗങ്ങളെ മാതിരിയാ. അപ്പൊ കുട്ടികളുടെ വാസന എന്താ? ഭക്ഷണം കഴിക്കുക, കോട്ടുവായ ഇടുക, കിടന്നുറങ്ങുക. കുറുക്കന്റെ മാള എങ്ങനെയാ? പിന്നെ ഒരിടുക, കിടന്നുറങ്ങുക. അതുപോലെയാണ് ഈശ്വരീയ ചിന്ത ഇല്ലെങ്കിൽ. ഈശ്വര സ്മരണ ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിരിക്കുന്നത്. അതിൽ ഒരു ആഘോഷം അല്ലെങ്കിൽ ആചാരമാണ് ശിവരാത്രി, മഹാശിവരാത്രി. ഈ ശിവരാത്രിക്കെങ്കിലും ഒരു ക്ഷേത്രാങ്കണത്തിൽ അങ്ങനെ വന്നിരുന്ന് ഇത്തിരി ആ ശംഭോ മഹാദേവ ശംഭോ എന്ന ആ കീർത്തനം കേട്ടിരിക്കുക. അവിടെ നിന്ന് കിട്ടുന്ന പ്രസാദം കിട്ടിയാൽ കഴിക്കുക, ഇല്ലെങ്കിൽ വേണ്ടാന്ന് തീരുമാനിക്കുക. അപ്പോ ഗീത പറയുന്നത് പ്രകാരം ആചാരപ്രഭവോ ധർമ്മ. ആചാരം പ്രഭവിക്കുന്നത് ധർമ്മത്തിലൂടെയാ. ഈ ധർമ്മത്തിനെ നിലനിർത്തുന്നതിന് വേണ്ടി നമ്മുടെ പൂർവികർ ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതാണ് എന്ത്? അതിൽ ഒരു ഉത്സവം എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഉത്സവമായി തന്നെയാണ് ശിവരാത്രി കൊണ്ടാടുന്നത്, മഹാശിവരാത്രി. ഇനി ശിവം എന്ന് പറയുന്നത് നോക്കാം. മഹാ എന്നുള്ളത് മനസ്സിലായല്ലോ. ഇനി ശിവം എന്ന് പറഞ്ഞാൽ എന്താ? ശിവൻ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് എന്താ നിങ്ങൾ പ്രാർത്ഥിച്ച്? ശംഭോ മഹാദേവ എന്ന് വിളിച്ചില്ലേ? അവിടെ ചെന്ന് നിന്നിട്ട് ഓം നമ ശിവായ ഇങ്ങനെ പഞ്ചാക്ഷരി പറയാ, അതുപോലും അറിയില്ല. പഞ്ചാക്ഷരി പറയുമ്പോൾ അവിടെ എന്താ? 5 അക്ഷരങ്ങളാണ്. ഇവിടെ ഇരുന്ന് നിങ്ങൾ ജപിച്ചു. ഓം എന്നത് മൂലമന്ത്രം. ഈ ഓങ്കാരം ചേർത്ത് ഏത് മന്ത്രം ജപിച്ചാലും അത് മൂലമന്ത്രം ആയിന്ന. ഈ ഓം നമ ശിവായ എവിടുന്ന എടുത്തത്? ഒരമ്മ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കുന്ന ആദ്യത്തെ നാമം ആണ് ഓം നമ ശിവായ, സന്ധ്യാനാമം. ശ്രീ രുദ്രചക്രം സ്തോത്രം യജുർവേദത്തിലുള്ള മന്ത്രം, മഹാമന്ത്രമാണ് ഓം നമ ശിവായ. ഇപ്പൊ സായി വേദജ്യോതിക്കാരൊക്കെ ഇവിടെ ഇരുന്നു ഒരുപാട് ഭജൻസും കീർത്തനങ്ങളും ഒക്കെ ചൊല്ലി. ഇന്ന് രാത്രി പണ്ടുള്ളവരൊക്കെ ഉറക്കമൊഴിക്കാൻ എന്താ ചെയ്യുക? ബാലെ, ഡാൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് വെച്ചിരുന്നത്. ഇന്നിപ്പോൾ വേദം പഠിച്ചവരെല്ലാം 10:30 മണിയായി കഴിഞ്ഞാൽ സാറിൻ്റെ ക്ലാസ്സിൽ കയറും. അവിടെ ടോക്കൺ അങ്ങനെ കാണിക്കുന്നത് ആരുടെ നമ്പറാണോ അവരെന്ത് ചെല്ലണം? രുദ്രം ജപിക്കണം. ഈ രുദ്രം ജപിക്കണമെങ്കിലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. എങ്ങനെയാ രുദ്രം തുടങ്ങുന്നതെന്നറിയോ? സങ്കല്പം ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് ഓം നമോ ഭഗവതേ രുദ്രായ, ഓം നമസ്തേ, അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് തുടങ്ങും. ഈ രുദ്രം ജപിക്കണമെങ്കിൽ പ്രാണായാമം ചെയ്യണം. കാരണം നമ്മളുടെ ആ ബ്രെത്ത് കൺട്രോൾ ശരിയാവാൻ. നമ്മുടെ ആചാര്യന്മാരെ എന്താ യോഗാശാസ്ത്രത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്? യോഗ ശീലിക്കണം. എന്ത്? യോഗ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഉള്ളതാണ്. മറ്റുള്ള എല്ലാ വ്യായാമങ്ങളും എന്താ? ശരീരത്തിന് മാത്രം. അങ്ങനെ രുദ്രൻ ജപിച്ച് രാവിലെ 4:30 മണി വരെ സായി വേദജ്യോതിക്കാര് ഒരുപാട് ഇപ്പോൾ ഈ ഓൺലൈൻ ഗൂഗിൾ ദൈവങ്ങളാണ്. ഓൺലൈൻ ക്ലാസ്സുകൾ വന്നപ്പോൾ ഒരുപാട് വ്യക്തികൾ ഇതിലൂടെ വേദമൊക്കെ പഠിച്ചെടുത്തു. അപ്പോൾ സായികാരാന്ന് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഞാനും അതിലാണ് വേദം പഠിച്ചത്. ഇനി ശിവം എന്ന് പറഞ്ഞാൽ ആരാണ് ശിവൻ? ശിവം എന്ന് പറഞ്ഞാൽ മംഗളകരമായത്. ഇപ്പോൾ നമ്മളെല്ലാം മംഗളമൂർത്തികളാണ്, ശിവനാ. നമ്മളെല്ലാം ഓരോ അംശാവതാരങ്ങളാണ് എന്നാ പറയുക. കാരണം
നമുക്കെല്ലാം ഈ ശരീരം കിട്ടിയിരിക്കുന്നത് ജഡമായ വസ്തുക്കളെ കൊണ്ടാണ്. ശരീരം നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചഭൂതങ്ങളാണ്. എന്തൊക്കെയാ പഞ്ചഭൂതങ്ങൾ? അതെല്ലാവർക്കും അറിയാം. ആകാശം, വായു, മണ്ണ്, ജലം, അഗ്നി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറഞ്ഞ 5 എണ്ണത്തിനും എന്തില്ല? ജീവനില്ല. മണ്ണെടുത്ത ജീവനില്ല, അഗ്നിക്ക് ജീവനില്ല, ആകാശത്തിന് ജീവനില്ല, അല്ലെ, ജലത്തിന് ജീവനില്ല. പക്ഷേ ഈ ജീവനില്ലാത്ത പഞ്ചഭൂതങ്ങൾ ചേർത്ത് നമ്മുടെ ജീവനുള്ള ശരീരം ഉണ്ടായി. അപ്പം അതെന്തായി? മംഗളം ആയി. ഇനി നമ്മളുടെ ശരീരത്തിൽ നിന്നും ആ ജീവൻ അല്ലെങ്കിൽ ആത്മാവ് അങ്ങോട്ട് വേർപെട്ടു പോയി. പിന്നെ അപ്പം അതെന്തായി? ശിവം ആണോ? പിന്നെ അത് മംഗളകരം ആണോ? ഒരു ശവം കൊണ്ടുപോകുന്ന ഘോഷയാത്ര കണ്ടു കഴിയുമ്പോൾ നമുക്ക് മനസ്സിനൊരു വേദനയാണ് തോന്നുക ഒരു വഴിക്ക് പോകുമ്പോൾ. അപ്പോൾ അതെന്താ? ശവം എന്ന് പറഞ്ഞാൽ മംഗളകരമല്ലാത്തത്. ശിവൻ മംഗളമൂർത്തിയാണ്. ഹേ ശംഭോ എന്ന് വിളിക്കുമ്പോൾ തന്നെ ഹേ അല്ലയോ മംഗളമൂർത്തേ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. മഹാദേവന്റെ തിരുനടയിൽ അങ്ങോട്ട് വന്ന് നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഓങ്കാരത്തോടുകൂടി നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. ഇപ്പൊ സന്ധ്യയായ നാമജപം പോലും ഇല്ലാതെ ആയി തുടങ്ങി. പക്ഷേ നമ്മുടെ ജീവിതം നമുക്ക് കിട്ടിയത് എന്തിനാണ്? ഇപ്പോൾ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് അല്ലേ? എന്തിനാ ഇപ്പോൾ കോട്ടക്കൽ, ചെനക്കൽ, പൂവന്തലയിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം വെച്ചിരിക്കുന്നത്? പൂർവികർ വെച്ച ക്ഷേത്രം, അതിൻ്റെ പടവുകൾ കണ്ടാൽ അറിയാം. കാരണം പൂർവികരുടെ എല്ലാ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആത്മീയതയോട് ചേർത്ത് നിർത്തിയിട്ടായിരുന്നു. എന്തിനാ ആത്മീയത? ഈ ജീവൻ അങ്ങോട്ട് പോയി എന്ന് പറഞ്ഞില്ലേ, നമ്മളുടെ ശരീരം പഞ്ചഭൂതങ്ങളെ കൊണ്ട് സൃഷ്ടിക്കുമ്പോൾ കേവലം എന്തേ ഉള്ളൂ? ജഡമായ ഒരു വസ്തു ആണ്. 2 കിലോ അമ്മ പ്രസവിക്കുമ്പോൾ അതിലേക്ക് ഭഗവാൻ നമുക്ക് ആത്മാവ്, ഭഗവാന്റെ പരമാത്മാവിൽ നിന്നും ഒരംശം നമുക്ക് അങ്ങോട്ട് വീതിച്ച് തരും. ആ വീതിച്ച് തരുന്ന ആത്മാവിനെ ഇതിനുള്ളിൽ എത്തുമ്പോൾ എന്തായി? ശരീരത്തിന് ജീവൻ വയ്ക്കും. എപ്പോഴാണ് ഈ ആത്മാവ് ജീവനായി മാറുന്നത്? നമ്മൾ അങ്ങനെ ആത്മീയമായ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ട്, ഈശ്വര കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതെന്താകുന്നു? ആത്മാവ് ആകുന്നു. പിന്നെ ഈ കുട്ടി ജനിക്കുമ്പോൾ തന്നെ എങ്ങനെയാ കുട്ടി ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവൂലേ? എനിക്ക് എല്ലാം എനിക്ക് എന്നുള്ള ഭാവത്തിൽ അങ്ങോട്ട് വരിക. പോകുമ്പോഴോ ദേ കിടക്കണക്ക് ഒന്നും വേണ്ട, അതാണ് അവസ്ഥ. അപ്പോൾ ആ കുട്ടി ജനിച്ചു വീണ് അതിൻ്റെ ഉള്ളിലേക്ക് മായകളെക്കുറിച്ച്, ആഗ്രഹങ്ങളെക്കുറിച്ച് ചിന്ത കടക്കുമ്പോൾ ആത്മാവ് എന്തായി മാറി? ജീവനായി മാറി. ഇതാണ് മായാതീതനാണ് ആത്മാവ് എങ്കിൽ മായയ്ക്ക് അധീനനാണ് ജീവൻ. ഇത്രയേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ആ ശരീരത്തിൽ നിന്നും ആ ജീവൻ അങ്ങ് പോകുമ്പോൾ അത് ശവം അല്ലെങ്കിൽ ജഡമായി മാറുന്നു. പിന്നെ നമുക്ക് പേര് കൂടിയില്ല. ആൾക്കാരെന്താ ചോദിക്കുക? ബോഡി കൊണ്ടുവന്നോ? അത്രയേ ഉള്ളൂ നമ്മുടെ വില. അപ്പോൾ എന്തിനു വേണ്ടി ഇങ്ങനെ ഒരു ക്ഷേത്ര സങ്കല്പം വെച്ചു? ആദ്യം ക്ഷേത്രം എന്താ? ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര. സംസ്കൃതത്തിലെ പുരാണങ്ങളിലെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ നമുക്ക് അത്ര പിടികിട്ടില്ല എന്നേ ഉള്ളൂ. അതിനാണ് ഇങ്ങനത്തെ വേദികൾ. അത് ഉപയോഗിക്കണം. നിങ്ങൾക്ക് എന്നെങ്കിലും ഇങ്ങനെ ഒരു ക്ഷേത്രാങ്കണത്തിൽ വന്ന് ഒരു ആചാര്യന് മുമ്പിലിരുന്ന് ഭക്തി പ്രഭാഷണം കേൾക്കാൻ കഴിഞ്ഞു എങ്കിൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ സുഹൃത. കാരണം അപ്പോൾ ഇന്നലെ വിളിക്കുക, ഇവിടുന്നേ കല്യാണം കഴിച്ച് കൊണ്ടുപോയതാണ് ആ ചേച്ചീനെ കുളത്തൂർക്ക്. രായിരമംഗലം ശിവക്ഷേത്രത്തിൽ അവർ പ്രഭാഷണം കേൾക്കാൻ വരാറുണ്ട്. അമ്മയോട് വിളിച്ച് പറഞ്ഞു, എനിക്ക് ഇവിടെ ഞങ്ങളുടെ അമ്പലത്തിൽ വന്ന ടീച്ചറാണ്, അമ്മ പോയിക്കോളൂ, അമ്മയ്ക്ക് ഇതൊക്കെ താല്പര്യമല്ലേ? അപ്പോൾ അമ്മ പറയാ, എനിക്ക് കാലം കൊണ്ട് ആ സ്റ്റെപ്പ് ഇറങ്ങാൻ വയ്യ കുട്ടിയെ. അപ്പം നേരെ വിളിച്ചു അമ്മായിക്ക്, അമ്മായി പോയിക്കോളൂ കേട്ടോ, അമ്മായി ഇവിടെ ഇരിക്കണ്ടോ എന്ന് എനിക്കറിയില്ല, ബിന്ദു എന്നാണ് ആ ചേച്ചിയുടെ പേര്, പ്രഭാഷണം കേൾക്കാട്ടോ. ആ അമ്മ അത്രയും ആഗ്രഹിച്ചിട്ടും എന്തിന് സാധിച്ചില്ല? ഈ സ്റ്റെപ്പ് കാരണം ഇവിടെ വന്നിരിക്കാൻ സാധിച്ചില്ല. അപ്പോൾ നമുക്ക് ഒരവസരം കിട്ടിയാലും അതിന് മുന്നിൽ നമ്മളെ അങ്ങോട്ട് എത്തിക്കാൻ കഴിയുന്നില്ല. ആരുടെ പ്രശ്നം? പ്രാരബ്ധാണ്. കാരണം സുഹൃതം കൂടുമ്പോഴാണ് അത്രയും ഒരു ക്ഷേത്രത്തിലേക്ക് പോകണമെന്ന് തോന്നുക. നമ്മളെയൊക്കെ അവസ്ഥ എന്താ? ആചാര്യസ്വാമി പറഞ്ഞ പോലെ മനുഷ്യരൂപേണ മൃഗം ചരന്തി. അതുകൊണ്ടാണ് പശുപതി എന്ന് പറയുന്നത്. ഭഗവാൻ മൃഗതുല്യരായ മനുഷ്യരെ സംരക്ഷിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുക. മഹാദേവനെ എപ്പോഴും നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? എങ്ങനെയാ മഹാദേവൻ ഇരിക്കുന്നത്? എന്തൊക്കെയാ ഉള്ളത്? മറ്റുള്ള ദേവതകളുടെ പോലെ ആഭരണങ്ങളൊന്നും ഇല്ല അല്ലേ? ആഭരണമൊക്കെ സർപ്പവും മറ്റുമാണ്. അതൊക്കെ ഓരോ തത്വങ്ങളാണ്. അപ്പൊ ചിത്രത്തിൽ ഇങ്ങനെ കാണുമ്പോൾ കുട്ടി ചോദിക്കും, ഇതെന്താ? നമുക്കറിയില്ല പറഞ്ഞു കൊടുക്കാൻ. ഇപ്പൊ പിന്നാകെ എന്താ ചോദിച്ചപ്പോൾ അവരിരുന്ന് ചിരിക്കുക. മഹാദേവനെ നമ്മൾ എങ്ങനെ ധ്യാനിക്കണം? ഇപ്പൊ അമ്മ കൈ പിടിച്ച് കൊണ്ടുവന്നു ക്ഷേത്രത്തിലേക്ക്. ക്ഷയാത്രായതേ ഇതി ക്ഷേത്ര. എല്ലാ ക്ഷേത്രത്തിൽ നിന്നും ഉയർത്താൻ കഴിവുള്ളതാണ് ക്ഷേത്രം. എങ്കിൽ ഞാനും ഒന്ന് പോയി തൊഴുതു കളയാം. ഇവിടെ വന്നു.
വരുന്നത് തന്നെ മഹാഭാഗ്യ. പക്ഷെ ആ ഒരു വന്ന് തൊഴുത് നമസ്കരിക്കൽ മാത്രമായിട്ടാണ് പല ഹൈന്ദവരും മരിച്ചു പോകുന്നത്. അതെന്താണോ? വെറും LKG. LKG ഇല്ലാതെ MA അല്ലെങ്കിൽ PG ഒരു സർട്ടിഫിക്കറ്റും നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇത് വേണം. പക്ഷെ അവിടെ തന്നെ LKGയിൽ തന്നെ മരിക്കോളം ഇരുന്നാലോ അതൊരു സുഖമില്ലല്ലോ. അവിടെ നിന്ന് നമ്മൾ ഉയരണം. അതിനാണ് പ്രഭാഷണം. ഇപ്പൊ ഇവിടെ കൊണ്ടുവന്നു അമ്മ പറയാ തൊഴുതോളൂ ശിവനാട്ടോ. അപ്പൊ എന്താ ജപിക്കണ്ടേ? ഓം നമ ശിവായ. അപ്പൊ വീട്ടിലെത്തിയ കുട്ടി ചോദിക്കും ഇത് എവിടുത്തെ മന്ത്രം, എവിടുന്ന ഇതെടുത്ത്, ഇത് എന്ത് മന്ത്ര? അപ്പൊ പറയണ അത് വേദമന്ത്രമാണ്. ഈ നമശിവായക്ക് ഒരുപാട് തത്വങ്ങളുണ്ട്. അപ്പൊ നമ ശിവായ അത് ചൊല്ലുമ്പോൾ തന്നെ നിങ്ങൾ നോക്കൂ, നമ കഴിഞ്ഞ് 2 വിസർഗം ഉണ്ടാവും, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ, നമശിവായ. അത് കഴിഞ്ഞ് പിന്നെ ഒരു ശാന്നേ ഉള്ളൂ, ശിവായ. വിസർഗം സംസ്കൃതത്തിലിട്ടാൽ പിന്നെ വരുന്ന അക്ഷരം ഇരട്ടിക്കും, എന്നുള്ള ശബ്ദമായി മാറും. അതുകൊണ്ടാണ് അവിടെ ഒരു ശി ഇട്ടിട്ടുള്ളൂ എന്ന് പറയുന്നത്. ഈ നമശിവായ മന്ത്രം എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുക. അവിടെ നിന്ന് തുടങ്ങണം ഒരു ശിവക്ഷേത്രത്തിൽ നമ്മുടെ ആരാധന. ഇപ്പോൾ ഇവിടെ വന്നു തൊഴുതു, അമ്മ പറഞ്ഞു നമശിവായ ജപിക്കൂ, നമശിവായ ജപിച്ചു. ഒന്നാമത്തെ കാര്യം. അപ്പൊ കുട്ടി ചോദിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് അറിഞ്ഞിരിക്കണം. കാരണം നമ്മളെല്ലാവരും ആരെ പേടിക്കുന്നതെന്നറിയോ? നമ്മുടെ അറിവില്ലായ്മേന. ഇപ്പൊ എന്തെങ്കിലും ചോദിച്ചപ്പോൾ കണ്ടു അവർ ഒതുങ്ങിയിരുന്നു. അറിവില്ലായ്മയെ എല്ലാവർക്കും ഭയ. നമ്മളെല്ലാം ഉയർന്നു നിൽക്കണം എന്നാ. മനസ്സ് അറിവ് കൊണ്ട് സമ്പുഷ്ടമാകണം. പോകുമ്പോൾ നിറഞ്ഞു തുളുമ്പി. രമണ മഹർഷി എന്താ പറഞ്ഞേ? കാലി ബക്കറ്റായിട്ട് അത്രേ നമ്മൾ ജനിച്ചു വരിക. ക്ലീൻ സ്ലേറ്റാ, ഒന്നും അറിയില്ല കുട്ടിക്ക്. പിന്നൊക്കെ മറ്റുള്ളവരിൽ നിന്ന് കണ്ട് നമ്മൾ അനുകരിച്ച് പഠിക്കുക. അതിന് കിട്ടുന്ന ഒരു അവസരമാണ് ഇങ്ങനെയുള്ള പ്രഭാഷണം. ഇനിയോ പോകുമ്പോൾ നിറഞ്ഞു തുളുമ്പണം. എന്തിലാ? സമ്പത്തിലാണോ? അല്ല, അറിവിൽ നമ്മൾ ഉയർന്നു നിൽക്കണം. അവിടെ നമ്മൾ നിറഞ്ഞു നിൽക്കേണ്ടത്. ആ അറിവ് കിട്ടുന്നതിന് വേണ്ടി എന്താണ് നമശിവായ എന്ന് മനസ്സിലാക്കുക. കുറെ കാലമില്ലേ നമശിവായ ജപിക്കണോ? അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഓം എന്നത് 64 അർത്ഥങ്ങളും 64 വ്യാഖ്യാനങ്ങളും ഉള്ള ഏകാക്ഷരോപനിഷത്ത് പറയുന്നുണ്ട് മൂലമന്ത്രം. വേദമന്ത്രങ്ങളെല്ലാം തുടങ്ങുന്നത് ഓംകാരത്തിലാണ്. മറ്റൊന്ന് ഈ ഓം ജപിക്കുമ്പോൾ പലരും ഇപ്പോൾ ഓം ഒക്കെ ജപിക്കുന്നുണ്ടോ? ഓം ചുണ്ട് കൂടി വരും ഇല്ലേ? ഓം കഴിഞ്ഞ അവിടെ അനുസ്വാരമുണ്ട്. വേദമന്ത്രം ജപിക്കുമ്പോൾ ചുണ്ട് കൂടി അനുസ്വാരം ഉച്ചരിക്കുന്ന ഒരേ ഒരു മന്ത്രം ഓംകാരമാണ്. ഈ ഓംകാരം മാത്രം ജപിച്ച് നമുക്ക് മോക്ഷം നേടാന്നാ പറയുന്നത്. പക്ഷെ മോക്ഷത്തിനേക്കാളും സുഖം എന്താണെന്നറിയോ? ഭക്തനായിട്ട് ഇങ്ങനെ അറിവിൽ ആനന്ദിച്ച് അങ്ങനെ നടക്കുക. കൽക്കണ്ടം തന്നെ അങ്ങടെ ആയി മാറിയ കൽക്കണ്ടത്തിന്റെ മധുരം അറിയില്ല. കൽക്കണ്ടം വായിലിടുമ്പോഴോ നല്ല രുചിയാണ്. അതാണ് ഭക്തിയുടെ സുഖം. ഭക്തനാവുക. ഒരു ശിവരാത്രി ഇപ്പൊ ഇന്നൊന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മളെ എങ്ങടെയെങ്കിലും ഒക്കെ പോവുക, അപ്പോഴേക്ക് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് പറ്റി, ഇതേ ആശുപത്രിയിലായി. എത്ര പേര് ഒരു ആശുപത്രിയിൽ ഇപ്പം ഉണ്ടാവും ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ കോട്ടക്കൽ തന്നെയല്ലേ ഗവൺമെന്റ് ആയുർവേദിക് മെഡിക്കൽ കോളേജ്, ഇപ്പുറത്ത് മിംസ്, അപ്പുറത്തതാ ഭാര്യമാരുടെ കോട്ടക്കൽ ഒക്കെ അഡ്മിറ്റും കാര്യങ്ങളും നടക്കുന്നുണ്ട്. നമ്മൾ അവിടെ ഒന്നും കിടന്നില്ലല്ലോ. നമ്മൾ ഈ തേവരുടെ മുന്നിൽ ഇങ്ങനെ വന്നിരുന്നില്ലേ? അത് തന്നെ മഹാഭാഗ്യം. അപ്പോൾ ഓംകാരം എന്ന് പറഞ്ഞാൽ മൂലമന്ത്രം ആണ് എന്ന് മനസ്സിലാക്കുക. ഒരുപാട് കാര്യങ്ങൾ അതന്നെ ഒരു പ്രഭാഷണത്തിനുള്ളതുണ്ട്. ഇനി നമ ശിവായ ന എന്ന് പറഞ്ഞാൽ എന്താ? ഇതം നമമ. നമ്മൾ മനസ്സിനോട് പറയേണ്ടത് അതാത്ര. ഇതൊന്നും ഇന്ത്യയല്ല, അതൊന്നും ഇന്ത്യയല്ല, ഇതം നമമ. ന എന്ന് പറയുമ്പോൾ ഈ ഭൂമി, പഞ്ചഭൂതങ്ങളിലെ ഭൂമിയെയാണ് നമശിവായയിലെ ന എന്നുള്ളത് കൊണ്ട് പറയുന്നത്. ഞങ്ങൾ എന്നും ഒരർത്ഥമുണ്ട് അങ്ങനെ പറയുമ്പോൾ. ന എന്ന് പറയുമ്പോൾ ഇല്ല എന്നൊരർത്ഥമുണ്ട്. ഇവിടെ ഭൂമി എന്നാണ് അർത്ഥം. മ എന്ന് പറയുമ്പോൾ ജലം, പഞ്ചഭൂതങ്ങളിൽ രണ്ടാമത്തേത്. ഷി, എന്തിൽ വെള്ളം വീണാലാ ഷി എന്ന് പറയാ? അഗ്നി, അഗ്നിയെ സൂചിപ്പിക്കുന്നതാണ് നമശിവായയിലെ ഷി. വ എന്ന് പറഞ്ഞാൽ വായു, നമ്മളെല്ലാം ശ്വസിച്ചുകൊണ്ടിരിക്കുന്നതാ. അവസാനം ആകാശം, അതാണ് യ, നമശിവായ. ആകാശം എന്ന് പറഞ്ഞാൽ സ്പേസ്. നമ്മൾക്ക് എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട്. നമുക്ക് ചിലർക്കൊക്കെ തോന്നും എന്താ ടീച്ചറെ നിങ്ങളൊരു ജന്മം കിട്ടി, ഒരു സുഖമില്ലാത്തൊരു പോക്ക് അങ്ങനെ പോകണു. പക്ഷേ ഒരു ഉറുമ്പിനെ പോലും ഭഗവാൻ വെറുതെ സൃഷ്ടിക്കുന്നില്ല എന്നാ. അപ്പോൾ പിന്നെ നമ്മളൊരു മനുഷ്യനായി വന്നിട്ട് നമുക്കൊന്നും ചെയ്യാനില്ലേ? നമ്മുടെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിലാണ് നമുക്ക് ഹീറോ ആവാൻ കഴിയുക. ഒരു മാതൃസമിതി പിന്നെ ഒരു പിതൃസമിതിയൊക്കെ ഉണ്ടായി ഇപ്പോൾ ഇവിടെ ഇരുന്ന് നാമം ജപിച്ച പോലെ നമ്മുടെ ക്ഷേത്രത്തിലുള്ളവരങ്ങനെ ഇരുന്ന് ജീവിക്കുമ്പോൾ തേവർക്ക് ഏറ്റവും ഇഷ്ടമാണ്. നമ്മൾ കടം എടുത്ത് മറ്റുള്ളവരെ കൊണ്ടുവരുമ്പോൾ നമ്മളതിരുന്ന് കേട്ട് സുഖിക്കും. നാമമന്ത്രത്തിന് ഫലമുണ്ട്. പക്ഷേ ഈ തേവരുടെ ഏറ്റവും അടുത്തുള്ളവരെ, നമുക്ക് ആരെയാണ് ഏറ്റവും ഇഷ്ടം? നമ്മുടെ കുടുംബങ്ങളിലുള്ളവരെയും നമ്മുടെ നാലുപുറമുള്ള നമുക്കറിയുന്നവരെ എത്ര പേരെ ഉള്ളൂ എന്ന് നമ്മുടെ മൊബൈലിലെ കോണ്ടാക്ട് നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. എത്രയോ വ്യക്തികളുണ്ട് ഈ ലോകത്ത്.
അപ്പോൾ ഭഗവാന് ഏറ്റവും ഇഷ്ടം ആരെയെന്നറിയോ? ഈ നാട്ടിലുള്ളവരാ. ഈ നാട്ടിലുള്ള അമ്മമാർ ഇവിടെ വന്നിട്ട് ശരിക്ക് സ്ത്രീ എന്ന് പറഞ്ഞാൽ ശ്രീ പാർവതി തന്നെയാണ്. ലളിതാ സഹസ്രനാമം ജപിക്കൂലോ, ആ സമയത്ത് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി സ്വരൂപിണി എന്ന് പറയും. ഇത് തന്നെ മനസ്സിലാക്കിയാൽ മതി. എന്തുകൊണ്ടാണ് ഇങ്ങനെ തൊഴുത് ചെല്ലുമ്പോൾ ബാക്കിൽ വെച്ച് നമ്മൾ ഓം ഹ്രീം നമ ശിവായ, അവിടെ പാർവതി ദേവിയാ. സകുടുംബാണ് അത്രേ പിൻവിളക്ക് വെക്കുമ്പോൾ, ഭഗവാനും കുട്ടികളും ഭാര്യയും, അതാണ് ശിവകുടുംബ സങ്കല്പം. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമ്മൾ ഭഗവതിയെ കൂടി സ്മരിക്കുന്നു. ഈ ഭഗവതിയാണ് നമ്മളെ കൊണ്ട് എല്ലാം ചെയ്യിപ്പിക്കുന്നത്. അതാണ് മായ. മറ്റതെന്താ? വെറും പരബ്രഹ്മ, ശിവൻ അങ്ങനെ ഇരിക്കും. ഞാൻ അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ഭഗവതി എന്ത് ചെയ്യുന്നു? നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുക. ഒന്നാമത്തെ കാര്യം ഇപ്പം എന്താ? നമുക്ക് എല്ലാവരുടെയും ആഗ്രഹം എന്താ? ജോലിക്ക് പോകണം. ഇന്നിപ്പോൾ അവധി ആയതുകൊണ്ട് ഇവിടെ വന്നു. ഇത്തിരി കാശ് ഉണ്ടാക്കണം. ആഗ്രഹം എവിടെയാണ് വരുന്നത്? ഇച്ഛാശക്തി നമ്മുടെ മനസ്സിലാണ്, അല്ലേ? ഈ മനസ്സിനാണ് ആരെന്നറിയോ? ലക്ഷ്മി ദേവി. മനസ്സിലെപ്പോഴും ആഗ്രഹത അങ്ങനെ വേണം, ഇങ്ങനെ വേണം. ഇന്നലെ ഞാൻ ഒരാളുമായിട്ട് സംസാരിച്ചു. അപ്പം ഞാൻ ചോദിച്ചു, ഇത്രയും പ്രായമായില്ലേ, ഇനി എന്തിനാ ജോലി ചെയ്യണേ? ഓൺലൈൻ വർക്കാ. അപ്പോൾ പറയാ സുഖിക്കാനും സുഖിപ്പിക്കാനും. അതായിരുന്നു അതിൻ്റെ ഉത്തരം. അതന്നെയല്ലേ സത്യത്തിൽ നമ്മളെല്ലാം ഇപ്പോൾ ആത്മീയതൊക്കെ വേണ്ടാന്ന് വെച്ച് ഇന്ന് എക്സ്ട്രാ വർക്കിനൊക്കെ പോകുന്നത് എന്തുകൊണ്ടാണ്? എനിക്ക് സുഖിച്ച് ജീവിക്കണം, എൻ്റെ കൂടെ ഉള്ളവരെ സുഖിപ്പിച്ച് നോക്കണം. അതിനു വേണ്ടിയാണ് ആഗ്രഹം. അതാണ് ഇച്ഛാശക്തി. അത് നമ്മളുടെ മനസ്സിനാണ്. മനസ്സിനുള്ളിലാണ് ആദ്യം ആഗ്രഹം തോന്നുക. അന്നിപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഒരു പ്രഭാഷണമുണ്ട്, നാമജപമുണ്ട്, അമ്പലത്തിലേക്ക് ഒന്ന് പോകണം. അത് നിങ്ങളുടെ ആഗ്രഹം, മനസ്സിന് തോന്നിയ ആഗ്രഹം. അപ്പോൾ ലക്ഷ്മി ദേവി നിങ്ങളെ അനുഗ്രഹിച്ചു. ബസ്സിന് കൊടുക്കാൻ നിങ്ങൾക്ക് കാശുണ്ടായില്ലേ കയ്യിൽ? അത് തന്നെ ലക്ഷ്മി. ഇത് വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല. ഇതൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. നമ്മൾ എന്നും ചെയ്യുന്നതാ. ഇപ്പോൾ പണമൊക്കെ കൊടുത്ത് ഇവിടെ വന്നു, അല്ലേ? ഇനിയോ ഇച്ഛാശക്തി കഴിഞ്ഞു. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പ്രദക്ഷിണമൊക്കെ വെച്ച് ഇവിടെ വന്നിരുന്നു. ജ്ഞാനശക്തി, ജ്ഞാനം. പിന്നെന്താ കിട്ടുന്നത്? ഇപ്പോൾ നമശിവായ ഏത് ഗ്രന്ഥത്തിലാന്ന് മനസ്സിലായി. അപ്പോൾ അറിവ് കിട്ടുന്നു. അറിവ് ഏത് ഭഗവതിയാ? സരസ്വതി, അല്ലേ? നമ്മൾ എഴുത്തിനൊക്കെ വെക്കുമ്പോൾ സരസ്വതി നമസ്തുഭ്യം പറയില്ലേ? സരസ്വതി ദേവി. അറിവ് നമ്മളുടെ ശരീരത്തിൽ എവിടെയാ? തലച്ചോറിനാണ് അറിവ് കിട്ടുന്നത്. അപ്പോൾ തലച്ചോറിൻ്റെ ദേവതയാണ് സരസ്വതി. പിന്നെയോ ക്രിയാശക്തി. കൂടുതൽ പേരും ഈ രണ്ടെണ്ണത്തിൻ്റെയും പുറകിൽ അവസാനം ഉണ്ട് ഒരാൾ. അതാരാ? ക്രിയാശക്തി. ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി. ക്രിയാശക്തി പറഞ്ഞാൽ ഇവിടെ വന്നാലും ചിലർക്ക് ഇരിക്കുക പുറത്തേ ഉണ്ടാവില്ല. അവർ കേൾക്കണമൊക്കെ ഉണ്ടാവും, അങ്ങനെ ഓടിപ്പാഞ്ഞ്. ചിലർ പ്രാരാബ്ദം കൊണ്ടാട്ടോ, അവർ കമ്മിറ്റിക്കാർ അത് ചെയ്തേ പറ്റൂ. ചിലവർ അങ്ങനെയല്ല, ഒരു ഭാഗത്ത് ഇരിക്കില്ല. നമ്മുടെ മനസ്സ് കുട്ടിക്കുരങ്ങിൻ്റെ മാതിരിയാണ്. ഇരുത്തിയ അത് ആ ബെഞ്ചിൽ എത്ര നേരം ഇരിക്കുക? അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി, അതുപോലെയാണ് അത്ര. അപ്പോൾ നമുക്ക് ക്രിയകളെല്ലാം ചെയ്യണം. അതാരാ? ക്രിയകൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ശ്രീ പാർവതി ദേവിയാണ്. ക്രിയ ചെയ്യുന്നത് നമ്മുടെ അവയവങ്ങളാണ്, അല്ലേ? നമുക്ക് വാക്ക്, പാണി, പായു, ഉപസ്ഥം എന്നൊക്കെ പറഞ്ഞ് എല്ലാ അവയവങ്ങളെ കൊണ്ടും നമ്മൾ ഒരു സമയത്ത് അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ത്രിദേവതകളും ത്രിമൂർത്തികളും നമ്മുടെ മുന്നിലുണ്ട്. എല്ലാ ദേവതകളും. ഇപ്പോൾ ഈ വിളക്ക് ശരിക്കും നിലത്ത് വെക്കരുത് എന്നാ, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. വിളക്ക്, മണി, ഗ്രന്ഥം, പൂജാ ദ്രവ്യങ്ങൾ ഇതൊന്നും തിരുമേനി നിലത്ത് വെക്കില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? വീട്ടിലെ പൂജാമുറിയിൽ നമ്മളൊരു തളികയിലെ വിളക്ക് വെക്കുക. ഉമ്മറത്ത് കൊണ്ടുവന്ന് വയ്ക്കും ഭദ്രദീപം, സന്ധ്യയ്ക്ക്. ഇതിനൊക്കെ തത്വങ്ങളുണ്ട് കേട്ടോ. നിലത്ത് വെക്കില്ല. ഒരു ഇലയെങ്കിലും ഇട്ട് വെക്കണം എന്നാണ് ആചാര്യന്മാർ പറയുക. കാരണം ഈ വിളക്കിൽ ത്രിമൂർത്തികളും ത്രിദേവതകളും കുടികൊള്ളുന്നുണ്ട്. ത്രിമൂർത്തികൾ ആരൊക്കെയാ? ബ്രഹ്മം, വിഷ്ണു, മഹേശ്വരന്മാരാ. ഈ ത്രിമൂർത്തികൾക്കൊപ്പം ഈ ത്രിദേവതകളും. വിളക്ക് നമ്മൾ തെളിയിച്ചു, കത്തിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ പറഞ്ഞ ദേവതകളും ത്രിമൂർത്തികളും ഉണ്ട്. അതേസമയം കത്താതിരിക്കുന്ന ഒരു വിളക്കിൽ ത്രിമൂർത്തികളാണുള്ളത്. ത്രിമൂർത്തികൾ എങ്ങനെയാണോ? നമ്മുടെ അകത്ത് പോയി കഴിഞ്ഞു. ഇപ്പോൾ തൊഴുതു ഓം നമശിവായ മന്ത്രത്തിൻ്റെ അർത്ഥം മനസ്സിലായി. അപ്പോൾ ഭഗവാന്റെ ഇവിടെ സ്വയം ഉണ്ടായതാ സ്വയംഭൂവായ മഹാദേവനെ ശിവലിംഗത്തിൻ്റെ രൂപത്തിലാണ് നമ്മൾ കാണുന്നത്. എന്താണ് ലിംഗം? അപ്പോൾ അത് എന്തിനെയാണോ സൂചിപ്പിക്കുന്നത് അതാണ് ലിംഗം. ശിവലിംഗം എന്താ എന്ന് മനസ്സിലാക്കണം. അതിനുശേഷം ഈ ലിംഗത്തിൽ എന്തെല്ലാം ഉൾക്കൊള്ളുന്നു. ഈ വിളക്കിനെ പോലെ, ഒരു ആൽമരത്തിനെ പോലെ. ആൽമരത്തിൻ്റെ പ്രത്യേകത എന്താ? ഒരു മഹാക്ഷേത്രമാണെങ്കിൽ അവിടെ ആൽവൃക്ഷം ഉണ്ടായിരിക്കുന്ന, അതായത് ആൽവൃക്ഷത്തിന് നമ്മൾ 7 പ്രദക്ഷിണം വയ്ക്കും. ദക്ഷിണ ഭാഗത്ത് കൂടെ പ്രദക്ഷിണം വെച്ച് വരും. അപ്പോൾ നമ്മൾ ചൊല്ലുന്ന മന്ത്രം എന്താ? മൂലതു ബ്രഹ്മരൂപായ മധ്യതു വിഷ്ണു
വിഷ്ണുരൂപിണി അഗ്രദാ ശിവരൂപായ വൃക്ഷരാജയതേ നമഃ. ഇതേപോലെയാണ് വിളക്ക്. വിളക്ക് നോക്കൂ. മൂലതോ ബ്രഹ്മരൂപായ. മൂലതോ താഴെയായിട്ട് ആര് സ്ഥിതി ചെയ്യുന്നു? ബ്രഹ്മാവ്. എങ്ങനെയാ? താഴെയാണ് ഒരു ചെടി മുളച്ചു വരിക. അപ്പോൾ ചെടി മുളച്ചു വരുമ്പോൾ സൃഷ്ടി സംഭവിക്കുന്നു. അപ്പോൾ ശിവലിംഗത്തിന്റെ താഴെ പീഠത്തിലായിട്ട് നമുക്ക് ബ്രഹ്മാവിനെ കാണാം. പിന്നെ അതിന് നടുവിലായിട്ട് വിഷ്ണുവിനെയും മുകളിലായിട്ട് ശിവനെയും കാണാം. ചെടി മുളച്ചു വളർന്നു വന്നു കുറച്ച് വലുതാകുമ്പോൾ സ്ഥിതി പരിപാലനം അതങ്ങനെ കായ്കനികളൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്തുകൊണ്ടിരിക്കും. അവസാനം അതിനൊരവസാനം ഇല്ലേ? കുറ്റിച്ചെടിയൊക്കെ വേഗം ഉണങ്ങുന്നില്ലേ? അതാണ് അഗ്രത ശിവരൂപായ. അഗ്രത്തിൽ മഹാദേവൻ സംഹാരമൂർത്തിയായി സ്ഥിതി ചെയ്യുന്നു. ഈ ശിവലിംഗം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിനെ ഒരു ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചതാ. അതിനും അപ്പുറം ലോകം മുഴുവൻ എടുക്കുകയാണെങ്കിൽ 446 അറ്റോമിക് റിയാക്ടറുകൾ ഉണ്ട് നമ്മുടെ ലോകത്ത്. ഇവയെല്ലാം ഈ ശിവലിംഗത്തിന്റെ ആകൃതിയിലാണ്. അത് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തും ഹൈന്ദവന്റെ എല്ലാ ആചാരങ്ങളും സയൻസ് ചേർത്ത് പറയാം. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ ബ്രഹ്മാണ്ടത്തെ കുറിച്ച് പറയും. ഒരു അണ്ഡാകൃതി, ഓവൽ ഷേപ്പാണ്. ശിവലിംഗത്തിന്റെ ഷേപ്പ് എന്താ? ഓവൽ ഷേപ്പാണ്. അപ്പൊ അതേസമയം ഇതിന്റെ അർത്ഥം എന്താണോ? ഈ ബ്രഹ്മാണ്ടം, ബ്രഹ്മവൈവർത്ത പുരാണം എന്നുള്ള ഗ്രന്ഥത്തിൽ പറയുന്നതാണ് ഈ അണ്ഡം എനർജി നിറച്ചു വെച്ചിരിക്കുന്നതാണ്. ശിവലിംഗത്തിൽ ഈ പ്രകൃതിയിലെ മുഴുവൻ എനർജി ഉണ്ട്, നിറച്ചു വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ എനർജി സംഭരിച്ച് വെച്ചിരിക്കുന്ന ആ ശിവലിംഗത്തിന് ഈ ഭൂലോകത്തെ മുഴുവൻ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് അറ്റോമിക് റിയാക്ടറുകൾ ശിവലിംഗത്തിന്റെ രൂപത്തിൽ വെച്ചിരിക്കുന്നത്. ഇപ്പൊ ശിവലിംഗം എന്താ മനസ്സിലായി? വെറും ഒരു മഹാദേവനല്ല ലിംഗത്തിലുള്ളത്. എന്തുണ്ട്? ബ്രഹ്മം വിഷ്ണു മഹേശ്വരന്മാർ. വിളക്ക് പോലെ തന്നെ താഴെ ബ്രഹ്മാവും നടുവിൽ വിഷ്ണുവും അവസാനം ഉയർന്നു വരുമ്പോൾ മഹാദേവനും ആയിട്ട് കുടികൊള്ളുന്നു. ഇനി ഈ വിളക്കിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന തിരികൾ നോക്കും. നമ്മൾ ഭദ്രദീപം കൊളുത്തും, 5 തിരിയായിടുക. ഇവിടെ 2 തിരി, കിഴക്കും പടിഞ്ഞാറും. ഭഗവാനൊന്നും നമുക്കൊന്നും എന്ന് പറയും. അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുമ്പോഴും അസ്തമിക്കുമ്പോൾ ഒരെണ്ണവും. വൈകുന്നേരം വിളക്ക് കൊണ്ടുവച്ച് കൊളുത്തുമ്പോൾ എങ്ങോട്ടാ ആദ്യം കൊളുത്തുക? പടിഞ്ഞാട്ടുള്ള തിരി ആദ്യം കൊളുത്തുക. രാവിലെ എഴുന്നേറ്റോ കിഴക്കോട്ട് കൊളുത്തണം എന്നാ പറയുക. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഇതിലെങ്ങനെയാ ത്രിദേവതകൾ വരിക? അപ്പോൾ ത്രിമൂർത്തികൾ വന്നു. ത്രിദേവതകൾ വരണമെങ്കിൽ ഈ മനസ്സാകുന്ന ഒരു വിളക്കാണ് നമ്മളിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത്. നമ്മൾ ആ ദേവന്റെ മുന്നിൽ ആ മനസ്സാകുന്ന വിളക്കിൽ ഭക്തിയാകുന്ന എണ്ണ ഒഴിച്ച് വിവേകമാകുന്ന അഗ്നി കൊണ്ട് അതിനെ പ്രകാശിപ്പിക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിലെ പ്രകാശം ഈ ഒരു ലക്ഷ്മി ആയിട്ട് കാണുന്നുണ്ട്. നാണയം എടുത്ത് നോക്കിയിട്ടുണ്ടോ? നാണയത്തിന്റെ കളർ എന്താ? നല്ല ചന്തമുള്ള നാണയം, ഗോൾഡ് കോയിൻ എന്നാ പറയാ. അപ്പോൾ ലക്ഷ്മിയുടെ കളർ എന്താ? സ്വർണത്തിന്റെ നിറമല്ലേ? ലക്ഷ്മിയാണത് ഈ പ്രകാശം. ഇനി അതിൽ നിന്ന് ചൂട് വരുന്നുണ്ട്. മഹാദേവന്റെ ചൂടാരാ? ശ്രീ പാർവതി ദേവിയാണ്. ഇനി ഇതിന്ന് ഇങ്ങനെ പുറത്തേക്ക് പ്രകാശം പരത്തുമ്പോൾ നമുക്ക് എന്ത് ഉണ്ടാകുന്നു? വിജ്ഞാനം, അറിവ് ഉണ്ടാകുന്നു. അപ്പം എല്ലാം ത്രിദേവതകളും ഇതിലുണ്ട്. ഇങ്ങനെയുള്ള വിളക്കിനെ എന്താണെന്ന് കുട്ടിക്ക് പറഞ്ഞു കൊടുത്തതിന് ശേഷം ശിവലിംഗവും പറയുമ്പോൾ പലരും പറയും, എന്തുകൊണ്ടാണ് ഈ ശിവലിംഗം ഇങ്ങനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്? ഇതിന് പിറകിൽ വലിയൊരു തത്വമുണ്ട്. ശിവന്റെ ബിംബം വേണമെങ്കിൽ വെച്ച് നമുക്ക് ഇപ്പോൾ വരമുദ്ര, അഭയമുദ്രയൊക്കെ കാണിച്ച് വേണമെങ്കിൽ അവിടെ വെക്കായിരുന്നു. കാരണം ഈ ശിവലിംഗം നമ്മളുടെ പ്രകൃതിയെ സൂചിപ്പിക്കുന്നു. പ്രകൃതിയിൽ എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? പ്രകൃതി ചലനാത്മകമാണ്. ഉപനിഷത്ത് പറയും, വാക്ക് ആണ് ഈ പ്രപഞ്ചത്തെ ചൈതന്യവത്താക്കുന്നത്. നമ്മളൊന്നും മിണ്ടണമെങ്കിൽ ഇവിടെ ആരുമില്ല, രാത്രി നല്ല ശാന്തതയാ അല്ലേ? അപ്പോൾ വാക്കുകൾ വന്നു, ഇവിടെ നാമങ്ങൾ വന്നു, ആകെ ചലനാത്മകമായി അമ്പലം. അതുപോലെ ഈ പ്രകൃതീശ്വരിയായ ഒരു പീഠം നമുക്കവിടെ കാണാം, ഈ ലിംഗത്തെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതിനാണ് യോനി പീഠം എന്ന് പറയുക. ഈ യോനി പീഠത്തിലേക്ക് മഹാദേവന്റെ ലിംഗമാകുന്ന കുഴ അങ്ങടെ ഇറക്കി വെച്ചിരിക്കുക. അവിടെയാണ് എന്ത് സംഭവിക്കുന്നത്? പ്രകൃതിയും പുരുഷനും സംയോജിക്കുന്നത്. ഈ പ്രകൃതിയും പുരുഷനും സംയോജിച്ചാൽ മാത്രമേ എന്ത് നടക്കൂ? സൃഷ്ടി നടക്കൂ. എങ്കിലേ ഈ പ്രപഞ്ചം ഇങ്ങനെ ചലനാത്മകമായി നിലനിൽക്കൂ. ഇതാണ് അതിനുള്ള തത്വം. അപ്പൊ ശിവലിംഗം എന്താ എന്ന് പറഞ്ഞു കൊടുക്കുക. വെറും മഹാദേവനല്ല, അതിൽ ത്രിമൂർത്തികളുണ്ട്. മുന്നിലിരിക്കുന്ന വിളക്കോ ത്രിമൂർത്തികളും ത്രിദേവതകളും ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് തൊഴുതൊക്കെ കഴിഞ്ഞ് കുട്ടിയുടെ കൂടെ ഇങ്ങനെ നമ്മൾ പ്രദക്ഷിണം വെക്കൂലേ? എന്തിനാ പ്രദക്ഷിണം വെക്കണേ? ഏതമ്പലത്തിൽ പോയാലും പ്രദക്ഷിണ വിധിയുണ്ട്. ഒറ്റ പ്രദക്ഷിണവും വേണ്ടാത്ത ഒരു സ്ഥലമുണ്ട്.
പാമ്പുംകാവ്. നമ്മുടെയൊക്കെ വീട്ടിൽ ചില വീട്ടിലൊക്കെ പാമ്പും തുള്ളലും പാമ്പും കാവും ഒക്കെ ഉണ്ട്. ആ പാമ്പും തുള്ളലിനാണ് നമുക്ക് മനസ്സിലാവുക നാഗങ്ങൾക്ക് എത്ര ശക്തിയുണ്ട് എന്നുള്ളത്. ഒറ്റ പ്രദക്ഷിണവും വേണ്ട. അപ്പോൾ മമ്മി ഒരു പ്രദക്ഷിണം നിർത്തിവെച്ചു. ആദ്യമൊക്കെ അവിടെ നാഗക്കാവിന് പ്രദക്ഷിണം ഉണ്ടായിരുന്നു. വിവരമില്ലേ, അതാണ് നമ്മൾ കുറേ ആൾക്കാരുണ്ടാവും കൊണ്ട് നടക്കുക. അവർക്ക് ആരും പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല. അവരറിവിനനുസരിച്ച് അവരങ്ങനെ ചെയ്യും. പിന്നെ ആരെങ്കിലും വിവരമുള്ളവർ പറയുമ്പോൾ അത് നിർത്തിവെക്കും. ഇനി ഒറ്റ പ്രദക്ഷിണം ആർക്കാ? ഒറ്റ ഗണപതിക്ക്. 2 പ്രദക്ഷിണം സൂര്യക്ഷേത്രങ്ങൾക്ക്, 3 മഹാദേവന്. ഇവിടെ വന്നു 3 പ്രദക്ഷിണം ഉണ്ട്. പക്ഷെ നിങ്ങൾ പൂർണ്ണ പ്രദക്ഷിണം ചെയ്തില്ലാലോ. അതെന്താ കാരണം? ഇതൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇവിടെ? മഹാദേവൻ എന്ന് പറയുമ്പോൾ ദക്ഷിണാമൂർത്തി, ഞാൻ പറഞ്ഞു ഗുരുക്കന്മാരിലും ഗുരുവാണ്. ആദിദേവനാണ് മഹാദേവൻ. തന്ത്രസമുച്ചയ പ്രകാരം ഏറ്റവും മുകളിലാണ് മഹാദേവന്റെ സ്ഥാനം. ആ സ്ഥിതിക്ക് മഹാദേവന് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ 3/4 ഭാഗം ആവുമ്പോഴേക്കും അവിടെ പൂർണ്ണമാകും. പരിപൂർണനാണ് മഹാദേവൻ. എങ്ങനെയാ പൂർണ്ണമാവുക? ഒരു ക്ഷേത്രത്തിൽ വന്ന് നമ്മളിങ്ങനെ തൊഴുത് നിൽക്കുമ്പോൾ നമ്മുടെ വിരലുകൾ എങ്ങനെയാ? 5 വിരലുകളും ഇങ്ങനെ ചേർന്ന് നിൽക്കൂലേ? കാലിൻ്റെ വിരലുകളും നമ്മൾ ചേർത്ത് വെക്കും. ആ സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാവും, ഒരു വൈബ്രേഷൻ ഉണ്ടാവുന്ന, അതിനാണ് ഈ തൊഴുന്ന സംസ്കാരം. വിനയാന്വിതനായി തൊഴുതങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ നമ്മൾ ആ സമയത്ത് കുണ്ടലിനി ശക്തി എന്ന് പറയും. നമ്മുടെ ജീവൻ ഉള്ളിലിരുന്ന് തുടിച്ച്, നമുക്ക് വിശപ്പും ദാഹമൊന്നും ഉണ്ടാവില്ല അമ്പലത്തേക്ക് വന്നാൽ, മനസ്സിലാക്കിയാണ് എൻ്റെ ജീവന് ഉയരണം. എന്താണ് ജ്ഞാനപ്പാന പറയുന്നത്? കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ട് കുതിച്ചിടുന്നു ജീവനും. ഈ ജീവൻ അങ്ങനെ കുണ്ടലിനി ശക്തിയിൽ നിന്നും ഉയർന്നുയർന്ന് ഈ സഹസ്രാര പത്മത്തിലേക്ക് എത്തും ഒരു പ്രദക്ഷിണം പൂർത്തിയാകുമ്പോൾ. മഹാദേവന്റെ ക്ഷേത്രത്തിൽ 3/4 പ്രദക്ഷിണം ആ ഓവിന് അവിടെ എത്തുമ്പോഴേക്കും ഈ പ്രോസസ്സ് പൂർത്തിയാവും. നമ്മുടെ കുണ്ടലിനി ശക്തി ഈ ബാക്ക് സൈഡിൽ നിന്നും ഉണർന്ന് നട്ടെല്ലിലൂടെ അത് എങ്ങടെത്തും? ഈ സഹസ്രാര പത്മത്തിലേക്ക് എത്തും. ഓങ്കാരമാണ്. നമ്മൾ ഓങ്കാരം ജപിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്ന ആ വായും കൂടെ എടുത്ത് മുകളിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോവുക ചെയ്യല്ലേ? അത് തന്നെ. ആ ഓങ്കാരം മുകളിലേക്ക് വന്ന് നമ്മുടെ ജീവൻ അവിടെ എത്തിക്കഴിയും. പിന്നെ ആ ഓവ് മുറിച്ച് ഇപ്പുറത്തേക്ക് വന്നാൽ സഹസ്രാര പത്മം പൊട്ടുന്ന ആ സങ്കല്പം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തലവേദന, ഛർദി, അസുഖങ്ങൾ, ഐശ്വര്യമില്ലായ ഒക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു കഥ പുരാണത്തിൽ വരുന്നുണ്ട്. ഒരു രാജാവ് അങ്ങനെ ചെയ്ത് അറിയാതെ അഭിഷേകം ചെയ്യുമ്പോൾ തിരിഞ്ഞു പോയി ഇത്ര. അത് കഴിഞ്ഞ് നിങ്ങൾ അവിടെ എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ എപ്പോഴും പ്രദക്ഷിണം വെക്കുമ്പോൾ നമ്മുടെ വലത്തെ കൈയിൻ്റെ ഭാഗത്താവണത്രേ ആ ബലിക്കല്ല് വരുന്നത്. അവിടെ തൊഴുത് കഴിഞ്ഞ് ഇങ്ങനെ കടന്ന, ചെറിയ ക്ഷേത്രമാണെങ്കിൽ അവിടെ നടക്കാൻ നമുക്ക് സ്ഥലം ഉണ്ടാവില്ല. അവിടെ ഇത്തിരി സ്ഥലമുണ്ട് നടക്കാൻ. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ് ആ ബലിക്കല്ലിനെ വലത്തെ കയ്യിലാക്കുന്നത് പോലെ വരിക. അപ്പോൾ അവിടെ ആരുണ്ട്? പിൻവിളക്കുണ്ട്. പിൻവിളക്ക് ശ്രീ പാർവതി ദേവിക്ക്. അവിടെ ചെന്നാൽ വെറും നമശിവായല്ല, ഓം ഹ്രീം നമശിവായ എന്ന് 3 തവണ ജപിക്കുക. അതേ സമയത്ത് ഈ പ്രദക്ഷിണം 3/4 ഭാഗം പൂർത്തിയായി ചെന്ന് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ ആ നടക്കിലേക്കല്ല നോക്കേണ്ടത്. തല ശിരസിൽ വെച്ച് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൻ്റെ രൂപമാണ് നമ്മുടെ ശരീരത്തിന്. ആ താഴികക്കുടത്തിലേക്ക് നോക്കിയിട്ട് വേണം നമ്മൾ 2 കൈ കൂപ്പി തൊഴാൻ. ആ താഴികക്കുടത്തെ നോക്കി തൊഴുത് പറയിലേക്ക് വന്നാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത് തന്നെ ശ്രീ പാർവതി ദേവിയെ കണ്ടു തൊഴാം. ആദ്യം പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ തന്നെ പറകിൽ താഴെ കൂടെ നോക്കി നമ്മൾ തൊഴുതിട്ടുണ്ടായിരിക്കണം. അങ്ങനെ തിരിച്ചു വന്ന് മഹാദേവനെ ഒന്നും കൂടിയും തൊഴുത് പിന്നീട് ആ പ്രദക്ഷിണം നമ്മൾ പൂർത്തിയാക്കുമ്പോൾ വീണ്ടും താഴികക്കുടത്തെ നോക്കി തൊഴും. ഇതാണ് മഹാദേവൻ്റെ പ്രദക്ഷിണ വിധി. ഇത് 3 പ്രദക്ഷിണം മതി. അതേസമയം വിഷ്ണുവിനും ഭഗവതിക്കും 4 പ്രദക്ഷിണം വെക്കണം എന്നാ. ഭഗവതിയുടെ അമ്പലത്തിലൊക്കെ ചെന്നാൽ 4 പ്രദക്ഷിണം. നമ്മളൊക്കെ അത് അറിയാതെ ചെയ്യുന്നുണ്ട്. 3 പ്രദക്ഷിണം നമ്മൾ ഉള്ളിൽ വെക്കൂലേ, പിന്നെ പുറത്തേക്ക് വന്നിട്ട് പുറത്തു കൂടെ ഒരു പ്രദക്ഷിണം കൂടി പോവില്ലേ? അപ്പം 4 പ്രദക്ഷിണമായി. ഇനി 5 ആർക്കാന്നറിയോ? അയ്യപ്പന്. 6 അറുമുഖന്. കഥ അറിയാലോ, തൈപ്പൂയായിട്ടൊക്കെ എവിടെയൊക്കെയോ വായിച്ച് കേട്ടില്ലേ നിങ്ങൾ? അറുമുഖന് 6 മുഖമുള്ള കുട്ടിയായിരുന്നു. 6 കുട്ടികളായിരുന്നു. അത് മഹാദേവി, ശ്രീ പാർവതി ദേവി, കുമാരാന്ന് വിളിച്ചപ്പോൾ കുട്ടികൾ 6 പേര് ഓടി വന്നത്രേ. ഓടി വന്ന് ചേർത്ത് പിടിച്ചപ്പോൾ ശരീരം ഒന്നുമായി 6 മുഖങ്ങളും. അങ്ങനെ അറുമുഖനായി. അപ്പോൾ 6 പ്രദക്ഷിണം. 7 അരയാൽ വൃക്ഷത്തിന്. ഇങ്ങനെയാണ് പ്രദക്ഷിണ വിധി. എന്തിങ്ങനെ അരയാൽ വൃക്ഷത്തിന് മാത്രം 7 വെക്കുന്നത്? ഈ ആലും തുളസി ചെടിയും പുറത്തു വിടുന്ന ഓക്സിജൻ പ്യുവർ ഓക്സിജനാണ്.
നമ്മൾ ശ്വസിക്കേണ്ട ഓക്സിജൻ അതാ. അതുകൊണ്ടാണ് പണ്ടൊക്കെ ആൽത്തറയിലൊക്കെ മഹർഷീശ്വരന്മാർ വന്നിരിക്കും, അവരവിടെ തന്നെ കിടന്നുറങ്ങും. ആ ഒരു ഓക്സിജൻ, ഇപ്പോൾ ഡൽഹിയിലൊക്കെ ഓക്സിജൻ പാർലറുകളാണ്, അവിടെ ഒന്നുമില്ല, വെറും ഈ ഒരു യാന്ത്രിക ലോകം. നമ്മുടെ NH-ൽ കയറിയാൽ എന്തെങ്കിലും അറിയുന്നുണ്ടോ അല്ലേ? ചെനക്കൽ നോക്കി നോക്കി വന്ന് ഒരിക്കാൻ ചെനക്കൽ വന്ന ആളാണ് കോട്ടക്കലേക്ക് എത്തി, അതുമാതിരിയോ അവസ്ഥ. പക്ഷെ ഇവിടെ വന്നാൽ നമുക്ക് ശുദ്ധമായ ഒരു ഓക്സിജൻ, അതാണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്നാ പറയുക. ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു എന്ന് കണ്ട് പൈസ കൊടുത്ത് വാങ്ങി ശ്വസിക്കുന്ന ഒരു കണ്ടീഷൻ വരും ചിലർക്കൊക്കെ. ഇങ്ങനെ ഈ 7 പ്രദക്ഷിണം വെക്കുമ്പോൾ മൂലധൂ ബ്രഹ്മരൂപായ എന്ന മന്ത്രം ചൊല്ലുക. മന്ത്രമൊന്നും അറിയില്ല ടീച്ചറെ, വേണ്ട. നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഉപാസനാമൂർത്തി ആരാണോ, ചിലരത് കൃഷ്ണനാവും, ചിലരത് ദേവിയാവും അല്ലേ. ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ കാളിമാതയെ ആണത്രേ. അതേസമയം വില്ലുമംഗലം സ്വാമിക്ക് കൃഷ്ണനെ ആയിരുന്നു ഇഷ്ടം, ശങ്കരാചാര്യ സ്വാമിക്ക് മഹാദേവനെ ആയിരുന്നു ഇഷ്ടം. ഒക്കെ ഉപാസനാമൂർത്തികളാ. ഓരോരുത്തരും എന്താ പറയുന്നത്? ഇത്രയേ ഉള്ളൂ. ഏകം സത് ബഹുധ വിപ്രാ വദന്തി. വിപ്രന്മാർ അല്ലെങ്കിൽ അറിവുള്ളവർ എന്ത് പറഞ്ഞു? ഇതൊക്കെ അതാണ്, ഇതാണ്, ആ മൂർത്തിയാണ്, ഈ മൂർത്തിയാണ്. 30 കോടി ദേവതകളാ. എല്ലാവർക്കും മുകളിൽ എന്തേ ഉള്ളൂ? ഒരേ ഒരു ഈശ്വരൻ, അത് മഹാദേവനാണ് എന്ന് പറയുന്നു. ഇങ്ങനെ തൊഴുതൊക്കെ കഴിഞ്ഞ് വന്നു, 2-3 പ്രദക്ഷിണമൊക്കെ വെച്ചു. അവിടെ നിൽക്കുമ്പോൾ അമ്മ അങ്ങോട്ട് നമസ്കരിക്കും. എന്താ നമസ്കാരത്തിൻ്റെ തത്വം? നമസ്കരിക്കാൻ മടിയാണ് ഇപ്പോഴത്തെ ജനറേഷന്. നമസ്കാരത്തിന് ഒരുപാട് തത്വങ്ങളുണ്ട്. നമ്മൾ വേദങ്ങൾ എടുത്ത് വെച്ച് നോക്കുമ്പോൾ ഈ നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ടെന്ന് പറഞ്ഞില്ലേ, അത് പരമാത്മാവിൻ്റെ ഒരു അംശം. ബിംബം എന്ന് പറയാൻ തന്നെ കാരണം അതാ. ഈ ആത്മാവ് എവിടെ പ്രതിബിംബിക്കണം? ഭഗവാന്റെ ആ ബിംബത്തിൽ പ്രതിബിംബിക്കണം. അവിടെ വന്നു നിന്ന് ഇങ്ങനെ തൊഴുത് പ്രാർത്ഥിക്കുമ്പോൾ, 3 പ്രദക്ഷിണം കഴിഞ്ഞ് തൊഴുത് നിൽക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രസാദം വാങ്ങിക്കും. പ്രസാദം വാങ്ങിക്കുമ്പോൾ ആ ദേവന്റെ മന്ത്രം ചൊല്ലിക്കൊണ്ട് വേണം, ഒരു 2 കൈ കൊണ്ടും സന്തോഷത്തോടു കൂടി ചേർത്ത് പിടിച്ച് നമ്മളത് വാങ്ങിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും വാങ്ങണം എന്നാ. അത് നിറഞ്ഞ മനസ്സോടുകൂടി ആ ക്ഷേത്രദേവന്റെ മന്ത്രം ഓം നമഃ ശിവായ ഉച്ചരിച്ച്, നാരായണ എന്നാണ് മറ്റേ അമ്പലങ്ങളാണെങ്കിൽ ആ ഓം നമോ നാരായണായ പറഞ്ഞുകൊണ്ട് വാങ്ങുക. വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും എന്ത് ചെയ്യണം? ദക്ഷിണ സമർപ്പിക്കണം. ദക്ഷിണ എന്ന് പറഞ്ഞാൽ എന്താണെന്നോ? അവിടെ ഒരു മഹായജ്ഞാണ് പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞത്. ആ ആത്മാവിന്, അദ്ദേഹത്തിൻ്റെ ആ തിരുമേനിയുടെ ആത്മാവിൻ്റെ അംശത്തെ എടുത്താണ് അവിടെ സമർപ്പിച്ചിട്ട് ഉദ്വസിച്ച് കയറ്റുക എന്ന് പറയും, ബിംബത്തിൽ ജീവൻ വെപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് അദ്ദേഹത്തിൻ്റെ ആത്മാവ് തന്നെയാണ്. അങ്ങനെയുള്ള വലിയ ഒരു പ്രക്രിയ അതിനുള്ളിൽ നടക്കുന്നത് നമുക്ക് വേണ്ടി പുഷ്പാഞ്ജലി നടത്താനാണ്. അതുകൊണ്ട് നമ്മൾ ഒരു 1 രൂപ ആയാലും വേണ്ടിയില്ല, എത്ര രൂപയാണ് ദക്ഷിണ ഇത്രയാണെന്ന് ഒരു ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടില്ല. എന്ത് യജ്ഞം നടത്തിയാലും ഒരു ദക്ഷിണ വെക്കണം എന്നാ. അദ്ദേഹം നടത്തിയ ആ യജ്ഞത്തിന് എന്ത് ചെയ്യണോ? ഒരു ദക്ഷിണ സമർപ്പിച്ച് നമ്മൾ ആ പുഷ്പാഞ്ജലി വാങ്ങിച്ചു കഴിഞ്ഞാൽ, കുറി തൊടുന്നതിലുണ്ട് തത്വം. എങ്ങനെയാ? തോണ്ടിത്തേക്കുക. ഈ വിരലുകൊണ്ട് വേണം, വലത്തെ കയ്യിൽ. ചിലരുടെ ഇടന്മാരുണ്ടാവും, അവർക്ക് ഇടാൻ ഉപയോഗിക്കാം. ഈ മോതിര വിരലുകൊണ്ട് കുറി എടുത്തിട്ട് തൊടുക. ഈ കുറിക്കൊരു തത്വമുണ്ട്. എന്തിനാ കുറി തൊടുന്നത്? അതൊക്കെ ശാസ്ത്രം. നമ്മുടെ ശരീരത്തിലെ കയ്യോ കാലോ മുറിച്ചു പോയാൽ നമ്മുടെ ജീവൻ പോകുന്നില്ല. തലയോട് പോയാൽ ജീവൻ പോയില്ലേ? അപ്പോൾ ആത്മാവ് എവിടെ ഇരിക്കണേ? ഇവിടെ ഈ ഭ്രൂമധ്യത്തിലാണ് ആത്മാവ് കുടികൊള്ളുന്നത്. ആ ആത്മാവിനെ പ്രശോഭിപ്പിക്കാനാണ് എന്ത് ചെയ്യുന്നത്? ഒരു തിലകം. ഹൈന്ദവനാണോ അവൻ കുളി കഴിഞ്ഞാൽ ഭസ്മായാലും വേണ്ടിയില്ല, ചന്ദനായാലും വേണ്ടിയില്ല, കുങ്കുമായാലും വേണ്ടിയില്ല. ഇത് 3 ആരാന്നറിയോ? ഒന്ന് ശാക്തേയങ്കാരാ, കുങ്കുമം തൊടുക. ശൈവരാണ് ഭസ്മം തൊടുക. ഇന്ന് രാത്രി ഭസ്മൊക്കെ കരിക്കില്ലേ? ഇനി അത് കഴിഞ്ഞാലോ വിഷ്ണുവിന് ചന്ദനം. ചന്ദനം തൊട്ട് കഴിഞ്ഞാൽ അപസ്മാരം പോലെയുള്ള അസുഖങ്ങളൊക്കെ മാറും, ത്വക്ക് രോഗം ഉണ്ടാവില്ല എന്നാ. ചന്ദനം അരച്ചിടില്ലേ തലവേദന വന്നാൽ മുത്തശ്ശി? അതന്നെ തണുപ്പ. ഭൂമിയെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ ചന്ദനം. ഇനി അതേസമയം മഹാദേവന് സന്ധ്യയ്ക്ക് വന്നാൽ നമുക്ക് ചന്ദനം തരില്ല, ഭസ്മ തരിക. ഭസ്മാന്തം ശരീരം. ഈ ശരീരം അവസാനിക്കേണ്ടത് ഒരു പിടി ഭസ്മമായിട്ടാണ് എന്നുള്ളതിൻ്റെ പ്രതിനിധാനം ആണ് ഭസ്മം തൊടുന്നത്. അതേസമയം ഈ ഭസ്മം ഉണ്ടല്ലോ, മുത്തശ്ശിമാരൊക്കെ രാവിലെ നീട്ടാ കുളിക്കാനൊന്നും വയ്യ. എൻ്റെ അമ്മമ്മയ്ക്ക് കൈയും കാലും മുഖമൊക്കെ കഴുകി ഈ 9 തുള, നമുക്ക് ഈ 9 തുള അങ്ങനെ ശുദ്ധാക്കിയാൽ മതി എന്നാ. മറ്റു മതസ്ഥരതാ ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യുക? ഇങ്ങനെ ഇവിടെ എല്ലാ സന്തുക്കളിലും അങ്ങോട്ട് പൂശും. 3 വരയാ. മഹാദേവന്റെ നെറ്റിയിൽ നോക്കിണ്ടോ? 3 വരയാ. എന്താ 3 പ്രതിനിധീകരിക്കണേ? നമ്മുടെ ദുഃഖങ്ങളെയാ. താപത്രയ വിനാശായ ഭാഗവതം തുടങ്ങുന്നത് അങ്ങനെയാ. ഈ താപത്രയങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് 3 ദുഃഖങ്ങളേ ഉള്ളൂ. നമ്മുടെ ശരീരത്തെ കുറിച്ച് ഓർത്ത ദുഃഖം, നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട വ്യക്തികളെ കുറിച്ച് ഓർത്തിട്ടുള്ള ദുഃഖം, സ്ഥാവര ജംഗമ വസ്തുക്കളെ കുറിച്ച് ഓർത്തിട്ടുള്ള ദുഃഖം. ഈ 3 ദുഃഖങ്ങളെ പ്രതിനിധീകരിക്കുകയാണ് ഈ 3 വര.
തിരുമേനിയുടെ പൂണൂല് നോക്കിയിട്ടുണ്ടോ? 3 നൂലുണ്ടായിരിക്കും അതില്. പ്രദക്ഷിണം മിക്ക ക്ഷേത്രങ്ങളിലും 3 നമ്മൾ വെക്കുക. കാരണം ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി മിക്കവാറും 3 നമ്മൾ ചെയ്യാറ്. അങ്ങനെ അവിടെ നിന്ന് ആ കുറി ഇങ്ങനെ വരച്ചതിന് ശേഷം എന്ത് ചെയ്യണം? സാഷ്ടാംഗം അങ്ങോട്ട് നമസ്കരിക്കും. വേദമന്ത്രം എടുക്കുമ്പോൾ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഒരു മന്ത്രം കാണാം. ഈ അഹം ബ്രഹ്മാസ്മി എന്നുള്ള ഒരു ഉന്നതമായ ഭാവത്തിലേക്ക്, ക്ഷേത്ര ദർശനത്തിൻ്റെ മൂർത്തമായ ആ ഭാവത്തിലേക്ക് നമ്മൾ അങ്ങോട്ട് ഉയരും. ആ നമസ്കാരത്തിലൂടെ നമ്മൾ അങ്ങോട്ട് സമർപ്പിക്കുകയാണ്. രാവിലെ സന്ധ്യാവന്ദനം ചെയ്ത് കഴിയുമ്പോൾ അവിടെ പറയുന്നുണ്ട്, അസാവാദിത്യോ ബ്രഹ്മ ബ്രഹ്മൈവാഹമസ്മി. ആദിത്യദേവ, അങ്ങ് ബ്രഹ്മമാകുന്നു, ഞാനും ബ്രഹ്മം തന്നെയാണ്. നമ്മളൊക്കെ ബ്രഹ്മം തന്നെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? മായയിൽ അങ്ങോട്ട് വന്ന് വീണാലേ ഇതിനൊന്നും മനസ്സിലാവുന്നില്ല. ഈ മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്നു തോന്നിക്കുന്നു. ഇതൊക്കെ ഒരു തോന്നലാ. ഉണ്ട് ഉണ്ട് ഉണ്ട്. ഇല്ലാത്തത് നമുക്ക് ഉണ്ട് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഇല്ല എന്നുള്ള സത്യം നമുക്ക് മനസ്സിലാവും ഇല്ല. ഇപ്പോൾ നിരീശ്വരവാദം പറയും, ഇല്ലാത്തതൊന്നും എങ്ങനെ ഉണ്ട് എന്ന് പറയാ. അപ്പൊ ഇല്ല എന്ന് പറയണമെങ്കിൽ ഒരു സംഭവം ഉണ്ടാവണ്ടേ, എന്നാലല്ലേ നിരീശ്വരവാദി ആവാൻ പറ്റൂ. അവരും വിശ്വസിക്കുന്നുണ്ട്, അപ്പൊ അങ്ങനെ എന്തോ ഒന്നുണ്ട്. ആ ഉള്ളതിനെ ഇല്ല എന്ന് പറയുന്നതാ. ഇനി പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് നമസ്കരിച്ചും കൂടെ പുറത്തേക്ക് വന്ന് എന്താ ചെയ്യുന്നത്? പ്രദക്ഷിണം പുറത്തു കൂടെ. ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഗീത പറയുന്നുണ്ട് 13-ാം അധ്യായത്തില്, ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. ഹേ കുന്തിപുത്ര, ഈ ശരീരവും ക്ഷേത്രവും ഒന്നാകുന്നു. ശരീരം തന്നെയാ ക്ഷേത്രം. ഇത് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാ അപ്പം അത് വിശ്വസിക്കുക? നമ്മുടെ ശരീരം ഇങ്ങനെയല്ലേ ഇരിക്കണേ? ഈ ക്ഷേത്രം എത്ര വലുതാ! മഹാക്ഷേത്രങ്ങൾ എടുത്തു നോക്കിയാൽ നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു ക്ഷേത്ര ഗോപുരം ഉണ്ടാവും. അത് ഭഗവാൻ ഇങ്ങനെ മലന്ന് കിടന്ന ഭഗവാന്റെ കാൽപാദങ്ങളാന്നാ പറയുക. അതുകൊണ്ടാണ് അവിടെ വെച്ച് നമ്മൾ ആ ചെരുപ്പൊക്കെ ഊരി മാറ്റും. വൃത്തികേടുണ്ടാവും. ഭഗവത് ശരീരത്തിലൂടെ നടക്കാൻ പോവുക എന്നുള്ള സങ്കല്പം. ഷർട്ടൊക്കെ ഊരി മാറ്റും അല്ലേ? ഇപ്പോൾ കുറേ വിവാദങ്ങളൊക്കെ അങ്ങനെ നടന്നു. എന്തായാലും നമ്മുടെ പൂർവികർ എന്തെങ്കിലും ആചരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലൊക്കെ എന്തെങ്കിലും തത്വങ്ങൾ ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. പണ്ടുള്ള ആചാര്യന്മാരോട് ചോദിച്ചാൽ പറയാ, സ്ത്രീകൾക്ക് അവരുടെ തല കൊണ്ട് ഈ ക്ഷേത്രം നടങ്ങട് തുറക്കുമ്പോഴേ സർപ്പിളാകൃതിയിലാത്ര ദേവചൈതന്യം പുറത്തേക്ക് വരിക. അത് സ്വീകരിക്കാനുള്ള കഴിവുണ്ട്. ആണുങ്ങൾക്ക് ആ കഴിവില്ല. അതുകൊണ്ട് അവര് ശരീരത്തിൽ സ്വീകരിക്കാനത്ര ഈ ഷർട്ട് ഊരുന്നത്. ഇപ്പൊ പരിഷ്കാരം മൂന്നിട്ട് പണ്ട് ചുരിദാറിട്ട് കയറ്റിയില്ലേ? അപ്പൊ കയറ്റിയില്ലേ? അത്രയും ലോകം മാറും. പക്ഷെ സംഭവം എന്താന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അറിവുണ്ടായിരിക്കുക. ആരോ എന്തോ പറഞ്ഞോട്ടെ. ഇനി ഇവിടെ വന്നു ഇപ്പൊ ഗോപുരം, അവിടെ ഭഗവാന്റെ കാൽപാദങ്ങൾ. അത് കഴിഞ്ഞാൽ അങ്ങോട്ട് കടക്കിങ്ങട പ്രദക്ഷിണ വഴി. ഇവിടെയും പ്രദക്ഷിണ വഴി ഉണ്ടല്ലോ. ഇവിടെ ഗോപുരയിലും കുറേ സ്റ്റെപ്പ് ഉണ്ടല്ലേ. നല്ലൊരു എക്സസൈസാ. രാവിലെ എന്താ പറയാ ഡോക്ടറെ? ഷുഗർ ഇത്തിരി ഉണ്ട്, ഒന്നങ്ങോട്ട് നടന്നോളൂ കേട്ടോ. 20 മിനിറ്റ് നടന്നാൽ മതി. ക്ഷേത്രത്തിലേക്ക് വരുന്ന ആ പൂർവികരുണ്ടാക്കിയത് എന്തിനാ ക്ഷേത്രം എന്ന് മനസ്സിലായില്ലേ? രാവിലെ കുളി കഴിഞ്ഞാൽ വേഗം അവിടെ ഒരു വിളക്ക് വെക്കും. 5 പഞ്ചമഹായജ്ഞങ്ങളിൽ ഒന്നാണത്. കുളിയും ഗ്രന്ഥപാരായണവും വിളക്ക് വെക്കലും ഒക്കെ. അത് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോരും. ഇവിടെ വന്നാലോ പ്രദക്ഷിണ വഴി. ഭഗവാന്റെ കാലാണ് അത് എന്നാ പറയാ പ്രദക്ഷിണ വഴി. അപ്പൊ നമ്മൾ ഭഗവാൻ ഇങ്ങനെ മലർന്ന് എല്ലാ ഭാഗത്തേക്കും കിടക്കുകയാണെങ്കിൽ ഭഗവാന്റെ കാൽപാദങ്ങളായ ഗോപുരങ്ങൾ കഴിഞ്ഞ് അകത്തേക്ക് കയറി ആ പ്രദക്ഷിണ വഴിയിലൂടെ എങ്ങനെയാ പതേ പ്രദക്ഷിണം പതുക്കെ പതുക്കെ നടന്ന് അങ്ങനെ പോയിട്ടേ ചെയ്യാവൂ. എങ്ങനെ വേണം? അപ്പൊ ഒന്നും ചിന്തിക്കരുത്. ഒറ്റയ്ക്കാണ് വരേണ്ടത്. മാത്രമല്ല ആ ക്ഷേത്രദേവന്റെ നാമം നമ്മൾ അങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കാം. ഇന്നിപ്പോൾ രാവിലെ നേട്ടോ കുളിച്ചു നിങ്ങൾ സങ്കല്പം വെച്ചില്ലേ, മഹാദേവ ഇന്ന് ശിവരാത്രിയാണ്, എൻ്റെ വ്രതം സ്വീകരിക്കണേ എന്ന് ആ സങ്കല്പം വെച്ച കൂട്ടത്തിൽ ഓം നമ ശിവായ എത്ര തവണ ജപിച്ചു? രാവിലെ 21 ഗായത്രി ജപിച്ചില്ലേ? സന്ധ്യാവന്ദനത്തിനൊപ്പം ചെയ്യുന്നതാ. അത് കഴിഞ്ഞാൽ ഈ ഒരു 21 തവണയെങ്കിലും പഞ്ചാക്ഷരി മന്ത്രവും ജപിക്കണം എന്നാ. ജോലിയുള്ളവർക്കും ഇല്ലാത്തവർ എത്ര 5 മിനിറ്റ് ഇതിനൊക്കെ വേണ്ടു. ഗായത്രി ജപിക്കണം പറഞ്ഞാൽ സമയമില്ല ടീച്ചറെ. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് 21 ഗായത്രി ജപിക്കാം. എത്ര വേണമെങ്കിലും ജപിക്കാം. ഗായന്തം ത്രായതേ ഇതി ഗായത്രി. ഗാനം ചെയ്യും തോറും നമ്മളെ ഉയർത്താനുള്ള കഴിവ് മഹാദേവൻ നമുക്ക് തരും ഗായത്രി ജപിച്ച. ഇനി ഇവിടെ മഹാദേവനും ഗായത്രി ഉണ്ട് കേട്ടോ, സർവ്വദേവതകൾക്കും ഉണ്ട്. ഈ പ്രദക്ഷിണ വഴിയിലൂടെ അങ്ങനെ നടക്കുമ്പോൾ ഭഗവാന്റെ കാലുകളിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ ബലിക്കല്ല് കാണുന്നില്ലേ പുറത്ത്? മഹാക്ഷേത്രമാണെങ്കിൽ അതിന് ഇപ്പുറത്ത് ഒരു വലിയ കൊടിമരം ഉണ്ടായിരിക്കും. ഉത്സവം കൊടിയേറില്ലേ? ദേവന്റെ ക്ഷേത്രങ്ങൾക്ക് ഉത്സവം,
ഭഗവതിയുടെ ക്ഷേത്രങ്ങൾക്ക് പൂരം, അങ്ങനെയാണ് നടത്തുക. ഈ ക്ഷേത്രദേവൻ ഇങ്ങനെ നിവർന്നിരുന്നാൽ ക്ഷേത്രദേവൻ്റെ നട്ടെല്ലാണ് ആ കൊടിമരം എന്നാ പറയുക. അത് കഴിഞ്ഞാൽ കാണുന്ന ബലിക്കല്ല്, ഈ ബലിക്കല്ല് നോക്കൂ, ഇതേ ഉയരത്തിലായിരിക്കും ക്ഷേത്രദേവൻ്റെ പ്രതിഷ്ഠ വെച്ചിട്ടുണ്ടായിരിക്കുക. അവിടെ പോയി നിൽക്കുമ്പോൾ നിങ്ങൾ ഒന്നിങ്ങനെ കമ്പയർ ചെയ്ത് നോക്കിയാൽ അത് മനസ്സിലാവും. ഇതൊക്കെ അറിഞ്ഞിരിക്കണം, അത്രയേ ഉള്ളൂ. കാരണം ഈ ബലിക്കല്ല് ഭഗവാന്റെ അരക്കെട്ടാന്നാ പറയുക. ഈ അരക്കെട്ട് എന്ന് പറയുമ്പോൾ ആ അരക്കെട്ടിന് മുകളിൽ ഭഗവാൻ ഇരിക്കുക. അപ്പം അതേ ഉയരത്തിൽ ആ ക്ഷേത്രദേവനും ഇരിക്കുക. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് അകത്തേക്ക് കയറുമ്പോഴാണ് എന്ത് പറയുന്നത്, പഞ്ചപ്രാകാരങ്ങളുള്ള ക്ഷേത്രദേവന്റെ ശരീരം ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള സ്ഥലം, അരക്കെട്ട് കഴിഞ്ഞാൽ മുകളിലേക്ക്. അതിലൂടെ നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു മുഖമണ്ഡപം കാണാം. അത് അവിടെ ഇരുന്നിട്ടാണ് വേദം ജപിക്കുക. ഒരു ക്ഷേത്രം ഉയരണമെങ്കിൽ 5 കാര്യങ്ങൾ വേണമെന്നാ പറയാ. ആചാര്യ തപസാമ്നായ ജപേന നിയമേന ച ഉത്സവേന അന്നദാനേന ക്ഷേത്രാഭിവൃദ്ധി പഞ്ചദ. ഈ ആദ്യം വേണ്ടത് ആചാര്യനാ, അറിവുണ്ടാവുക വേണ്ടത്. കാരണം ഭക്തി, ജ്ഞാന, വൈരാഗ്യം. ഭക്തി ഉള്ളത് കൊണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ വന്നു, ഇവിടുന്ന് നമുക്ക് ജ്ഞാനം കിട്ടി. ഭഗവാൻ മഹാദേവൻ എങ്ങനെയാ, വൈരാഗ്യത്തിന്റെ പ്രതീക. അതാണ് മഹാദേവനെ എല്ലാവർക്കും ഒരു പേടിയാ. കൃഷ്ണനാണ്, അത് കള്ളകൃഷ്ണനല്ലേ, കുഴപ്പമില്ല, അങ്ങനെ ഒരു ഭാവമല്ലേ. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ പ്രേമ പ്രതീക, എല്ലാവരോടും അനുരാഗ. പക്ഷേ അതേസമയം മഹാദേവൻ വൈരാഗ്യത്തിന്റെ പ്രതീക. എന്തുകൊണ്ടാണ് വിരാഗിയായിട്ട് ഇരിക്കുന്നത്? ഇങ്ങനെ ഇരിക്കുമ്പോൾ മഹാദേവന്റെ കയ്യിലും കഴുത്തിലും ഒക്കെ സർപ്പാണ് പോണൂലേ. എന്താ ഉടുത്തിരിക്കുന്നത്? ചില സമയത്ത് മഹാദേവൻ ദിഗംബരന്, ആകാശം തന്നെ വസ്ത്രം ഒന്നും ഉണ്ടാവില്ല എന്ന്, ആ ഗോരികളെ പോലെ കണ്ടില്ലേ ഇപ്പോൾ കുംഭമേളക്കൊക്കെ പോയപ്പോൾ. അതുപോലെ ചില സമയത്തോ പുലിത്തോലുടുത്തിരിക്കും, ഉത്തരീയമായിട്ട് സിംഹചർമ്മം ഇടും, സർപ്പത്തിനെ പൂണൂലായിട്ട് അണിയും. അതേസമയം ജഡാധാരിയ, ഈ ജഡയ്ക്കുള്ളില് പഞ്ചഭൂതങ്ങളും ഉണ്ടെന്നാ. നല്ല സൈക്ലോണൊക്കെ ഉണ്ടാവില്ലേ, മഹാദേവൻ ജഡ ഇട്ടിട്ട് ഒന്നാണ്ട് കുടയുന്നതാ. പ്രളയം ഉണ്ടാവില്ലേ, ഗംഗാദേവി ഉണ്ട്, ജലം അതിനുള്ളിലിരുന്ന് പുറത്തേക്ക് ഒഴുകുന്നതാ. തീരെ സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ ദുഷ്ടന്മാരെ സംഹരിക്കാനാണത്ര ഈ പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഭൂമിദേവിക്ക് ഇങ്ങനെ സഹിക്കാൻ വയ്യാതിരിക്കുകയാണ് ഭാര്യ, അപ്പം അങ്ങനെ സംഭവിക്കുന്നതാ. ഇനി മഹാദേവൻ എന്തിനാ എപ്പോഴും ഇങ്ങനെ ജയിച്ചുകൊണ്ടിരിക്കണേ? ശ്രീപാർവതി ദേവി ചോദിച്ചു. അപ്പൊ പറയാണ്, ധർമ്മം പുനഃസ്ഥാപിച്ചിരിക്കുന്ന ദേവന്മാരെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഞാൻ ഈ പിനാകം എന്ന് പറഞ്ഞാൽ എന്താ, ശിവധനുസ്സ, അത് കൊണ്ട് നടക്കുന്നത്. പിന്നെ തൃശ്ശൂലുണ്ടല്ലോ എപ്പോഴും കയ്യില്. ഇങ്ങനെയുള്ള ശിവനെയാ ധ്യാനിക്കണ്ടേ. അകത്തേക്ക് ചെന്നു, അതെ നമ്മൾ വേദമന്ത്രം ജപിക്കുന്ന ആ മുഖമണ്ഡപം കണ്ടു, അത് ഭഗവാന്റെ കഴുത്തും കഴിഞ്ഞാൽ പിന്നെന്താ, ഭഗവാന്റെ തല. ആ ശ്രീലകം ഭഗവാന്റെ തലയാന്നാ പറയാ. കൊടമണി ഇങ്ങനെ അടിക്കില്ലേ, ഭഗവാന്റെ നാവാണ്, അത് മാത്രമേ ഇവിടെ ശബ്ദിക്കൂ. ഇങ്ങനെ വന്നാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയ ഗർഭഗൃഹത്തിനുള്ളിലാണ് അല്ലേ വിഗ്രഹം നമ്മൾ കാണുന്നത്. അത് ഭഗവാന്റെ സൂക്ഷ്മ ശരീരം, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ്. അതേസമയം ഈ പുറമേ കാണുന്നത് ഭഗവാന്റെ സ്ഥൂല ശരീരം. ഭഗവാൻ ആ മുഖത്തിലേക്ക് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ മണിയടിക്കും, അത് നാവ് ശബ്ദം ഉണ്ടാക്കും. അത് കഴിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ ബലിക്കല്ല് കാണാം. ഈ ബലിക്കല്ല് ഭഗവാന്റെ വായയെന്നാ. കാരണം അവിടെ ബലി തൂന്ന് കണ്ടിട്ടില്ലേ, ഭൂതഗണങ്ങൾക്ക് വേണ്ടി എന്ന് പറയും. ഏതായാലും ഈ ശ്രീലകത്തിന് മുകളിൽ ഇങ്ങനെ ഒരു കുടുംബ പോലെ വെച്ച് കണ്ടിട്ടില്ലേ, എന്താ വിമാനം എന്ന് പറയും, അത് ഭഗവാന്റെ കുടുംബയാണെന്നാ പറയാ. ഇങ്ങനെ ഭഗവാന്റെ ശരീരം തന്നെയാണ് ക്ഷേത്രം എന്ന് മനസ്സിലാക്കുക. ഇനി ഇവിടെ വന്നാൽ എന്താ ധ്യാനിക്കുക? വെറുതെ നാമം ജപിച്ചാൽ മാത്രം മതിയോ? പോരാ. ധ്യാനം സ്വർണത്തേക്കാൾ വിലപിടിപ്പുള്ളതാ. സ്വർണ്ണാണല്ലോ ഇപ്പം ഏറ്റവും വിലപിടിപ്പുള്ളത് നമ്മുടെ മനസ്സിലല്ലേ, അതുകൊണ്ട് അങ്ങനെ പറയാം. ധ്യാനിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിന് ഏകാഗ്രത കിട്ടും. ഏകാഗ്രത എന്ന് പറയുമ്പോൾ ഒരു ശ്രദ്ധ. അപ്പോൾ ബിംബത്തിലേക്ക് നോക്കിയാൽ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? കണ്ണടച്ചാൽ തുറന്നാ തൊഴണ്ടേ? കണ്ണടച്ച നമ്മൾ തൊഴ മിക്കവാറൂലേ. അപ്പം പിന്നെ എന്തിനങ്ങോട്ട് വന്നേ, ഭഗവാനെ കാണാൻ അവിടെ ഇരുന്നാൽ പോരെ? അങ്ങനെയല്ല. ഇവിടെ ആ മഹാദേവന്റെ ശിവലിംഗം അങ്ങനെ അലങ്കരിച്ച് വിളക്കൊക്കെ വെച്ച് ദിവസേന മന്ത്രോച്ചാരണത്തോടുകൂടി അർച്ചന നടക്കുന്നത്. ഒരു പ്രത്യേക ദേവചൈതന്യം അവിടെ ഉണ്ട്. ഈ മന്ത്രങ്ങൾക്കാണ് ആ ദേവചൈതന്യം അവിടെ നിലനിർത്താൻ കഴിയൂ. ഇങ്ങനെയുള്ള മന്ത്രോച്ചാരണം നടക്കുന്ന അവിടെ വന്ന് നിന്ന ധ്യാനിക്കേണ്ടത് ധ്യേയ പഞ്ചമുഖോ രുദ്ര, 5 തലകള്, 5 ഭൂഷണങ്ങള്, 5 ആയുധങ്ങളും ഉള്ള മഹാദേവനെ ധ്യാനിക്കണം. അയ്യോ ടീച്ചർ ഇത്ര കാലം അങ്ങനെയല്ല ചെയ്ത് ഇപ്പൊ തോന്നുന്നുണ്ടാവും പലർക്കും ഇല്ലേ. പക്ഷേ മഹാദേവൻ 5-ൽ കുടികൊള്ളുന്നു. ഞാൻ പറഞ്ഞില്ലേ, പഞ്ചഭൂതങ്ങൾ 5 മഹാദേവന് 5 തലയുണ്ട്. ശ്രീപാർവതി ദേവി ചോദിക്കുക, മഹാദേവ അങ്ങേക്ക് എന്തിനാ ഈ 5 തല? എല്ലാവർക്കും ഒന്നല്ലേ ഉള്ളൂ, ബ്രഹ്മാവിനുണ്ടായിരുന്നു ഇത്രയും 5 തല. അപ്പൊ പറയാണ്, എൻ്റെ ഒരു തല
ഉപയോഗിച്ചിട്ട് തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന തല, സംഹാരമൂർത്തിയല്ലേ, ഞാൻ സംഹാരം നടത്തുന്നു. വടക്കോട്ട് തന്നെ സന്തോഷിപ്പിക്കുക. എന്താ വടക്ക്? കുബേരൻ. സ്ത്രീകൾക്ക് എന്താ വേണ്ടേ? എപ്പോഴും സ്ത്രീകൾ എന്താ പറയാ? അതില്ല, ഇതില്ല, അത് വേണം, ഇത് വേണം. വീട്ടില് ഒരു സാധനം കഴിഞ്ഞു എന്നാത്രേ പറയാ, ഇല്ല എന്ന് പറയാനേ പാടില്ല അത്രേ. നമ്മൾ അങ്ങനെ പറയാറുണ്ടോ? ഒരു ഭാഗം കൊണ്ട് എന്ത് ചെയ്യുന്നു? സ്ഥിതി പരിപാലനം നടത്തുന്നു ഒരു മുഖം കൊണ്ട്. മറ്റൊരു മുഖം കൊണ്ട് സൃഷ്ടി നടത്തുന്നു. ഇനിയുണ്ട് 2 മുഖം കൂടിയില്ലേ? ആ മുഖം വെച്ച് കൃപയാണ്. നമ്മളോട് എല്ലാവരോടും കരുണാമയനാ. ഞാൻ പറഞ്ഞില്ലേ, പശുപതി. നമ്മൾ മൃഗതുല്യരായി നടക്കുന്ന കുറേ മനുഷ്യന്മാരുണ്ട്. ജപിക്കൂല, ധ്യാനിക്കൂല, അല്ലേ? പഞ്ചാക്ഷരി പോലും ജപിക്കാത്തവരുണ്ട്. അപ്പൊ അവരെയൊക്കെ സംരക്ഷിക്കാൻ പശുപതിയായിട്ട് മഹാദേവൻ കുടികൊള്ളുന്നു. ഇനി മറ്റൊന്നാണ് എന്ത്? നമ്മളെ മറക്കൽ എന്ന് പറഞ്ഞാൽ, അപ്പൊ നമ്മള് ഭൂമിയിൽ എവിടെയാ മഹാദേവൻ ഇരിക്കുന്നേ ചോദിച്ചാ നമ്മളൊരിക്കലും ശിവക്ഷേത്രം എന്ന് പറയില്ല. എവിടെയാ? ശ്മശാനവാസിയാണ്. എന്തുകൊണ്ടാ ശ്മശാനത്തില്? എന്തേ മഹാദേവ അങ്ങ് ശ്മശാനത്തിൽ എന്ന് പാർവതി ദേവി ചോദിക്കുമ്പോൾ, അതൊക്കെ മഹാഭാരതത്തിൽ വരുന്നതാട്ടോ. പറയാ, മഹാദേവൻ ഭൂമിയിൽ വന്നു. കൂടെ കുറച്ച് ആരുണ്ട്? ഭൂതഗണങ്ങളും ഉണ്ട്. നമ്മൾ എവിടെയപ്പോ വസിക്കേണ്ടത് എന്ന് ചിന്തിച്ചു. ഭൂമി മുഴുവൻ അങ്ങനെ ചുറ്റിക്കറങ്ങി നടന്നു. എവിടെ ചെന്നാലും മഹാദേവന് ഇഷ്ടാവണില്ല. അപ്പൊ നമ്മളിവിടെ വന്നു. ഇവിടെ ക്ഷേത്രമാണ്, പക്ഷെ അതിനൊരു സമയം ഉണ്ടല്ലേ? പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കുന്നുണ്ടോ? നമ്മുടെ ഭാഗത്തുള്ള ക്ഷേത്രത്തില് എന്തേ ഗുരുവായൂർ പോലെ തിരക്കില്ലാത്തത്, അല്ലെങ്കിൽ ചോറ്റാനിക്കര പോലെ തിരക്കില്ലാത്തത്? ഇവിടെ ഈ മഹാദേവൻ കുറച്ച് തിരക്കുള്ള ആളാണ്. കൂടുതൽ ആളെ എവിടെയാ വിളിക്കുന്ന അങ്ങോട്ട് പോകും. അപ്പൊ മമ്മിയൂര് കൂടുതൽ ആള് വരുന്നു, അങ്ങോട്ട് പോകും. ഇവിടെ രാവിലെ കുറച്ച് സമയം ഇരിക്കും. ആരൊക്കെ വരിക? തിരുമേനി നിർബന്ധമായിട്ടും വരും. പൂജ അദ്ദേഹത്തിന്റെ ആണല്ലോ. കഴകക്കാരൻ വരും, നോട്ടീസ് എഴുതാ, അതൊക്കെ എഴുതി കൊടുക്കണല്ലോ. പിന്നെ പൂജ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അടിച്ചു തളി അവർ വരും. 1, 2, 3 ആളും വരും. ഇത്രയല്ലേ വരാറുള്ളൂ. ഈ ദേശത്തുള്ള കൂടുതൽ ജനങ്ങളും ഇവിടെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം അത്രേ. ഒന്നിച്ചിരുന്ന് നിങ്ങളിപ്പം രാവിലെ മുതൽ വൈകുന്നേരം വരെ അഖണ്ഡ ശിവ സഹസ്രനാമം വേണമെന്നില്ല, അഖണ്ഡ നാമജപം എന്ന് വെക്കുക. ഓം നമ ശിവായ ജപിക്കുകയാണെങ്കിൽ മഹാദേവൻ ഇവിടെ തന്നെ ഇരിക്കും. ഇനി വിളിക്കണ്ടേ, പോകാൻ പറ്റില്ല, കുറച്ച് തിരക്കുള്ള ആളാണ്. ഇങ്ങനെ ഓരോ സ്ഥലത്തും ചെന്നു. അപ്പൊ ക്ഷേത്രത്തിലും മുഴുവൻ സമയമില്ല, അവിടെ ഒന്നും ആരും ഇല്ല എന്നെ വിളിക്കണേ. കൂടുതലും മനസ്സുരുകി ആരാ വിളിക്കുക ഭഗവാനെ എന്നറിയോ? വിഷമങ്ങളുള്ളവരാ. ചിലർ പറയില്ലേ, ഓ ഇൻ്റെ ഒരു തലയിലെഴുത്ത്. വിഷമങ്ങൾ വരുമ്പോഴാ പറയാ, ആ തലയിലെഴുത്തിനെ നിങ്ങൾ അഭിനന്ദിച്ചോളൂ. ബ്രഹ്മദേവൻ അങ്ങനെ ഒരു തലയിലെഴുത്ത് എഴുതിയതുകൊണ്ടാണ് നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത്. കാരണം എല്ലാം കൊണ്ടും സുഖമുള്ളവര് വളരെ റയറാ, അമ്പലത്തിലേക്ക് വരില്ല. ഒന്നും അറിയാത്തത് മൃഗങ്ങളെ പോലെ ജീവിക്കുന്നവരുണ്ട്. അവർ എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാവില്ല, അവരുടെ സുഹൃതല്ല, അവരും അമ്പലത്തിലേക്ക് വരില്ല. കുറച്ചൊക്കെ അറിഞ്ഞു, ഇനിയും അറിയണം. എന്താ ഭക്തന്റെ ലക്ഷണം? ഇവിടെ ഇരിക്കുന്നവർ ഭക്തജനങ്ങളാ. ഭക്തലക്ഷണതു ജിജ്ഞാസ ഏവ. ഭക്തന്റെ ലക്ഷണം ജിജ്ഞാസയാ. എന്താ ശിവലിംഗം, എന്താ ഈ വിളക്ക് ഇങ്ങനെ കത്തിക്കാൻ, എന്താ ശിവന്റെ ക്ഷേത്രം, അല്ലെങ്കിൽ എന്താണ് ക്ഷേത്രം, എന്താണ് പ്രദക്ഷിണ വിധി, എന്തിനാണ് ഈ നാമം ജപിക്കണേ? ഇതിലൊക്കെ ഒരു തത്വങ്ങളുണ്ട്, പറഞ്ഞില്ലേ? അതുപോലെ മഹാദേവൻ അങ്ങനെ നടന്നപ്പോണ്ട് ഇത്ര രാത്രി ചുടുകാട്ടില് നട്ടപ്പാതിര സമയത്ത് അങ്ങനെ ഇപ്പം നമ്മുടെ തിരുവില്ലാമലയൊക്കെ പോയാൽ കാണാൻ വരിക്ക് ഇങ്ങനെ എന്ത് ചെയ്യുന്നു? ശവസംസ്കാരം നടത്തുന്നു. ഈ ശവസംസ്കാരം നടത്തുന്നിടത്ത് അവരുടെ ബന്ധുക്കളും കൂട്ടും കുടുംബവും എല്ലാം നിന്ന് മനമുരുകി നാമം ജപിച്ച് വിളിക്കുകയാണ്. സംഹാരമൂർത്തി ശിവനാന്നറിയാം. മഹാദേവാ എൻ്റെ അച്ഛനെ കാത്തോളണേ, ആത്മാവിനെ നേർവഴിക്ക് നയിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. മനമുരുകി വിളിക്കുമ്പോൾ, മുരുകൻ എന്ന പേര് തന്നെ മനമുരുകി വിളിച്ചാൽ വിളി കേൾക്കുന്നവൻ നാം. മഹാദേവനിലും ഉയരത്തിലാ മുരുകൻ എന്നാ പറയാ, ദേവസേനാപതി. ആ മനമുരുകി നിന്ന് കരഞ്ഞ് വിളിക്കുന്നത് കണ്ടപ്പോൾ ഭൂതഗണങ്ങളും മഹാദേവനും കൂടി ആ ശ്മശാനത്തിൽ അങ്ങോട്ട് കയറി. ശ്മശാനത്തിൽ ചെന്നപ്പോൾ തോന്നിയിത്രേ, ഇവിടെ കുഴപ്പമില്ല, ഏറ്റവും ശുദ്ധമായ സ്ഥലം ശ്മശാനാണ്. കാരണം നമ്മൾ എന്തെങ്കിലും ഇതിപ്പോൾ വിറകാണെങ്കിലും എന്തായാലും അഗ്നിയിലിട്ട് അത് ശുദ്ധാവൂലേ, ചുട്ട് കാച്ചുക എന്നാ പറയാ. ആ ശുദ്ധമായി തീരാണ് ഓരോ മനുഷ്യ ശരീരവും. അവിടെ എന്താ സംഭവിക്കുന്നത് അറിയോ? ചുടലയിൽ പോലും ചൊല്ലാവുന്ന ഒരു മന്ത്രമുണ്ട്. വായുരനിലമതോദേദം ഭസ്മാന്തം ശരീരം കൃതോ സ്മര കൃതം സ്മര കൃതോ സ്മര കൃതം സ്മര. ഈ ഒരു മന്ത്രം മാത്രമാണ് ചുടലയിൽ ചൊല്ലാൻ പറ്റുള്ളൂ. അതായത് ബന്ധുക്കൾ അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. വായുരനിലമൃതം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ ആയി ജനിച്ചു വന്ന ഈ ശരീരം പഞ്ചഭൂതങ്ങളായി ഇപ്പോൾ വിഘടിക്കാൻ പോവുകയാണ്.
ആ പഞ്ചഭൂതങ്ങളായി വിഘടിക്കാൻ പോകുന്ന ശരീരത്തിലിരുന്ന് ഹേ ഭഗവൻ, ഞാൻ എൻ്റെ ആത്മാവിന് വേണ്ടി എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ ആത്മാവിനെ ആ നേർവഴിക്ക് നയിച്ചാലും എന്നാണ് അത്രേ പ്രാർത്ഥന. അപ്പം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഭഗവാൻ അവിടെ വരും. അപ്പം ഇങ്ങനെ അപ്പോഴാണത്രേ ചിത്രഗുപ്തൻ കണക്ക് പുസ്തകം എടുക്കുക. 2 കോളം ഉണ്ടാവുകയെ, ഈ കോളമൊക്കെ നിറഞ്ഞിണ്ടാവൂലേ മറ്റേ കോളത്തിൽ. അപ്പം ഈ ഒരു പ്രാർത്ഥന, ബന്ധുമിത്രാദികളുടെ പ്രാർത്ഥന, മഹാദേവൻ അവിടെ അപ്പം ചുടലക്കളത്തിൽ കൂടി. ഈ ഭൂതഗണങ്ങൾക്കും ഇഷ്ടമായിത്രേ. അവർക്ക് കുറച്ച് വികൃതിയൊക്കെ കാണിക്കണമല്ലോ. ഭൂതഗണങ്ങൾ അങ്ങനെ എപ്പോഴും വികൃതി കാണിച്ചുകൊണ്ടിരിക്കും. അത് അവരുടെ കൂടെ ആരും കൂടിയും ചെന്നു, ഭദ്രകാളി കൂടി ഇറങ്ങിച്ചെന്നു നൃത്തം വയ്ക്കുക. ചുടല ഭദ്രകാളി നൃത്തം വയ്ക്കുക. അതാണ് പ്രദക്ഷിണത്തിൻ്റെ വേറൊരു തത്വം. രാവിലെ വന്ന് നിങ്ങൾ പ്രദക്ഷിണം ചെയ്താൽ എന്താ? രോഗശമനം. ഡോക്ടർ എന്താ പറയുന്നത്? രാവിലെ നടന്നോളൂ, കുളിച്ചു നേരെ ഓടി അമ്പലത്തേക്ക്. സ്റ്റെപ്പൊക്കെ ഇറങ്ങിയാൽ എത്ര നല്ല എക്സസൈസാന്ന്. ജിമ്മിൽ ചെന്ന ഒരു സാധനം അവിടെ വെച്ചിരും, ചാടാൻ പറയുക ചെയ്യുക. അപ്പോൾ അത് നമുക്ക് എക്സസൈസ്. രാവിലെ ക്ഷേത്രത്തിലേക്ക് വന്നാൽ രോഗശമനം. ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ വന്ന്, ഇപ്പോൾ മഹാക്ഷേത്രങ്ങളൊക്കെ ഉച്ചയ്ക്ക് അന്നദാനമൊക്കെ ഉണ്ടാവും. ഇന്നിപ്പോൾ നമ്മളും മഹാക്ഷേത്ര അന്നദാനമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഇത്ര പേരുണ്ടായത്. അപ്പോൾ അഭീഷ്ട സിദ്ധി. ഉച്ചയ്ക്ക് എന്താ അഭീഷ്ടം? ആഗ്രഹം എന്താ? ഇത്തിരി അല്ലെ, ഈ വിശുപ്പാണ് നമ്മളുടെ ഏറ്റവും വലിയ സംഭവേ. കൃഷ്ണനോട് പറയുന്നുണ്ട് ദുർവാസാവ്, നിനക്ക് ഈ ലോകത്ത് നീ എന്നെ കൊണ്ട് ജയിച്ചിരിക്കുന്നു. കാരണം കൃഷ്ണൻ നമ്മുടെ ഭൂമിയിലെ അവതാരം എടുത്ത് അങ്ങനെ താമസിക്കുക. 16,008 എന്നൊക്കെ പറയല്ലോ. ഈ 8 ഭാര്യമാരുടെയൊക്കെ കൂടെ വേറെ വേറെ ഗ്രഹങ്ങളിലാണ്. ഒരു ദിവസം എന്ത് ചെയ്തു? ബ്രാഹ്മണരെ പൂജിച്ചാൽ നമുക്ക് പുണ്യമാണ് എന്ന് മനസ്സിലായപ്പോൾ കേവലം മനുഷ്യനെ പോലെ ആട്ടോ അവതാരം എടുത്ത് കൃഷ്ണനൊക്കെ ജീവിക്കുന്നത് യാദവ വംശത്തില്. ദുർവാസാവിനെ ക്ഷണിച്ചു കൊണ്ടുവന്നു. കൃഷ്ണനറിയാം ദുർവാസാവ് ഭയങ്കര ക്ഷിപ്രകോപിയാണ്, ദേഷ്യക്കാരനാണ് എന്നൊക്കെ. പക്ഷേ ഈ ദുർവാസാവ് ആരാണോ? സത്യത്തിൽ മഹാദേവനാണ്. പാർവതിയുടെ ദുർവാസം ഇല്ലാതെക്കാൻ മഹാദേവൻ സൃഷ്ടിച്ചതാണ് ദുർവാസാവ് മഹർഷീനെ. കാരണം കല്യാണമൊക്കെ കഴിഞ്ഞു. പാർവതി ദേവി എന്തിനും എന്ന് ചോദിക്കുമ്പോൾ, ഇവിടെ എപ്പോൾ നോക്കിയാലും തപസ്സല്ലേ, ദേഷ്യപ്പെടുമ്പോൾ പാർവതി തീരുമാനിച്ചു ഇത്രേ. നമ്മളെ കല്യാണം കഴിച്ചുകൊണ്ടിട്ട് എപ്പോഴും ദേഷ്യപ്പെട്ട കുട്ടി പറയും നമ്മളോട്, എനിക്ക് വയ്യമ്മ, ഞാൻ പോകില്ല. അതുപോലെ ഞാൻ പോവുകയാണ്, എനിക്ക് വയ്യ, ഇങ്ങനെ നല്ല ശീലത്തിലിരിക്കുമ്പോൾ. അപ്പോൾ ഡൈവോഴ്സിലെത്തിയപ്പോൾ മഹാദേവൻ സ്വയം ചിന്തിച്ചു ഇത്രേ, അയ്യോ പാർവതി എന്നെ വിശ്വസിച്ച് ഹിമവാന്റെ പുത്രിയാണ്, ഈ ജടാധാരിയായിട്ടും എൻ്റെ കൂടെ പോകുന്നതാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പം തീരുമാനിച്ചു ഇത്രേ, ഈ പാർവതിയുടെ ദുർവാസം തീർക്കാൻ വേണ്ടി ഒരു കുട്ടിയെ സൃഷ്ടിച്ചു. അതാണ് ദുർവാസാവ് മഹർഷി എന്നാ പറയുന്നത്. അപ്പം മഹാദേവൻ തന്നെയാണ്, മഹാദേവന്റെ കോപം ആണ് ദുർവാസാവ് മഹർഷി. കൃഷ്ണൻ എന്ത് ചെയ്തു? ദുർവാസാവ് മഹർഷി എന്ന് വിളിച്ചു കൊടുന്നു. എന്നിട്ട് ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ദിവസം താമസിക്കൂ, ക്ഷണിച്ചു കൊണ്ടുവന്നതല്ലേ, ബ്രാഹ്മണനെ നമ്മൾ സൽക്കരിക്കണം. അതാണ് അന്നദാനം മഹാദാനം എന്ന് പറയുന്നത്. നമ്മുടെ വരുന്നവരെല്ലാം ബ്രാഹ്മണരാ. കാരണം ബ്രഹ്മജ്ഞാനേന ഏവ ബ്രാഹ്മണ, ബ്രഹ്മജ്ഞാനം ഇത്തിരിയെങ്കിലും കിട്ടിയവരെ ക്ഷേത്രാങ്കണത്തിലേക്ക് വരൂ. അന്നദാനം കൊടുക്കുന്നവൻ്റെ അതേ പുണ്യാണ് അത്ര അത് കഴിക്കുന്നവനും. അപ്പോൾ അന്നദാനം ചെയ്ത് സുഖിച്ച് ഇവിടെ ബ്രാഹ്മണനെ നോക്കാം. ഇവിടെ താമസിച്ചോളൂ പറഞ്ഞു. രുക്മിണി ദേവിയും കൃഷ്ണനും കൂടി എന്ത് ചെയ്യും? ദിവസേന രാവിലെ മഹർഷിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ, പൂജാതി കർമ്മങ്ങൾ ചെയ്യാനുള്ള പൂക്കളും ജലവും എല്ലാം കൊണ്ടുവന്ന് കൊടുക്കും. സന്തോഷമായി. ഉച്ചയെ പറയും ചോറ് കൊണ്ടുവരുമെന്ന് പറയും. അപ്പോൾ ചോറ് കൊണ്ടുപോയിട്ട് ഒരാൾക്കുള്ള ചോറ് വിളമ്പിയ അപ്പോൾ ഒരു 10 ആളും കൊണ്ടുള്ള ചോറ് അങ്ങോട്ട് കഴിക്കും. മഹാദേവൻ്റെ ശക്തിയാണ്. അപ്പോൾ പിന്നെ കലത്തിലൊന്നുമില്ല, പട്ടിണിയായി. പിറ്റേ ദിവസം ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ എപ്പോൾ വരാം എന്ന് പറഞ്ഞ് ഇറങ്ങി അങ്ങോട്ട് പോകും. ചിലപ്പോൾ ഒരാളുണ്ടെന്ന് തന്നെ കഴിക്കില്ല, ഒരുപാട് ബാലൻസ് ആവും. ഇങ്ങനെയൊക്കെ ഇവരെ എങ്ങനെയെല്ലാം പരീക്ഷിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പരീക്ഷിച്ചു. കൃഷ്ണൻ ക്ഷമയോടുകൂടി ഒരു ബ്രാഹ്മണനെ എങ്ങനെ സൽക്കരിക്കണം അതിനുവേണ്ടി കാത്തിരുന്നു. അതുപോലെ തന്നെ ഭർത്താവിൻ്റെ ഇത് പാലിക്കുകയാണല്ലോ ഭാര്യയുടെ ധർമ്മം, അതും രുക്മിണിയും ചെയ്തു. ഇങ്ങനെ ഒരു ദിവസം ഊണൊക്കെ കഴിഞ്ഞിട്ട് എന്താത്ര ചെയ്തതെന്നോ, ഈ റൂമിലുള്ള സാധനങ്ങളൊക്കെ കൂട്ടിയിട്ടിട്ട് തീ അങ്ങോട്ട് കൊടുത്തു. ഭക്ഷണമൊക്കെ ചേർത്ത് വെച്ച് തീയിട്ടു. എന്നിട്ട് ഇറങ്ങി അങ്ങോട്ട് പോയി. പിറ്റേ ദിവസം ഇതുപോലെ 15 ആൾക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. 10 ആളെ ഭക്ഷണം കഴിക്കണമല്ലോ. 5-6 ദിവസം അങ്ങോട്ട് വന്നതേ ഇല്ല. കാത്തിരുന്നു. പിന്നെ ഒരു ദിവസം കയറി വന്നു. എന്നിട്ട് പറഞ്ഞു, കൃഷ്ണ എനിക്കിത്തിരി പായസം കഴിക്കണം, ഇന്ന് പായസത്തോടു കൂടിയ സദ്യ ആയിക്കോട്ടെ. എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കി, പായസം ഉണ്ടാക്കി, ഒരു കൊട്ടകം നിറച്ച്. എത്രയും ചോദിക്കാറില്ലല്ലോ. അങ്ങനെ ഈ പായസം കൊണ്ടുവന്ന് വെച്ചപ്പോൾ വിഭവങ്ങളൊന്നും കഴിക്കില്ലാണ് നീക്കി വെച്ചു. പായസം അങ്ങോട്ട് വിളമ്പി ഇലയിൽ. പണ്ടൊക്കെ ഇലയിൽ അപ്പോഴും ഉണ്ട്. ഇലയിൽ വിളമ്പി കഴിക്കണതിനൊക്കെ ഒരുപാട് തത്വങ്ങളുണ്ട്. ഈ നാക്ക് നോക്കൂ, നാക്കലയാണ് അമ്പലത്തിൽ നമ്മൾ അധികം എടുക്കുക. നമ്മളെ നാവിൻ്റെ ഷേപ്പാണ് നാക്കലയ്ക്ക്. ആ നാക്കലയുടെ ഏറ്റവും ഇടത്തെ സൈഡിൽ
കൂടുതലാണ് എന്ത് എരിവും പുളിയും കൂടുതലുള്ളതൊക്കെ വിളമ്പുക. നമ്മുടെ നാവിൻ്റെ അറ്റത്താണ് അത്രേ ആ സ്വാദുമുകുളങ്ങൾ ഇരിക്കുന്നത്. നമ്മുടെ എല്ലാ ആചാരങ്ങളും സയൻസാണ്. എന്നിട്ട് ഈ നാക്കലേക്ക് ഇട്ടു അവസാനം നമ്മൾ പായസം അതിൽ വിളമ്പി ആ എരിവും പുളിയൊക്കെ ചേർന്നിട്ട് ആ പായസം കുടിക്കുമ്പോൾ കുറച്ച് അധികം കഴിക്കാൻ കഴിയുന്ന ഈ പായസമൊക്കെ കുറേ കുടിച്ച് കുറച്ചുകൂടി വിളമ്പാൻ പറഞ്ഞിട്ട് പറയാ കൃഷ്ണൻ ഇവിടെ വരുമെന്ന് പറഞ്ഞു. കൃഷ്ണൻ അവിടെ ചെന്ന് തൊഴുതു നിന്നു. മഹർഷീശ്വരനാ. അവതാരങ്ങൾ പോലും ഇവിടെ മനുഷ്യനായി ജന്മമെടുത്തിട്ട് മഹർഷിമാരെ നമസ്കരിച്ച് ആദരിച്ച് ബഹുമാനിച്ചിരുന്നു. അപ്പൊ നമ്മൾ ചെയ്യേണ്ടേ ബ്രാഹ്മണരുടെ മഹത്വമാണ് കാണിക്കുന്നത്. നമ്മൾ എന്തുകൊണ്ടാണ് തിരുമേനിനെ അത്രയും റെസ്പെക്ട് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കോളൂ. അങ്ങനെ പറഞ്ഞു ഇവിടെ വരൂ, ഈ ബാലൻസ് വന്ന ഇച്ചിലായ പായസം ഇതിങ്ങനെ നക്കുക അത്ര ചെയ്യുക. ഇച്ചിലായ പായസം കൃഷ്ണ മേലൊക്കെ ഒന്നങ്ങോട്ട് പൂശിക്കോളൂ. കൃഷ്ണൻ അനുസരിച്ചു. മേലാസകലം പൂശി, മുഖത്തും എല്ലായിടത്തും പൂശി. പറഞ്ഞു ഇനി രുക്മിണിയെ വിളിക്കൂ, ഈ ബാക്കി പായസം രുക്മിണിയുടെ മേലാണ് തേച്ചു കൊടുത്തോളൂ. രുക്മിണിയുടെ മേല അങ്ങനെ തേച്ച് മുഴുവനായിട്ട് തേച്ചു കൃഷ്ണൻ. ഇങ്ങനെ സന്തോഷമായി ഇറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞിട്ട് വന്നു, എനിക്ക് ആ തേരൊന്ന് ഒരുക്കി വെക്കൂ, ഒരു ദൂരെ യാത്ര പോകാനുണ്ട്. ശരി, ഞങ്ങൾ തേരൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. തേര് കൊണ്ടുവന്ന് കുതിരയൊക്കെ പൊട്ടി നിർത്തിയപ്പോൾ ഒരു കുതിരേനെ അഴിച്ചുകൊണ്ട് മാറ്റി. എന്നിട്ട് വേഗം എന്താ ചെയ്തെന്നോ, ആ രുക്മിണിയോട് വരൂ പറഞ്ഞിട്ട് രുക്മിണീനെ അവിടെ കെട്ടി. സങ്കടം. കൃഷ്ണന്റെ അവസ്ഥ ചിന്തിച്ച് നോക്കൂ. 4 പേരുള്ള ഭക്തജനങ്ങളൊക്കെ അയ്യോ അവിടാന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കി അത്ഭുതപ്പെട്ട് നിൽക്കുക. കൃഷ്ണനൊന്നും മിണ്ടില്ല, തൊഴുത് നിൽക്കുക. രുക്മിണിയെ ഈ കുതിര നടക്കുന്ന സ്പീഡിൽ രുക്മിണി നടക്കണം. അടിക്കുക, ചമ്മട്ടി കൊണ്ട് ഇങ്ങനെ അടിച്ച് കുറച്ച് ദൂരം യാത്രയായപ്പോൾ നിർത്തി. കൃഷ്ണൻ പുറകെ നടക്കുന്നുണ്ട് കേട്ടോ, ഓടുന്നുണ്ട്, ചില സമയത്ത് നടക്കുന്നുണ്ട്. രുക്മിണിക്ക് സ്ത്രീയല്ലേ, അത്ര ആരോഗ്യമില്ലല്ലോ. അതുകൊണ്ട് കൃഷ്ണൻ നടന്നെത്തി. അവിടെ എത്തിയപ്പോൾ നിർത്തി, അഴിച്ചു, പോയിക്കോളൂ എന്ന് പറഞ്ഞു. കൃഷ്ണൻ അപ്പോൾ പിന്നെ നടക്കുക ചെയ്യുന്നത്, പുറകെ നടന്ന് ചെന്നു. ആ മഹർഷീശ്വരൻ ദുർവാസാവ് അവിടെ നിന്നു. തിരിഞ്ഞു പറയാ, എടോ കൃഷ്ണ, എന്തിനാ വിളിക്കണേ, എടോ കൃഷ്ണ, നിന്റെ സ്വഭാവ മഹിമ കൊണ്ട് നിന്റെ ക്രോധത്തെ നീ മാറ്റി വെച്ചിരിക്കുന്നു. ഞാൻ നിന്നിൽ സംപ്രീതനായി എന്ത് വരം വേണമെങ്കിലും തരാം. ഭഗവാനല്ലേ, പരബ്രഹ്മത്തിന് ഇങ്ങനൊരു വരം വേണോ? അപ്പോഴും ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക രുക്മിണി ദേവിയും ഭഗവാനും. അപ്പോൾ പറഞ്ഞു, ഈ ലോകത്തിൽ അന്നത്തിന് വേണ്ടി ജനങ്ങൾ കൊതിക്കുന്ന കാലം അത്രയും നിന്റെ കീർത്തി നിലനിൽക്കും. അന്നത്തിൻ്റെ മഹത്വം, അന്നം നിന്ദ്യാൽ തൈത്തരീയം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൃഷ്ണ, 3 ലോകങ്ങളിലും ഉള്ളവർ നിന്റെ കീർത്തി വാഴ്ത്തി പാടി സ്തുതിക്കും. നീ എന്നും കീർത്തിക്കപ്പെടും എന്ന് അനുഗ്രഹിച്ചു. അത്ര മതിയോ? പോരാ, ഒരനുഗ്രഹം കൂടി തരാം. നിനക്ക് സ്വച്ഛന്ത മൃത്യു ആയിരിക്കും. ഇപ്പം നിങ്ങൾ ചിന്തിക്കും, കൃഷ്ണനെ ജര അമ്പ ചെയ്തിട്ടല്ലേ, സ്വച്ഛന്ത മൃത്യു അല്ലല്ലോ. അതിനൊരു കാരണമുണ്ട്. എന്നിട്ട് പറയാം, നിനക്ക് സ്വച്ഛന്ത മൃത്യു ആയിരിക്കും കൃഷ്ണ, പക്ഷേ നീ പായസം നിന്റെ കാലിൻ്റെ പുറനടിയിൽ തേച്ചില്ലല്ലോ. അതുകൊണ്ട് ആ കാലുകളെ കൊണ്ട് നിന്റെ മരണം സംഭവിക്കും. അങ്ങനെ തന്നെയല്ലേ ജര, ആ അമ്പ് മൂർച്ച കൂട്ടി അവസാനം കൃഷ്ണൻ ആലിൻ്റെ മുകളിൽ ഇരിക്കുമ്പോൾ കാൽപാദങ്ങളിലാണ് അമ്പ് ചെയ്യുന്നത്. ആ മഹർഷീശ്വരന്മാരുടെ മഹത്വം എത്ര കണ്ടുണ്ട്, ഒരു ബ്രാഹ്മണന്റെ മഹത്വം എത്ര കണ്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇതന്നെ ഇത്ര നമ്മളിവിടെ വരുമ്പോൾ മഹാദേവനും ചെയ്യേ ഇങ്ങനെ പരീക്ഷിക്കും. 3 ദുഃഖങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ രാവിലെ അങ്ങോട്ട് എഴുന്നേറ്റ് നേരത്തെ എഴുന്നേൽക്കണം കരുതി ഇങ്ങനെ അലാറൊക്കെ വയ്ക്കും. അലാറം ഇങ്ങനെ ഇന്ന് അടിക്കുമ്പോൾ അതിനൊന്ന് ഓഫാക്കും. എന്ത് ചെയ്യും? ചേട്ടാ തലകൊടുത്തിട്ട് കാലിനെ അവിടെ കിടന്നോ ബ്രഹ്മ മുഹൂർത്തം, ഇന്ന് പ്രഭാഷണമുണ്ട്, 4 മണിക്ക് നീക്കണം. അപ്പോൾ ഒന്നുകൂടി കിടക്കാൻ ആരാ പറയാ, ജ്യേഷ്ഠാ ഭഗവതി ലക്ഷ്മിയുടെ ചേട്ടത്തിയാ കിടന്നു. അപ്പോൾ മനസ്സ് ഉള്ളിലിരുന്ന് പറയും, ലക്ഷ്മി വേണ്ടാട്ടോ, എഴുന്നേറ്റോ, പോകുമ്പോഴേക്ക് എന്തെങ്കിലും നോക്കണ്ടേ. ഇതെന്നെ നിങ്ങളുടെ വീട്ടിലെ അവസ്ഥ. മുത്തശ്ശി കിടക്കുന്നുണ്ട്, ചായ പലഹാരം ഉണ്ടാക്കി വെക്കണം, എന്നിട്ട് വേണം പോവാൻ. നേരത്തെ എഴുന്നേറ്റു, കുളിച്ചു, കുളി കഴിഞ്ഞ് വന്നിട്ട് അപ്പോൾ നമ്മുടെ ശരീരമായിട്ടുള്ള ദുഃഖം തീർന്നു. പിന്നെ എന്താ, മുത്തശ്ശിക്കൊക്കെ ഉണ്ടാക്കി വെക്കുമ്പോഴാണ് മുത്തശ്ശി പറയാ, എനിക്കും കേൾക്കണം പ്രഭാഷണം, ഞാനും ഉണ്ട്, ചൂടുവെള്ളം വെച്ചോളൂ. ശരീരവുമായി ബന്ധപ്പെട്ട മറ്റുള്ളവരെ കുറിച്ച് ഓർത്തുള്ള ദുഃഖം, ഇതൊക്കെ ദിവസം നമ്മൾ അനുഭവിക്കുന്ന പരീക്ഷണമാണ്. മഹാദേവൻ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. ചിലപ്പോൾ 1 മാസം ഒന്നും കൂടി വരാൻ പറ്റിയില്ല എന്ന് വരും. പക്ഷെ എന്നാലും കൈവിടരുത്. കാരണം നമുക്ക് കിട്ടിയ ഈ മനുഷ്യജന്മം മഹതോ വിനഷ്ടി, ഹേ മഹത്തുക്കളെ, മഹത്തായ ഈ മനുഷ്യജന്മം കിട്ടിയിട്ട് ഇത് നശിപ്പിച്ച് കളയരുത് കേട്ടോ. പ്രാരബ്ധമൊക്കെ ഉണ്ടാവും. ആത്മീയതയിൽ എത്തണമെങ്കിൽ പ്രാരബ്ധം അനുഭവിച്ചു കൊണ്ടേ പറ്റൂ. പക്ഷെ എന്താണെന്നറിയോ, ഈ പ്രാരബ്ധം എല്ലാം നമ്മുടെ ജീവനാ. മായയിൽ മുങ്ങുമ്പോഴാണ്. ആത്മാവിന് അതൊന്നും ഒരു ബന്ധവുമില്ല. ആനയുടെ ശരീരം നോക്കൂ, പ്രാരബ്ധ. പക്ഷെ ഗജേന്ദ്രനാണ്ട് മരിച്ച് ആ ശരീരം വീണപ്പോൾ എന്തുണ്ടായത്? മോക്ഷമല്ലേ കിട്ടിയത്. അതുപോലെ ഇവിടെ വന്ന് മഹാദേവന്റെ എല്ലാ പരീക്ഷണങ്ങളും മാറ്റി നിർത്തി എന്ത് ചെയ്യണം, നമ്മൾ വീണ്ടും വരിക. ചിലപ്പോൾ ഈ ഒരു തവണ വരാൻ പറ്റിയില്ല, അത്
മഹാദേവനെ അനുഗ്രഹിക്കാത്തതല്ല ദുഃഖം. അങ്ങനെ ആ മുത്തശ്ശി കൂടെ വരുമ്പോൾ നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ടവരെ കുറിച്ച് ഓർത്ത് പറഞ്ഞ സമയത്ത് മാതൃസമിതി കമ്മിറ്റി എത്താൻ പറ്റിയില്ല. 5:30 എത്തണം പറഞ്ഞതല്ലേ, അപ്പോഴേക്ക് മറ്റോള് മുഖം കറപ്പിച്ചൂലേ. കയറി വരുന്ന സമയം ഇതിനെ കൈപിടിച്ച് വലിച്ചോണ്ട് വേണം വരാൻ. നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ഒരു മനസ്സ് അല്ലേ. മാതൃസമിതിയിലൊക്കെ എന്തൊക്കെ വടംവലിയോ ഓരോരുത്തരെന്നറിയോ. പക്ഷേ ഈ ആത്മീയമായ ഒരറിവ് നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ എല്ലാം നമ്മൾ അങ്ങോട്ട് മാറ്റും. കൃഷ്ണൻ എന്താ ചെയ്ത്? ക്ഷമയോടുകൂടി ക്രോധം ത്യജിച്ച്, എന്താ രാമായണം പറയണേ, ക്രോധം പരിത്യജിക്കേണം ബുധജനം. ദേഷ്യപ്പെടുകയൊന്നും ചെയ്യണ്ട. അപ്പൊ എന്താ ചോദിക്കുക, അമ്മണിയമ്മേ എന്താ വൈകിയ, മുത്തശ്ശിയും കൂടെ വന്നു അല്ലേ, സാരല്ലേ ഞങ്ങളൊക്കെ ചെയ്തോ. നമ്മൾ ഇവിടെ വന്ന് ചെയ്യുന്ന കർമ്മങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ ക്ഷേത്രം നമ്മുടെ ക്ഷേത്രം എന്ന് പറഞ്ഞ് ഈ 4 പുറമുള്ളവർ വന്ന് ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ മഹാദേവൻ അവിടെ എഴുതൂത്രേ. അതിലും വലിയ ഒരു എഴുത്ത് ദൂര സ്ഥലത്ത് പോയിട്ട് കിട്ടില്ല. ഇവിടെ തൊഴാതെ നിങ്ങൾ നേരെ വന്ന് ഗുരുവായൂരിക്കാണ് പോകാൻ തീരുമാനിച്ചാലോ ഒരു ഗുണമില്ല. അതന്നെ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രദേവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് കൂടെ 4 പുറമൊക്കെ വീടുകൾ കണ്ടു. മഹാദേവന്റെ ക്ഷേത്രം, ആദിദേവനായ മഹാദേവന്റെ ക്ഷേത്രം തന്നെ കിട്ടിയില്ലേ. ഇവിടെ വിളക്കും പൂജയുണ്ടല്ലോ. ചില അമ്പലങ്ങളിൽ നിന്ന് വിളിക്കും, ടീച്ചറെ ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുക, അന്തിത്തിരി പോലും ഇല്ല, ഒന്ന് വരുമോ. അതൊന്നും അല്ലല്ലോ. നിങ്ങൾക്ക് ഇവിടെ വന്നാൽ തൊഴാൻ ആർക്ക് വേണ്ടിയാ നമ്മൾ വിളക്ക് വെക്കണേ? നിങ്ങളിപ്പോൾ ഇവിടെ എണ്ണയൊക്കെ ഷീട്ടാക്കി ഉണ്ടാവൂലേ, ഭഗവാന് എണ്ണ ഷീട്ടാക്കി. വഴിപാടുകൾക്കും തത്വങ്ങളുണ്ട്. ഈ ലോകം മുഴുവൻ പ്രകാശിപ്പിച്ചു കൊണ്ടിരിക്കുന്നതാ മഹാദേവൻ. മഹാദേവനെ കണ്ടു കാണാൻ നമ്മൾ വിളക്ക് വെച്ചിട്ട് വേണോ? നമ്മൾ വരുമ്പോൾ ഇവിടെ വിളക്ക് കത്തിയില്ലെങ്കിൽ ഒരു സുഖല്യ അല്ലേ. നമുക്ക് വേണ്ടി തൊഴാനാ നമ്മൾ വിളക്ക് ചാർത്തണേ. അതിനപ്പുറം എള്ളെണ്ണ ഹൈന്ദവന്റെ ശാസ്ത്രം. എള്ളെണ്ണ എന്ന് പറഞ്ഞാൽ ഇരുമ്പ് ശക്തിയുള്ളതാ. ഇതിന് അണുക്കളെ, പ്രപഞ്ചത്തിലെ എല്ലാ അണുക്കളെയും നശിപ്പിച്ച് കളയാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാ നല്ലെണ്ണ തന്നെ ആയിരിക്കണം കേട്ടോ. ഇപ്പൊ എന്തൊക്കെ എണ്ണകളാ, അതും വിശ്വസിക്കാൻ പറ്റില്ല. അത് ധർമ്മത്തിന് ഒരു കാലയുള്ളൂ, കലികാലത്തില്. അതുകൊണ്ടാ ഈ മഹാദേവന് വിളക്ക് വെക്കണ്ട എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ? മഹാദേവൻ തന്നെ വിളക്ക. ഒരു ദിവസം കൈലാസത്തില് പാർവതി ദേവി ഇങ്ങനെ വന്ന് നോക്കിയപ്പോൾ മഹാദേവൻ എപ്പോഴും തപസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു തമാശ തോന്നി. നമ്മളും ചെയ്യാറുണ്ട്, നമ്മുടെ കൂട്ടുകാരെയൊക്കെ കണ്ടാല് പിറകിലൂടെ അങ്ങനെ ചെന്നു. ഇത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. മഹാദേവന്റെ 2 കണ്ണും അല്ലെങ്കിൽ അടച്ചാ ഒന്ന് അങ്ങോട്ട് പൊത്തി. അടച്ചാലും മഹാദേവന്റെ കണ്ണുകൾ തുറന്നായിരിക്കണേ. പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിസ്ഥിതി പരിപാലനം നടത്തുക. അപ്പോൾ ഈ കണ്ണങ്ങോട്ട് പൊത്തിയപ്പോൾ പ്രപഞ്ചത്തിലെ സൂര്യൻ മറഞ്ഞു, ചന്ദ്രൻ മറഞ്ഞു. കാരണം എന്താ? പുരുഷ സൂക്തം എടുത്തു നോക്കിയാൽ അറിയാം, ഭഗവാന്റെ കണ്ണുകളാണ് സൂര്യചന്ദ്രന്മാർ എന്ന് നമുക്ക് കാണാം. സൂര്യനും ചന്ദ്രനും മഹാദേവി മറച്ചു വെച്ചാൽ പിന്നെ ഇരുട്ടായില്ലേ. ലോകത്താകമാനം ഇരുട്ട്, എവിടെയും ശക്തിയില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ മഹാദേവൻ തൻ്റെ പ്രജകളെക്കുറിച്ച്, ഭക്തജനങ്ങളെക്കുറിച്ച് ഓർക്കുക. കരുണാമയനാണ് ഭഗവാൻ. ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയാണ് പറഞ്ഞില്ലേ, പെട്ടെന്ന് പ്രസാദിക്കും. അതുകൊണ്ട് മഹാദേവനെ തന്നെ ജപിച്ചോളൂ, ഭജിച്ചോളൂ. ആ സമയത്ത് മഹാദേവൻ എന്ത് ചെയ്യുക? തൻ്റെ പ്രജകൾക്ക് വേണ്ടി ഈ 3-ാം തൃക്കണ്ണ്, ഒരു അഗ്നിജ്വാല ഉണ്ടായി ഇത്രേ തിരുനെറ്റിയില്. ഈ തിലകം ചാർത്തില്ലേ നമ്മൾ അവിടെ, അഗ്നിജ്വാല ഒരു കണ്ണായി മാറി അത് തുറന്ന് പ്രകാശം ഭൂമിയിലെ ഈ ലോകത്തിനെല്ലാം നൽകി. അങ്ങനെ ആ 3-ാം തൃക്കണ്ണ് ഉണ്ടാവുന്നത്. നമുക്ക് തോന്നും ഇന്തപ്പം എല്ലാവർക്കും 2 കണ്ണ്, ഇവിടെ നമുക്കുണ്ട് ഒരു 3-ാം തൃക്കണ്ണ്. നിങ്ങൾ കണ്ണടച്ച എവിടെ കാണുന്നത്? ഇവിടെ ഈ ഭൂമധ്യത്തിൽ ആത്മാവിലൂടെ മനസ്സിനുള്ളിലിരിക്കുന്ന ആ കൃഷ്ണനെ, ആ മഹാദേവനെ നമ്മൾ അങ്ങോട്ട് കാണുകയാണ് നമ്മുടെ മനസ്സിനുള്ളിൽ. അതാണ് 3-ാം തൃക്കണ്ണ്. ആ 6-ാം ഇന്ദ്രിയം തുറക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? ഗ്രന്ഥങ്ങളിലൂടെ യാത്ര ചെയ്യുക. കൂട്ടായ്മയായിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഇത്രയും വലിയൊരു സ്റ്റേജ് നിങ്ങൾക്ക് സ്ഥിരമായിട്ടുണ്ടല്ലോ, കെട്ടിവെച്ചതൊന്നും അല്ലല്ലോ. ഇവിടെ അങ്ങനെ ഇരുന്ന് ശിവസഹസ്രനാമം ജപിക്കുക. ഇന്നലെ വിളിച്ചു ഇരിങ്ങാവൂരുന്ന്, ടീച്ചറെ ഒരു ശിവസഹസ്രനാമാവലി അർച്ചന ഉണ്ട്, രാത്രി 8 മണിയാകുമ്പോഴേക്കും ഒന്നും ഇങ്ങോട്ട് വരുമോ? ഞാൻ പറഞ്ഞു, അയ്യോ ഒരു തരവില്ല. രാവിലെ ഇവിടെ ചെനക്കലും പോകണം, വൈകുന്നേരം മഹാദേവ ക്ഷേത്രം എവിടെയാ, മൂതിരമ്പറ്റ വളപുരത്തും പോകണം. അവിടെ 7 മണി മുതലാ. ജനങ്ങൾ ഇരിക്കുന്നതിനനുസരിച്ചിട്ടാ പറയാ. വേറെ എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിൽ അത്ര ഒരു ശ്രദ്ധയൊന്നും ഇല്ലാന്ന് കണ്ട 1 മണിക്കൂറിൽ ഞാൻ നിർത്തും. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട്. പിന്നെ കൊച്ചുകുട്ടികൾ എന്ന് പറഞ്ഞാൽ മരഞ്ചാടി കുരങ്ങ, അവർക്ക് ഇരിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ബാല്യം നമുക്ക് അങ്ങനെ 10 വർഷത്തോളം നഷ്ടപ്പെട്ടു പോകും. പിന്നെ ബോധവും ബുദ്ധിയൊക്കെ ഉദിച്ചതിലേക്ക് എത്തണ എപ്പോഴാ? കുറച്ച് ഒരു ഗ്രന്ഥങ്ങൾ തുറക്കുമ്പോഴാണ്. ചിലർ ഗ്രന്ഥം തുറക്കില്ല. ഓരോരുത്തർ വിളിച്ചിട്ട് പറയും, ടീച്ചറെ പെൻഷൻ ആവട്ടെ, ഞാൻ മുഴുവൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പെൻഷൻ ആകുമ്പോഴേക്കോ ഇപ്പോൾ കൊറോണ കുത്തിവെച്ചവർക്കൊക്കെ പെൻഷൻ പെട്ടെന്ന് ആവുന്നുണ്ടല്ലേ. അപ്പോൾ സമയവും കിട്ടില്ല. അഥവാ ആയുസ് ഉണ്ടെങ്കിലും കയ്യും കാലും ഇങ്ങനെ ഇരിക്കുക. അപ്പോഴപ്പോൾ എല്ലാവരും ഇരുന്നില്ലേ, പറഞ്ഞാൽ കേൾക്കില്ല, കണ്ണ് പിടിക്കില്ല. അപ്പോഴേക്ക് അസുഖങ്ങൾ നമ്മളെ കൂട്ടിനായിട്ട് പെൻഷൻ്റെ ഒപ്പം വരും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? വേദം 4 വയസ്സിൽ പഠിക്കാൻ തുടങ്ങുന്ന
വേദം എന്ന് പറഞ്ഞാൽ തന്നെ അറിവാ. കാരണം ചെറുപ്പത്തിലേ നമ്മൾ ആത്മീയതയിലൂടെ പോകണം. വേദമൊന്നും പഠിക്കണമെന്നില്ല. നിങ്ങളിവിടെ മഹാദേവനല്ലേ, ഇവിടെ വന്നിരുന്ന് ശിവപഞ്ചാക്ഷരി മന്ത്രം അഖണ്ഡമായിട്ടാണ് ചൊല്ലാൻ തീരുമാനിക്കുക. ഒരു 10 ആൾ തീരുമാനിച്ച് വന്നാൽ അപ്പുറത്തെ വീട്ടിലെ സ്ത്രീകളെന്താ അവിടെ നാമജപമുണ്ടോ, എന്നാൽ ഞാനും ഉണ്ട്. ഇത്തിരി ശാന്തി സമാധാനവും കിട്ടണത് ക്ഷേത്രാങ്കണത്തിലാണ്. വീട്ടിലെപ്പോഴും ടെൻഷനും പ്രശ്നങ്ങളാണ്. എത്ര സമയം ഞങ്ങൾ ചിരിക്കാറുള്ള രാവിലെയോ ഒന്ന് ചിന്തിച്ചു നോക്കൂ. വളരെ കുറച്ചാ. ചിരി നല്ലൊരു ഔഷധമാണെന്നാ പറയുക. അപ്പം ചിരി ട്രീറ്റ്മെൻറ്റ് വരെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മഹാദേവൻ ആ 3-ാം തൃക്കണ്ണൻ ഉണ്ടാക്കിയപ്പോൾ ഒരു കുഴപ്പമുണ്ടായി. എല്ലാവർക്കും നല്ല വെളിച്ചമൊക്കെ കിട്ടി. ആ മഹാദേവന്റെ തൃക്കണ്ണിൽ നിന്നും വരുന്നത് സൂര്യചന്ദ്രന്മാർ വിട്ടുകൊടുക്കുന്ന പ്രഭയല്ല, അഗ്നിയാണ് വരുന്നത്. ആ അഗ്നി പുറത്തേക്ക് ഒഴുകിയപ്പോൾ പുറത്തേക്ക് നോക്കുന്നത് നേരെ ആരെയാ? അവിടെ ഹിമവാനാണുള്ളത്. തെക്കോട്ട് തിരിഞ്ഞിട്ടാത്രേ കൈലാസത്തിൽ മഹാദേവൻ ഇരിക്കുന്നത്. കന്യാകുമാരിയിൽ ശ്രീപാർവതി ദേവി വടക്കോട്ടും. ആ നോട്ടം കൂട്ടിമുട്ടാനി നമ്മൾ പറയില്ലേ, ഹിമവാന്റെ പുത്രിയാണ് ആര്? പാർവതി ദേവി. ഹിമവാൻ ആ ശൈലം അങ്ങോട്ട് കത്തി തുടങ്ങി. അവിടുത്തെ വിറകും മരവും പുല്ലും ഒക്കെ കത്തി ചാമ്പലാവുക. അത് കണ്ടപ്പോൾ പാർവതിക്ക് സങ്കടമായി. സ്വന്തം അച്ഛനല്ലേ. വേഗം പറകുന്നു ഓടി വന്നു മുന്നില്, ഭഗവാനേ ശരണം, ഓം നമ ശിവായ. അപ്പൊ കണ്ണു തുറന്നു, കൈവിട്ടൂലോ. അപ്പോൾ സൂര്യനും ചന്ദ്രനും എല്ലാം വന്നു. തൃക്കണ്ണടച്ചു. തൃക്കണ്ണടച്ചതോട് കൂടിയിട്ട് കത്തി ചാമ്പലായതെല്ലാം ഭഗവാൻ എന്താ പിന്നെ ചെയ്യുന്നത്? സൂര്യൻ എല്ലാ എനർജിയും കൊടുത്ത് ഇതിനെയൊക്കെ പരിപാലിക്കുന്നതാ. അതേപോലെ കിളിർത്ത് വന്നു. ആ മരങ്ങളൊക്കെ അതുപോലെ ഉണ്ടായി. വിഷ്ണുവിനും ഇങ്ങനെ ഒരു കഥ ഉണ്ട്. അപ്പൊ ചോദിക്കാം, ശ്രീപാർവതി ദേവി അങ്ങ് എന്തിനാ ഇപ്പൊ അതിനെയൊക്കെ കത്തിച്ച് കളഞ്ഞിട്ട് വീണ്ടും പുനഃസ്ഥാപിച്ചേ? അപ്പൊ പറഞ്ഞു, നീ പ്രിയേ, നിന്റെ സന്തോഷത്തിന് വേണ്ടി. കാരണം അത് നിന്റെ പിതാവല്ലേ. അങ്ങനെ പറയാണ്. ഹിമവാനെ അങ്ങനെ നിർത്തി. ഇത്രയേ ഉള്ളൂ. മഹാദേവന് എങ്ങനെയാണ് തൃക്കണ്ണുണ്ടായത്, ഇങ്ങനെ ഒരു കഥ. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടേ. കൂട്ടുകാരെന്ത് ചെയ്യുന്നു? പിന്നെന്ന് പൊത്തിപ്പിടിക്കും, എന്നിട്ട് ആരാന്ന് പറയാൻ പറയൂലേ. അപ്പൊ തൊട്ട് തപ്പി നോക്കിയിട്ട് പണ്ട് അങ്ങനത്തെ കളിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഒരു കളി ഇല്ലാത്തൊരു കളിയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കില്ലേ. ഇപ്പൊ ഇവിടെ അമ്പലത്തിൽ പോവുകയാണെങ്കിലും ഈ താമ്പൂലം തോണ്ടല, ഉച്ചയ്ക്കും താമ്പൂലം. ആ താമ്പൂലത്തിലും കുറേ കാര്യങ്ങൾ ഉണ്ട് കേട്ടോ. പക്ഷേ നമ്മുടെ അടുത്ത ജനറേഷൻ ഇതിലേക്ക് തീരെ വരാത്തൊരവസ്ഥയിലേക്ക് പോയി. പക്ഷേ ഓൺലൈൻ ദൈവങ്ങളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റൂ. ഈ ഒരു കൊറോണയോട് കൂടിയിട്ട്, കൊറോണ സമയത്ത് എനിക്ക് 4 സ്റ്റേജ് പ്രോഗ്രാം മുടങ്ങി. അപ്പം മകൻ വെറുതെ പറഞ്ഞത്, അമ്മ ഒരു ചാനൽ തുടങ്ങി നോക്കൂ. ഏതായാലും സ്കൂളിലെ ഓൺലൈൻ ക്ലാസ്സിന് ഞാനതൊക്കെ എഡിറ്റിംഗ് പഠിച്ചു. അങ്ങനെ ഒരു സത്സംഗം എന്നൊരു ചാനൽ തുടങ്ങി. അപ്പം അതിലൂടെ കുറേ പേര് കേട്ട് അങ്ങനെ വിളിക്കുന്നുണ്ട്. കുറേ കാര്യങ്ങൾ അവർ പഠിക്കുന്നുണ്ട് കേട്ടോ. അന്നറിയില്ലായിരുന്നു ഇത് മോണിറ്റൈസേഷനും പൈസയൊക്കെ. ഇപ്പോഴാണ് അറിയുന്നത് അങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത്. ഏതായാലും നമുക്ക് വയസ്സായ ഈ ശബ്ദം പോയാൽ ഇങ്ങനെ ഇരിക്കാൻ വയ്യാതെ ആയാലും നമുക്ക് ജീവിക്കണമല്ലോ. അതിന് ഭഗവാനായിട്ട് ഉണ്ടായി വെച്ചൊരു സെറ്റപ്പാണ് തോന്നുന്നു. ഏതായാലും മഹാദേവൻ്റെ തൃക്കണ്ണിനെ കുറിച്ചും മനസ്സിലായി. അമ്പലത്തിൽ വന്നു, തൊഴുതു. പ്രദക്ഷിണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. പ്രദക്ഷിണം വെക്കുന്നതിന് ഇനി തത്വങ്ങൾ പറയാം. അപ്പം എന്തിനാ അപ്പം ഈ 3 നേരമൊക്കെ പോയിട്ട് ഇങ്ങനെ പ്രദക്ഷിണം വെക്കണേ? രാവിലെ ഞാൻ പറഞ്ഞു രോഗശമന, അഭീഷ്ടസിദ്ധി. വൈകുന്നേരം നിങ്ങളിപ്പോൾ സന്ധ്യയ്ക്ക് ഇന്ന് ശിവരാത്രി അല്ലേ, അമ്പലത്തിലൊന്ന് പോവാല്ലേ, എന്നൊന്നും പോയില്ല. അപ്പോൾ ശിവരാത്രിയുടെ അന്ന് വേഗം 5:30 തന്നെ അമ്പലത്തിലെത്തി. ചുറ്റുപുറം വിളക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തെളിയിച്ചു. മഹാദേവൻ്റെ മുന്നിൽ തൊഴുത്. അതാ പാപനാശം രാവിലെ മുതൽ വൈകുന്നേരം വരെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പറയും, ടീച്ചറെ ഞാൻ പാപമൊന്നും ചെയ്യുന്നില്ല. ആരും പാപമൊന്നും ചെയ്യുന്നില്ല. അറിഞ്ഞുകൊണ്ട് നമ്മൾ പാപം ചെയ്യില്ല അല്ലേ. ഹിംസിക്കരുത് എന്നാണ് നമ്മുടെ ഗ്രന്ഥങ്ങൾ പറയണത്. അഹിംസ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ ഗ്രന്ഥങ്ങളും, ഗീതയായാലും മഹാഭാരതമായാലും. അപ്പം തെറ്റൊന്നും ചെയ്യണ്ട തീരുമാനിച്ചു. നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങും അമ്പലത്തേക്ക് വീട്ടിലേക്ക് ഇറങ്ങുമ്പോൾ മഹാദേവൻ തലേ ദിവസം തന്നെ ഭൂതഗണങ്ങളോട് പറയൂത്രേ, ഇന്ന ഭാഗത്തുനിന്ന് ഒരു ടീച്ചർ വരുന്നുണ്ട്, ആപത്തൊന്നും ഇല്ലാതെ കൊണ്ട് കൊണ്ടുവന്നാക്കണം കേട്ടോ. ഇതേപോലെ നിങ്ങളുടെയൊക്കെ വീട്ടിലേക്ക് വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ തീരുമാനിക്കും നാളെ ഏത് സെറ്റ് മുണ്ട് എടുക്കണം, മാതൃസമിതി യൂണിഫോം ഇടണം അല്ലേ, പട്ടുസാരി ചുറ്റണം, ഇതൊക്കെ ചിന്തിക്കുക. അപ്പോൾ കഞ്ഞി മുക്കി ഇടണം, ഇതൊക്കെ ഞാനും ചിന്തിക്കും. അങ്ങനെ ഭൂതഗണങ്ങൾ വരും. ഇത്ര രാവിലെ പോരല്ലേ, നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ ഇറങ്ങും. ചിലപ്പോൾ നമ്മൾ സമയം വൈകിയ ഭൂതഗണങ്ങൾ അവിടെ എത്തണ്ടേ. ഈ ഭൂതഗണങ്ങൾക്ക് ഡ്യൂട്ടി കൊടുക്കുക. ഇത്ര ദൂരത്തുനിന്ന് ഒരു ഭക്തൻ ഇന്നെ തേടി വരുന്നുണ്ട്, ആപത്തൊന്നും ഇല്ലാതെ അവരിങ്ങോട്ട് കൊണ്ടുവരണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ചിലർ പറയും, ഗുരുവായൂർക്ക് പോയി തിരിച്ചു വരുമ്പോൾ കാറ് മുട്ടിയിട്ടല്ലേ അവർ മരിച്ചത്. ടീച്ചർ എന്തായി പറയണേന്ന്. നമ്മൾ ആ അമ്പലത്തേക്ക് വരുമ്പോൾ പാലിക്കേണ്ട ചില ചടങ്ങുകളുണ്ട്. പഞ്ചശുദ്ധി പാലിക്കണം.
എന്താ പഞ്ചശുദ്ധി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നും. ഒന്നുമില്ല, ഒക്കെ ലളിതമായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ. രാവിലെ എഴുന്നേറ്റു, ഞാൻ പറഞ്ഞില്ലേ മുത്തശ്ശീനെ കൈയും പിടിച്ചുകൊണ്ട് വന്നു. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരാ? അടക്കേണ്ടാൻ ആൾ വന്നു. പ്രാരബ്ധം, സ്ഥാവര ജംഗമ വസ്തുക്കളെ കുറിച്ചുള്ള ചിന്ത. പോരാൻ പറ്റുമോ? ഇതൊക്കെ നമ്മുടെ ദുഃഖങ്ങള്. ഭൂതഗണങ്ങൾ വന്ന് കൊണ്ടുവരുമ്പോഴേക്കും നമ്മുടെ കുളി കഴിയണം. രാവിലെ കുളിച്ചിട്ടല്ലേ അമ്പലത്തിൽ വരിക. അതായത് പഞ്ചശുദ്ധി. പഞ്ചശുദ്ധി എന്ന് പറഞ്ഞാൽ രാവിലെ കുളിക്കുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധാക്കി കുളിക്കുക. ശരീരശുദ്ധി, മനഃശുദ്ധി. അതെന്താ മനസ്സെന്ന് പറഞ്ഞത്? മനസ്സ് ഒരുപാട് കലുഷിതമാണ് നമ്മളുടെ. അപ്പം നിങ്ങൾ എന്നെ വീടിനെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ കുടുംബക്കാരെ കുറിച്ച്, ബന്ധുക്കാരെ കുറിച്ച് ഒക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് അയ്യേ അവളെക്കുറിച്ച് പറയല്ലേ. നാളെ ഡോക്ടറെ അടുത്ത് പോയി എൻ്റെ മോളെ. അപ്പോൾ മോളോട് ഇങ്ങനെ വയറുവേദനയെ പറഞ്ഞപ്പോൾ ഡോക്ടർ ചോദിക്കും ശോധന ഉണ്ടോ ചോദിച്ചപ്പോൾ മോള് പറഞ്ഞത്രേ വീട്ടിലുണ്ട് എന്ന്. കാരണം അവൾ നമ്മുടെ പേര് ശോഭന എന്നല്ലേ, അതാണ് അവൾ ചിന്തിച്ചത്. അപ്പോൾ ഡോക്ടർ ചിരിച്ചിട്ട് പറയാത്രേ 4 ദിവസം മുമ്പ് ഒരമ്മ ഇങ്ങനെ പറഞ്ഞു, എന്താ ശോധന ഉണ്ടോ ചോദിച്ചപ്പോൾ അവളെക്കുറിച്ച് ഇവിടെ മിണ്ടരുത്, അവളിനോട് മിണ്ടില്ല വീട്ടിൽ. അത് മരുവോളാണ് അത്രേ. അപ്പം ഇതാണ് അവസ്ഥ. അപ്പം മരുവോളെ കാര്യം ചോദിക്കുമ്പോൾ അമ്മായിയമ്മയ്ക്ക്, അല്ലെങ്കിൽ അമ്മായിയമ്മയുടെ കാര്യം ചോദിക്കുമ്പോൾ മരുവോൾക്ക്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ തന്നെ കൂടപ്പറപ്പുകൾക്ക്, സഹോദരൻ എന്നാ പറയാ, സഹ ഉദരന്മാരാ, ഒരേ ഉദരത്തിലുണ്ടായവരാ. അച്ഛൻ്റെ അമ്മയുടെയും കാലുണ്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സ്വത്തും മുതലുണ്ടെങ്കിൽ അവർ തമ്മിലായി മിണ്ടായാൽ അല്ലേ? ഇതൊക്കെ സത്യമല്ലേ നടക്കുന്നത്? മനസ്സ് കലുഷിതമാണ് മനുഷ്യൻ്റെ. അപ്പോൾ ആ മനസ്സിന് ഉള്ളിൽ എല്ലാം മാറ്റി വയ്ക്കുക. മഹാഭാരതം പറയുന്നുണ്ട്, നിങ്ങൾ അല്ല ഈ ദുഃഖത്തിനൊന്നും കാരണം, നിങ്ങളുടെ കർമ്മഫല. നമ്മൾ ഈ ജന്മം ഈ ശരീരത്തിലിരുന്ന് ചെയ്യേണ്ട കർമ്മമൊക്കെ കഴിഞ്ഞിട്ട് ഈ ശരീരം ഭൂമിയിൽ പതിക്കും. എന്താ ജ്ഞാനപ്പാന പറയുന്നത്? വിധിച്ചിടുന്ന കർമ്മമൊടുങ്ങുമ്പോൾ പതിച്ചിടുന്നു ദേഹമൊരിടത്ത്. പക്ഷേ ചില കർമ്മങ്ങൾ നമ്മൾ അനുഭവിച്ച് തീർന്നിട്ടുണ്ടാവില്ല. ആ കർമ്മങ്ങളെ സഞ്ചിയിലാക്കി കൊണ്ട് അടുത്ത ജന്മം നമ്മൾ കൊണ്ടുവരും. അതിനുവേണ്ടി പുനർജന്മം എടുക്കും. അതാണ് സഞ്ചിത കർമ്മങ്ങൾ എന്ന് പറയുക. ആ സഞ്ചിത കർമ്മങ്ങൾ അനുഭവിക്കുന്നതാണ് ഇവിടെ വന്ന. അപ്പോൾ ചോദിക്കും ചിലര് 3 വയസ്സായ കുട്ടിക്ക് ക്യാൻസർ, അത് എന്ത് കർമ്മഫല ടീച്ചറെ? സംശയം വരുന്നതാ. പൂർവജന്മകൃതം പാപം വ്യാധി രൂപേണ ദൃശ്യതേ. ആയുർവേദം പറയുന്നതാ. ആ ഡോക്ടേഴ്സിന് ആദ്യം പഠിപ്പിക്കുന്നേ അവരത്. കാരണം രാമായണം അത് മലയാളത്തിൽ പറയുന്നുണ്ട്. പൂർവജന്മാർജിത കർമ്മമത്രേ ഭൂവി സർവലോകർക്കും സുഖദുഃഖ കാരണം. അപ്പൊ ഈ ജന്മം ചെയ്തതൊന്നും അല്ല. പല അമ്മമാരും ചോദിക്കുന്ന സംശയമാണ്, എനിക്ക് എന്തെല്ലാം നാമം ചൊല്ലിയിട്ടും എത്ര വഴിപാട് കഴിച്ചിട്ടും പ്രദക്ഷിണം വെച്ചിട്ടും ഇങ്ങനെ ജപിച്ചിട്ടും ഇങ്ങനെ ദുഃഖങ്ങളല്ലേ ടീച്ചറേ? കുന്തി മാതാവ് എന്താ പറഞ്ഞേ? കൃഷ്ണ എനിക്ക് ദുരിതങ്ങൾ തരണേന്ന്. അപ്പൊ ചോദിച്ചുത്രേ, എന്താ അമ്മേ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നേ? അല്ലെങ്കിൽ ഞാൻ കൃഷ്ണനെ മറന്നു പോകും. ഇത്തിരിയൊക്കെ പ്രാരബ്ധവും കഷ്ടപ്പാടും ഉണ്ടെങ്കിലേ നമ്മുടെ ഈശ്വരനെ ചിന്തിക്കൂ. അപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക, എനിക്ക് എന്തേ ഇപ്പം ഇത്രയും വിഷമങ്ങൾ വരാൻ. വിഷമം ഉണ്ടാവുമ്പോൾ ഒരു കുടുംബക്കാരോടും പറഞ്ഞിട്ട് കാര്യമില്ല, ഭഗവാനെ വിളിക്കുക, ഈശ്വര സ്മരണയോട് കൂടിയിട്ട് ഇതൊന്നും എൻ്റെ പ്രശ്നമല്ല, ഇതൊക്കെ ഞാൻ കഴിഞ്ഞ ജന്മം ചെയ്ത കർമ്മഫലം അനുഭവിച്ചാൽ സന്തോഷിച്ചോളൂ. അനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കർമ്മഫലം അനുഭവിക്കണ്ടാലോ. അത് ഈ ശരീരത്തിൽ ഇരുന്ന് തീർന്നില്ലേ? മറ്റൊരാളുടെ കുറ്റം പറയുമ്പോൾ അയാളുടെ കർമ്മഫലം ഇയാൾ എടുക്കുകയാണ് അത്ര ചെയ്യുന്നത്. അതുകൊണ്ട് കുറ്റമൊന്നും പറയണ്ട. സന്തോഷമായിട്ട് അങ്ങനെ ഇരിക്കണമെന്ന് ചിന്തിച്ചു നോക്കൂ. സന്തോഷം നന്ദനം വനം എന്നാ പറയാ. അപ്പൊ സന്തോഷത്തോടുകൂടി ഇവിടെ അമ്പലത്തിൽ വരിക. ഭൂതഗണങ്ങൾ നമ്മളെ കൊണ്ടുവരാൻ വന്നു. അപ്പോഴേക്ക് ശരീരശുദ്ധി, അത് ശരീരശുദ്ധി കുളിച്ച് എല്ലാവരും ഉണ്ടാക്കും. മനഃശുദ്ധിയോടുകൂടി കുളിക്കുക. അതിനെന്താ ചെയ്യാ? ഒന്നും ചിന്തിക്കണ്ട. കുളിമുറി കയറുമ്പോഴേ ഏറ്റവും കൂടുതൽ ചിന്ത വരിക. ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഞാൻ ഇപ്പം എങ്ങടാ പോണേ? മഹാദേവന്റെ ക്ഷേത്രത്തിലേക്ക്. ഓം നമഃ ശിവായ. മഹാദേവന്റെ ഭാര്യയെ കുറിച്ച് ചിന്തിക്കുക, ജടയിലിരിക്കുന്ന ഗംഗയെ കുറിച്ച് ചിന്തിക്കുക. അതൊക്കെ അങ്ങനെ ചിന്തിക്കുക. അവിടെ സ്റ്റേജിൽ വന്നിരുന്ന് പറയാനുള്ള കാര്യങ്ങളാണ് ഞാൻ കുളിക്കുമ്പോൾ ചിന്തിക്കുക. അപ്പം ചിലതൊക്കെ ഓർമ്മ വരില്ല. അപ്പം ഞാൻ ഒന്നും കൂടി തുറന്നു നോക്കും. അതൊക്കെ ഒരു നല്ല കാര്യമല്ലേ? കൃഷ്ണനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഉപാസനാമൂർത്തി ഇഷ്ടദേവതയെ കുറിച്ച് ചിന്തിക്കുക. ശരീരവും മനസ്സും ശുദ്ധമാക്കാൻ പാട്ട് പാടി കുളിക്കും ചിലർ, കണ്ടിട്ടോ? ഔഷധമാണ് പാട്ട് എന്ന് പറയുക. അപ്പം കീർത്തനങ്ങൾ ചൊല്ലിയിട്ട് അങ്ങനെ കുളിക്കാലോ. അപ്പം നല്ല സുഖല്ലേ? അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലോ നമ്മളെ പിന്നെ എല്ലാവരും ശരിക്ക് ഈ അസുഖമുള്ള കാരണം ഡൈനിങ് ടേബിളിലേക്കാവും പോകുക അല്ലേ? തൊഴുത് പ്രാർത്ഥിച്ച് വിളക്കം വെച്ചാൽ. ആഹാരശുദ്ധി, വാക്ശുദ്ധി. ആഹാരശുദ്ധി പാലിക്കുക, എന്നുവെച്ചാൽ ശുദ്ധമായ ഭക്ഷണം കഴിക്കുക. കഴിയുന്നതും കഴിക്കാതെ വരിക. വെറും വയറ്റിലാണത്രേ നമ്മൾ പഞ്ചാമൃതം, അതുപോലെ രാവിലെ ഇവിടെ പഞ്ചഗവ്യം കിട്ടുമല്ലോ, അത് വെറുവയറ്റിൽ കഴിക്കണം എന്നാ പറയുക. അതുപോലെ ത്രിമധുരം ഒക്കെ വെറുവയറ്റിൽ കഴിക്കണം. അതിനൊക്കെ തത്വങ്ങളുണ്ട് കേട്ടോ, അതിന് ഗുണങ്ങളുണ്ട്, ഔഷധം അതൊക്കെ. അപ്പോൾ പറയും ഷുഗറുള്ളവർക്ക് കഴിക്കാം, അവർക്കും കഴിക്കാം. അതിന് വേറൊരു തത്വമുണ്ട്.
ഇനി അത് കഴിഞ്ഞാൽ വാക്ശുദ്ധി പാലിക്കണം. ആഹാരം ഇപ്പം ശകലം കഴിച്ചു, ഇൻസുലിൻ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തളർന്നു വീഴും, കഴിക്കുക. അതിനൊക്കെ നമ്മുടെ അതിൽ ക്ലോസുകളുണ്ട്, ആരും അരുത് പറയുന്നില്ല. അങ്ങനെ ആഹാരശുദ്ധി, പിന്നെ ഇങ്ങനെ നടന്നു പോരുമ്പോഴാവും ആരെങ്കിലും കൂടെ കൂടുക അല്ലേ. അപ്പോഴാണ് നമുക്ക് പ്രശ്നം, വാക്ശുദ്ധി പോവുക. നല്ല വാക്കുകൾ മാത്രം പറയുക, നല്ല വാക്കു ചൊല്ലണം, നല്ല കാര്യം. ഇപ്പം അമ്മായിയമ്മേനെ നിങ്ങളും അതിൽ പ്രശ്നമാണ് അറിഞ്ഞുകൊണ്ട് അയൽവാസി എന്നാലും ഒന്നും കൂടി ചൂന്ന് ചോദിക്കും. അപ്പോൾ പറയാ കുഴപ്പമൊന്നുമില്ല, അപ്പം ഞങ്ങൾ സന്തോഷമായിട്ട് തന്നെയാണ്. അപ്പം അയാളെ മനസ്സ് ഒന്ന് വേദനിച്ചോളും. അവർക്ക് എന്താ കേൾക്കേണ്ടതോ, നെഗറ്റീവ് മാത്രമേ കേൾക്കണ്ടു. അങ്ങനത്തെ ഒരു വർഗ്ഗങ്ങളുണ്ട്. അവരെ നമ്മൾ നന്നാക്കിയാൽ നന്നാവില്ല. അവരെന്ത് ചെയ്യുക, നാമജപത്തോടു കൂടിയിട്ട് അമ്പലത്തിലേക്ക് വരിക. ഒറ്റയ്ക്ക് പോകണമെന്ന് അതിനാ പറഞ്ഞത്. ഓം നമ ശിവായ. നമ്മുടെ കൂടെ ആരാളുള്ളത്? ഭൂതഗണങ്ങൾ വരുന്നുണ്ടേ നമ്മളെ സംരക്ഷകരായിട്ട്. അത് കഴിഞ്ഞ് അവസാനം ഒരു ശുദ്ധി കൂടിയുണ്ട്, കർമ്മശുദ്ധി. ഇങ്ങനെ നടന്നിങ്ങനെ വരിക, വഴിയിലൊരു പൂച്ച അവിടെ നിൽക്കുന്നുണ്ട്, കല്ലെടുത്ത് കൊടുത്തു ഒരു വീക്ക്, നല്ല കർമ്മശുദ്ധി ആയില്ലേ. എന്താ ഭഗവാൻ പറയണ വിഷ്ണു സഹസ്രനാമത്തിലെ? വാസനാൽ വാസുദേവസ്യ വാസിദം ഭുവനത്രയം സർവഭൂത നിവാസോസേ വാസുദേവാ നമോസ്തുതേ. സർവഭൂതങ്ങളിലും ആര് നിവസിക്കുന്നുണ്ട്? അതുകൊണ്ടാണ് ഹൈന്ദവൻ കല്ല്, കരട്, കാഞ്ഞിരക്കുറ്റി മുതൽ മുള്ളുമുരട്, മൂർഖൻ, പാമ്പ് വരെ ആരാധനാമൂർത്തികളാക്കി വെച്ചിരിക്കുന്നത്. ആരെയും ഉപദ്രവിക്കരുത്. ഒരു ഹൈന്ദവന്റെ വീട്ടിൽ ഒരു സർപ്പത്തെ കണ്ടാൽ അവരതിനെ ഓടിച്ചു വിടും, അല്ലെങ്കിൽ ആരെയും വരുത്തി മൃഗശാലയിൽ എത്തിക്കും അല്ലേ. തല്ലിക്കൊല്ല എന്നുള്ള സംസ്കാരം ഇല്ല. ഭഗവാൻ തന്നെ എന്താ സർപ്പഭൂഷണനായിട്ടല്ലേ ഇരിക്കുന്നത്. അതാണ് നമ്മുടെ മനസ്സിലപ്പോൾ ഓർമ്മ വരിക. ഭക്തിമാർഗത്തിലൂടെ പോകുന്നവർക്ക് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഓർമ്മ വരിക. ഇങ്ങനെ 5 ശുദ്ധികളും പാലിച്ചു കൊണ്ടാണ് നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരേണ്ടത്. ഇവിടെ വന്ന രോഗശമനം. ഇപ്പൊ പാപനാശം എന്താ മനസ്സിലായോ? വരുന്ന സമയത്ത് ജീവികളെയൊക്കെ നമ്മൾ അറിയാതെ, ചെറു ജീവികളെയൊക്കെ ചവിട്ടി കൊല്ലും, ഉറുമ്പിനെ, പാറ്റേനെയൊക്കെ നമ്മൾ അറിയുന്നില്ല. അറിഞ്ഞു തൊട്ടാലും അറിയാതെ തൊട്ടാലും അഗ്നി കൊള്ളും. അതുപോലെയാണ് പാപങ്ങളും നാമങ്ങളും. അറിഞ്ഞു ചൊല്ലിയാലും അറിയാതെ ചൊല്ലിയാലും നമുക്ക് മോക്ഷം കിട്ടും, ഗുണാണെന്നാ. പക്ഷെ അറിഞ്ഞ് ആരാധിക്കുമ്പോൾ വല്ലാത്തൊരു സുഖ. ഒരു ശ്ലോകം എടുത്തു നാരായണീയത്തിൽ, അതിനർത്ഥം അറിഞ്ഞ് ചൊല്ലുമ്പോൾ കിട്ടുന്ന ആ ഒരു ആനന്ദം ഉണ്ടല്ലോ, അത് തന്നെയാണ് പരമാനന്ദം. നമുക്ക് 3 ആനന്ദാണെന്നാ പറയേ. ഒന്നാമത് നമ്മുടെ ലൗകികാനന്ദം. ഭൂരിപക്ഷം പേരും അതിലങ്ങനെ ചുറ്റിക്കറങ്ങുക. ഇനിയിപ്പോൾ ഇവിടെ വന്നാലും ചീട്ടാക്കുമ്പോഴൊക്കെ എന്താ, ഭൗതിക സുഖങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എന്തിനാ ധാര കഴിക്കണേ? തല തണുക്കാൻ വേണ്ടിയിട്ടാണ്. വിളക്ക് വെക്കണേ ഞാൻ പറഞ്ഞു, പാപം എരിഞ്ഞ് തീരാനാ. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ ജലധാര, അതുപോലെ പാല്, തേന്, നെയ്യ് ഒക്കെ വെച്ചിട്ട് ധാര കഴിക്കും കേട്ടോ. തൈര് ഒക്കെ വെച്ച് ധാര കഴിക്കും. ധാര കഴിക്കണം എന്നാ. പിന്നെ പിൻവിളക്ക്, അഭീഷ്ടസിദ്ധി. പിൻവിളക്ക് വെച്ചാൽ നമ്മൾ ആഗ്രഹം സാധിക്കും എന്നാ പറയാ. ഇങ്ങനെ ഒരുപാട് തത്വങ്ങളുണ്ട് വഴിപാടുകൾക്ക്. ഇനി അമ്പലത്തിലൊക്കെ വന്നു, ഭഗവാനോട് എന്താ പ്രാർത്ഥിക്കണ്ടേ? ധ്യേയ പഞ്ചമുഖോ രുദ്ര. 5 മുഖങ്ങളും 5 ഭൂഷണങ്ങളും 5 ആയുധങ്ങളും ആയിട്ട് അങ്ങനെ ഇരിക്കുക. ഏതൊക്കെ 5 ആയുധങ്ങള്? ഇതൊക്കെ ക്വിസ് നടത്തുമ്പോൾ കുട്ടികളോട് ചോദിച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് അറിയില്ല. മറ്റുള്ളവർ ഇത് പഠിച്ച് നിർബന്ധമായിട്ടും പഠിച്ചു വന്നിരുന്നിട്ട് അത് എഴുതും. എങ്ങനെയാ അവർക്ക് അത് അറിയുന്നത് മനസ്സിലാവില്ല. പിനാകം ഞാൻ പറഞ്ഞില്ലേ, ശിവധനുസ പിനാകം. പിന്നെ എപ്പോഴും ഉണ്ടല്ലോ ഒന്ന് ത്രിശൂലം. പിന്നെ ചന്ദ്രഹാസം എന്നുള്ള വാളുണ്ട്. ആർക്കാ കൊടുത്തത്? ശ്രീരാമനും രാവണനും അല്ലേ. രാമനും രാവണനും ആരാധിച്ചത് ആരെയാ? മഹാദേവനെ. അപ്പൊ മഹാദേവന് എത്രത്തോളം ഉന്നതിയിലാന്ന് മനസ്സിലായില്ലേ. ഇനി അതും കഴിഞ്ഞാലോ, പിനാകം കൂടാതെ ഒരു പാശുപതാസ്ത്രം ഉണ്ട്, പിന്നെ ഒരു പരശു, മഴ ഉണ്ടല്ലോ എപ്പോഴും കയ്യില്. അതുകൊണ്ടല്ലേ ആരെ കൊമ്പ് മുറിച്ചത്? ഗണേശന്റെ കൊമ്പ് മുറിച്ചത്. ഇങ്ങനെ 5 ആയുധങ്ങളും 5 മുഖങ്ങളും ഉള്ള ആ മഹാദേവനെ അങ്ങനെ ധ്യാനിക്കണം. ഭൂതഗണങ്ങൾ അപ്പം നമ്മുടെ കൂടെ ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കും ഇത്രേ. ഇതൊക്കെ കഴിഞ്ഞാൽ ശിവന്റെ ക്ഷേത്രത്തിൽ പ്രത്യേകിച്ചും നമ്മൾ തൊഴുത് പ്രദക്ഷിണം കഴിഞ്ഞാൽ ഇത്തിരി സമയം അവിടെ ഇരിക്കണം. ഇരിക്കണത് എന്ത്, ആ സൈഡിലും ഈ സൈഡിലൊക്കെ നിങ്ങൾക്ക് ഇരിക്കാൻ സ്ഥലമുണ്ട്. ആ ഒരു 5 മിനിറ്റെങ്കിലും അവിടെ ഇരുന്ന് ഒരു 21 പഞ്ചാക്ഷരി ഓം നമ ശിവായ ജപിക്കുക. ആ സമയത്ത് ഈ ഭൂതഗണങ്ങൾ തിരിച്ച് മഹാദേവന്റെ അടുത്ത് ചെല്ലുത്രേ, പ്രഭു അങ്ങയുടെ ഭക്തൻ ഇവിടെ എത്തിയിട്ടുണ്ട് സുരക്ഷിതമായിട്ട്. അവിടെ ഇരുന്നില്ലെങ്കിൽ നമ്മുടെ പിന്നാലെ ഒരു വീട് വരെ വീണ്ടും വരും. അപ്പോൾ അടുത്ത ഭക്തനെ കൊണ്ടുവരാൻ നേരം വൈകും. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് തത്വങ്ങൾ കുട്ടി കഥകളായി നമ്മുടെ ഗ്രന്ഥങ്ങളിൽ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ അറിഞ്ഞ് ആരാധിക്കുക. ഇന്ന് ഇതൊക്കെ കേട്ട് വീട്ടിൽ പോയി നാളെ നിങ്ങളിവിടെ വന്ന് നേരത്തെ വന്ന് തൊഴുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ അവിടെ വന്ന് നിൽക്കുമ്പോൾ, ആ സ്വയംഭൂ ശിവന് മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ കണ്ണടച്ചാൽ 5 മുഖങ്ങളുള്ള മഹാദേവനെ, 5 ആയുധങ്ങളുള്ള മഹാദേവനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. കാരണം ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇതൊക്കെ ഉള്ളിലാണ് പറഞ്ഞാലും നമുക്ക് എന്താ അങ്ങോട്ട് മനസ്സിലാവില്ല. പിന്നെ ചിലർ ചോദിക്കുക എന്താണോ, ടീച്ചർ ഇപ്പോൾ ഇതൊക്കെ പറഞ്ഞു ഗ്രന്ഥങ്ങളിലൂടെ പോണ, എനിക്ക് അത്ര അറിവൊന്നുമില്ല ടീച്ചറെ. അറിവൊന്നും വേണ്ട, ഗോപികമാരെ എടുത്താൽ മതി. അതിന് പറയിലും ഒരു കഥയുണ്ട്. ഗോപികമാര് വൃന്ദാവനത്തിലാണ്, അറിയാലോ.
കൃഷ്ണന് ഒരു ദിവസം തലവേദന വന്നു. തലവേദന സഹിക്കണില്ല. അപ്പോൾ നാരദ മഹർഷി അവിടെ എത്തുമല്ലോ, നാരായണ നാരായണ അവിടെ വന്നിരുന്നു. കൃഷ്ണൻ പറയാ, ഒരു സുഖമില്ല നാരദരി, തലവേദനിച്ചിട്ട് വയ്യ. നമ്മളുടെ അതേ അവസ്ഥയാണ്, നമ്മളൊക്കെ വീട്ടിൽ ഇതൊക്കെ സംഭവിക്കുന്നതാ. ഗൃഹസ്ഥനായ കൃഷ്ണൻ നമുക്ക് ധർമ്മത്തിലൂടെ എങ്ങനെ ജീവിക്കാം എന്ന് കാണിച്ചു തന്ന കൃഷ്ണൻ, അതിനിപ്പോൾ എന്താ ചെയ്യാം നാരദ മഹർഷി. അപ്പം നാരദ മഹർഷി ഇങ്ങനെ ചിന്തിച്ചു, ഭഗവാന് തലവേദന, അതിന് പിറകിൽ എന്തെങ്കിലും തത്വം ഉണ്ടാവും. മരുന്ന് ഞാൻ തന്നെ പറയാം, നാരദരെ ഒന്ന് കൊണ്ടുവന്ന് തരുമോ? ആ കൊണ്ടുവരാം, കൃഷ്ണൻ പറയൂ. അപ്പം കൃഷ്ണൻ പറയാ, ഭക്തന്മാരുടെ പൊടി കാലടികളുണ്ടല്ലോ. അപ്പം നമ്മളിവിടെ വന്നാൽ നമസ്കരിക്കും. എന്തിനാ നമസ്കരിക്കുന്നത്? ഇതിനുള്ളിലാണ് എല്ലാം ഇരിക്കുന്നത്. ആ ഭക്തന്മാരുടെ കാലടി, പാദപത്മ രേണുക്കൾ എന്നാ പറയുക. ആ പൊടി നമ്മുടെ തലയിൽ പതിയണത്രേ, അത് തുടക്കരുത് എന്നാ. ആ പാദപത്മ രേണുക്കൾ, അതായത് ഭക്തന്മാരുടെ കാലിൻ്റെ അടിയിലുള്ള പൊടി, ഭക്തന്മാർ ചവിട്ടിയ പൊടി അരച്ച് നെറ്റിയിലിട്ട് തരണം, എങ്കിൽ എൻ്റെ തലവേദന മാറും. ഭക്തന്മാരുടെ മുന്നിൽ ഭഗവാൻ എത്ര കരുണാമയനാണെന്ന് നോക്കൂ. ഭഗവാൻ അതൊക്കെ ഔഷധമാണോ? നാരദ മഹർഷി തീരുമാനിച്ചു, ഭഗവത് ദാസന്മാരുടെ കാലടിപ്പൊടികളാ. ഏറ്റവും വലിയ ദാസന്മാരാരാ? ഭാര്യ എന്നെ നേരെ ഓടി കൃഷ്ണന്റെ ഗ്രഹത്തിൽ. അപ്പുറത്ത് രുക്മിണിയുണ്ട്, ഇപ്പുറത്ത് സത്യഭാമ ഉണ്ട്. അവിടെയൊക്കെ ചെന്നു പറഞ്ഞു, ഞേട്ടാളെയും വിളിച്ചു യോഗം കൂട്ടി. കൃഷ്ണന് തീരെ വയ്യ, ഞങ്ങൾക്കും അറിയാം കൃഷ്ണൻ തീരെ വയ്യ, ഇന്നലെ മുതൽ തലവേദനയാണ്. ഇനിയിപ്പോൾ ഒരു മരുന്ന് വേണം. മരുന്നൊന്നും കഴിക്കാൻ കൂട്ടാക്കണില്ലേ, തന്നെ മാറിക്കോളുന്നാ പറയണേ. അല്ല, ഒരു മരുന്നുണ്ട്. നാരദ മഹർഷി പറഞ്ഞു, എന്താ മരുന്ന്? ഭക്തജനങ്ങളുടെ കാലടിയിലുള്ള പൊടികൾ, അതായത് ഭക്തന്മാരുടെ കാലടി പൊടി, അതായത് നിങ്ങളൊക്കെ വളരെ ഭക്തകളല്ലേ ഭഗവാന്റെ, നിങ്ങളുടെ കാലിൻ്റെ ഇടയിലുള്ള മണ്ണെത്തി കുഴച്ച് ഉരുട്ടി തരൂ, എന്നാലത് ചാലിച്ചിട്ടാ മാറും. ഇത് കേട്ടപ്പോൾ രുക്മിണിയാണ് ഏറ്റവും കൂടുതൽ ഭഗവാന്റെ അടുത്തിരിക്കുക. അപ്പ പ്രതികരിച്ചു ഇത്രേ, അയ്യോ കഷ്ടം, മഹാപാപം, ഞങ്ങൾ തരില്ല, അങ്ങനെയൊന്നും ചെയ്യണ്ട. കൃഷ്ണന്റെ നെറ്റിയിൽ ഞങ്ങളുടെ കാലിൻ്റെ അടി, അല്ലേ, കാലങ്ങോട്ട് പിടിക്കണം എന്ന് പറയില്ലേ, കാലെച്ചാൽ അത്രയും വൃത്തികേടാണ് അതിലെതിരെ നടന്നിട്ട്, തരില്ല എന്ന് പറഞ്ഞു. നാരദ മഹർഷി തിരിച്ചു വന്നു, ഭഗവാനേ, അങ്ങയുടെ ഭാര്യമാരോട് ഞാൻ ചോദിച്ചു, അവർ തരില്ല എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ ഇതിലും ഭക്തിയുള്ളവരടുത്തേക്ക് പോണോ? ആരടുത്തേക്കാ പോണ്ടേ? എങ്കിൽ നാരദ മഹർഷി അങ്ങ് നേരെ വൃന്ദാവനത്തിലേക്ക് പോയിക്കോളൂ. നമ്മുടെ ഇന്ത്യയിൽ ജനിച്ചിട്ട് ഉത്തർപ്രദേശിലുള്ള ഭഗവാന്റെ വൃന്ദാവനം, ആ രാസക്രീഡയാടിയ കുറ്റിക്കാടുകൾ ഒരു തവണയെങ്കിലും പോയി കാണണം നമ്മൾ. ഇങ്ങടെല്ലാം നമ്മൾ പോണൂലേ, ട്രെയിനിൽ കയറി വിദേശത്തേക്കൊക്കെ പോണു, വിദേശികളൊക്കെ ഇങ്ങടാ വരണേ. നേരെ വൃന്ദാവനത്തിൽ ചെന്നു. ഗോപികമാര് ഈ മുക്കിനും മൂലയിലും എവിടെയൊക്കെ സ്ഥലം കിട്ടിയിട്ടുണ്ടോ അവിടെയൊക്കെ കൃഷ്ണ വിഗ്രഹം വെച്ച് മാലയും ചാർത്തി അവരെന്താ, ഗോവിന്ദ ദാമോദര മാധവേദി, ഇതാണ് അവരുടെ പാട്ടേ. തൈരും വെണ്ണയൊക്കെ വിൽക്കാൻ പോവുകയാണേ, ഗോവിന്ദനെ വേണോ ദാമോദരനെ വേണോ എന്നത്ര ചോദിക്കുന്നത്. നാമജപം മാത്രം. ഗോപികമാർക്ക് അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നില്ല, എന്നിട്ടും അവർ പരമഭക്തകളായിരുന്നു. അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത്, നേരെ വിട്ടോളൂ വൃന്ദാവനത്തിലേക്ക്. വൃന്ദാവനത്തിൽ ചെന്നപ്പോഴോ ഗോപികമാരോട് പറയാ, ഗോപികമാര് ചോദിക്കുക, കൃഷ്ണനൊക്കെ സുഖല്ലേ? നാരദ മഹർഷി, സുഖം തന്നെ, ഒത്തിരി സുഖക്കേടുണ്ട്, എന്താ പറ്റിയ? അപ്പോഴേക്ക് ബേജാറായി. പ്രേമത്തിന്റെ ഉന്മാദാണ് അവർക്ക്. അപ്പൊ പറയാ, കൃഷ്ണന് തലവേദനയാ. എന്നിട്ട് മരുന്നൊന്നും കൊടുത്തില്ലേ? മരുന്നുണ്ട്, പക്ഷെ അത് കിട്ടിയില്ല. അപ്പൊ എന്താ മരുന്ന്? അത് അപ്പൊ പറഞ്ഞു, ഭക്തജനങ്ങളുടെ കാലടികളിലുള്ള പൊടി അരച്ച് കുഴച്ച് ഇടണമെന്നാ ഭഗവാൻ പറഞ്ഞ്. അതിന് ഭാര്യമാരൊന്നും തന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യാ? നിങ്ങൾ തരുമോ? ഞങ്ങൾ ഭക്തജനങ്ങളാണെന്ന് അംഗീകരിക്കും വെച്ചാൽ ഞങ്ങൾ തരാം, സമ്മതിച്ചു. കുറച്ച് മണ്ണും കുഴച്ച് കൂട്ടിത്രേ. ഓരോ ഗോപീസും അതിലൂടെ കയറി ഇറങ്ങി അങ്ങോട്ട് നടന്നു, കുഴച്ച് ഉരുട്ടി നാരദ മഹർഷി കൈ കൊടുത്തു. വേഗം കൊണ്ടുപോയി കൊടുക്കൂ, ഭഗവാൻ സുഖാവട്ടെ. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു ഇത്രേ, ഇങ്ങനെ ചെയ്താലത്തെ മഹാപാപം എന്താന്ന് നിങ്ങൾക്ക് അറിയോ? കൃഷ്ണൻ സാധാരണക്കാരനല്ല, പരബ്രഹ്മൻ തന്നെയാ. എന്നിട്ട് നിങ്ങളുടെ ഈ ഗോപികമാരുടെ കാലിൻ്റെ ഇടയിലെ മണ്ണൊക്കെ കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ പാപം ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഇത് തരണ്ടേയിരുന്നില്ല. നാരദ മഹർഷി അങ്ങനെയാണ്, രണ്ടു ഭാഗവും പറയും. അപ്പോൾ ഗോപികമാരെന്താ ഉത്തരം പറഞ്ഞേന്നോ?
ഇനിയിപ്പോ ഇത് പാപം ഉണ്ടെങ്കിലും നരകം അനുഭവിക്കണമെങ്കിലും ഏത് കുംഭീഭാഗ നരകത്തിലായാലും ഞങ്ങൾ പോയിക്കോളാം. ഞങ്ങൾക്ക് കൃഷ്ണന്റെ വേദനകളെക്കാൾ വലുതല്ല ഞങ്ങളുടെ വേദനകൾ. അതുകൊണ്ട് ഞങ്ങൾ ആ വേദന സഹിച്ചോളാം. കൃഷ്ണന്റെ വയ്യായ മാറട്ടെ, വേഗം കൊണ്ടുപോകൂ നാരദ മഹർഷി. മഹർഷി വേഗം അത് ഉരുട്ടി പാത്രത്തിലാക്കി ചെന്നു, ഭഗവാന്റെ അടുത്ത് ചെന്നു. ഇതങ്ങോട്ട് നെറ്റിത്തടത്തിലിട്ട് കൊടുത്തു. അപ്പം തന്നെ ഭഗവാന്റെ അസുഖവും മാറി. ഇതെന്ന് എന്താ മനസ്സിലാക്കണ്ടേ? അതായത് എന്നിട്ട് ഭക്തി സൂത്രം എഴുതും നാരദ മഹർഷി. അപ്പോഴാണ് വ്രജഗോപീനാം എന്നാ പറയുന്നത്. അത്രയ്ക്കും പരിശുദ്ധമായ സ്നേഹം, പരിശുദ്ധമായ പ്രേമമായിരുന്നു കൃഷ്ണനോട് ഗോപികമാർക്ക്. അവർക്ക് അക്ഷരാഭ്യാസം ഉണ്ടായിരുന്നില്ല. എങ്ങനെയാ അവർ ചെന്നത് രാസക്രീഡയ്ക്ക്? പതിസുതാന്വയ ഭ്രാതൃബാന്ധവ അതിവിരഞ്ജതേതി അച്യുതാഗത. കൂടെ പതി കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു, ഭർത്താവ്, കുട്ടികളുണ്ടായിരുന്നു. അമ്മിഞ്ഞ കുടിച്ചോണ്ട് മാറ്റിക്കിടത്തി. പിന്നെ ബന്ധുക്കള് എല്ലാവരെയും വകഞ്ഞ് മാറ്റിക്കൊണ്ട് എങ്ങനെയാണോ രാവിലെ എല്ലാ പ്രാരാബ്ദങ്ങളെയും മാറ്റി നിങ്ങൾ ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് വന്ന് ഈ ഉച്ചവരെ ഇവിടെ കഴിച്ചു കൂട്ടിയത്, അതുപോലെ അപ്പൊ നിങ്ങളും ഗോപികമാരാട്ടോ. ഗോപികമാരങ്ങോട്ട് വന്നു അത്രേ. ഇറങ്ങിയിട്ട് ചിലർ കമ്മലിടുക അത്രേ, കാലുമിടണ പാസരൊക്കെ കാതിൽ തൂക്കിയിട്ട് വന്നു എന്നാ പറയണേ. അങ്ങനെ ഓടി വന്ന് ആ രാസക്രിയയുടെ ആടുമ്പോ ഭഗവാൻ അങ്ങോട്ട് മറഞ്ഞു. എന്താ പറഞ്ഞത്? ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പറയാം. കരസരോരുഹം കാന്തകാമദം ശിരസി ദേഹിന ശ്രീകരഗ്രഹം. ഹേ കൃഷ്ണ, ആ കൈകൾ ഞങ്ങളുടെ തലയിൽ വെച്ച് അനുഗ്രഹിക്കണേ. അല്ലാതെ കമാർത്തി കൊണ്ടല്ല അവർ പോയത്. ഭഗവാൻ അവർ മനസ്സിലാക്കുകയാണ് ഭഗവാൻ മാത്രമാണ് സത്യമായിട്ടുള്ളൂ. ഭർത്താവ് മരിക്കും, മക്കള് നമ്മളെ ഇട്ട് പോവും, അച്ഛനും അമ്മയും ഇല്ലാതെയാവുമ്പോൾ ഞാൻ തനിച്ചാവും. എനിക്കാരാണ് സ്ഥിരമായിട്ടുള്ളത്? ഭഗവാൻ മാത്രം എന്ന സത്യമറിഞ്ഞ പൊരുളറിഞ്ഞ ഗോപികമാർ വന്നതുപോലെ വരണം. അവരവസാനം രാസക്രിയുടെ ആടിയും കൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ അങ്ങോട്ട് മറഞ്ഞു അത്രേ. അപ്പൊ പ്രാർത്ഥിക്കുന്നത് എന്താ അറിയോ? ഭഗവാനെ വേഗം ഇങ്ങോട്ട് വരണേന്നല്ല. അവസാനത്തെ ആ ശ്ലോകം എന്ത് സുന്ദരമായിട്ട് ആ ഭാഗവതത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് പറയാണ്. കൃഷ്ണ, അങ്ങ് ഞങ്ങളെ വിട്ട് നടന്നു പോകുമ്പോ ആ മൃദുലമായ പാദങ്ങളിൽ എങ്ങാനും ഒരു കല്ലോ മുള്ളോ തട്ടി വേദനയാവോ? അത്രയും മൃദുലമാണ് ഭഗവാന്റെ പാദങ്ങൾ. അതാണ് അവരുടെ പ്രേമം. അതാണ് പ്രേമം എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന പോലത്തെ കാമം അല്ല. അവർക്ക് എന്തായിരുന്നു? ഈ ശരീരവും മറന്നുള്ള ആ ഒരു സ്നേഹം, ആ ഒരു പ്രേമം, ആ ഒരു ഭക്തി. അതാണ് ഭക്തിയുടെ പരമമായ ഭാവം എന്ന് പറയാ. അവർ പറയുന്നുണ്ട്, നഖലു ഗോപിക നന്ദനോ ഭവാൻ അഖില ദേഹിനാം അന്തരാത്മദൃ എല്ലാവരുടെയും അന്തര്യാമിയായി സർവാന്തര്യാമിയായി വിളങ്ങുന്ന ഹേ കൃഷ്ണ, നീ ഗോപികമാരുടെയോ അല്ലെങ്കിൽ ഈ രുക്മിണി ജാമ്പവതിമാരുടെയോ സ്വന്തമല്ല. ഈ പ്രപഞ്ചത്തെ, ഈ സർവ്വതിനെയും ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്ന അങ്ങ് പരബ്രഹ്മം തന്നെയാണ് എന്ന് ഞങ്ങൾക്കറിയാം എന്ന്. ഇത്രയും അറിവ് അക്ഷരാഭ്യാസമില്ലാത്ത ഗോപികമാർക്ക് ഉണ്ടായിരുന്നെങ്കിൽ എന്തേ വേണ്ടൂ? നമ്മളും ഇവിടെ വന്നിരുന്ന് ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, ഒരു അഷ്ടോത്തരം വാങ്ങിക്കുക. അതിൽ 108 അഷ്ടോത്തരങ്ങളൊക്കെ ഉണ്ട്. ഒന്നും വേണ്ട, ഒരു 10-15 എന്നുള്ള ചെറിയൊരു ബുക്ക് 15-20 രൂപ കൊടുത്താൽ കിട്ടും. ഒരു അർച്ചന അങ്ങോട്ട് വെക്കുക. മാതൃസമിതി രൂപീകരിച്ചോ? അതൊക്കെ ഉണ്ട് ടീച്ചറെ. ഗ്രൂപ്പ് ഉണ്ടോ? ആ ഗ്രൂപ്പും ഉണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് ഒരു ഊർജ്ജസ്വലമായിട്ട് നടക്കുന്നില്ല. ഓരോ അമ്പലങ്ങൾ നോക്കും നിങ്ങൾ, ആ അമ്പലത്തിന്റെ പേരിൽ ഒരു മാതൃസമിതി ഉണ്ടാവും, ഒരു പേരൊക്കെ മാതൃസമിതിക്ക്. എന്നിട്ട് തിരുവാതിരയുടെ പ്രത്യേകത എന്താ? ധനുമാസത്തിൽ തിരുവാതിര ഭഗവാൻ തന്റെ തിരുനാളല്ലോ, ഭഗവാന്റെ പിറന്നാളാ. അപ്പൊ തിരുവാതിരക്ക് എന്ത് കളിക്കണം? അരമണ്ഡലത്തിൽ അമർന്ന് കളിക്കുന്നതാ തിരുവാതിര. ഇപ്പൊ ആ പേരും പറഞ്ഞ് എന്തെല്ലാം കൂത്താട്ടങ്ങളല്ലേ. പെണ്ണുങ്ങൾ ഇങ്ങനെ നിന്ന് തുള്ളല് സ്റ്റേജിൽ കളിച്ചോട്ടെ, എന്നാലും അവർ ഈശ്വര ഭാവത്തിലാണല്ലോ. തിരുവാതിര അതല്ല. തിരുവാതിര ഇങ്ങനെ അമർന്നിട്ടുണ്ടല്ലോ, അമ്മമാരിങ്ങനെ കളിക്കുമ്പോൾ ഏറ്റവും നല്ല എക്സസൈസ് ആണ്. കാരണം ശരീരത്തിൽ ആ കുമ്മിയൊക്കെ അടിച്ച് നീക്കുമ്പോഴേ വ്യത്യാസം തോട വേദനിച്ചിട്ട് നീക്കാൻ വയ്ക്കില്ല. ആ എക്സസൈസുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ പണ്ടത്തെ അമ്മമാർക്ക് വല്ല അസുഖമുണ്ടോ? ഇപ്പൊ
ഇപ്പം ഇളകരുത് അല്ലേ, ഒന്ന് ഗർഭിണി ആകുമ്പോഴേക്കും ഇളകരുത്, കിഴക്കാൻ തൂക്ക് കിടക്കണം, എക്സസൈസ് ഇല്ല. ഇപ്പം ഈ എന്താ തോണ്ടിക്കുറിയ ഒരു അമർത്തിയ വെള്ളമായി വലിച്ചു കോരിയിരുന്നു. ജിമ്മിലാണ് ചെന്നാൽ പറയും വലിക്കൂ 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 എന്ന്. കാരണം ഇപ്പം ആരും എന്ത് ചെയ്യുന്നില്ല, വെള്ളം വലിച്ചു കോരുന്നില്ല. നമ്മളുടെ പൂർവികരുണ്ടാക്കി വെച്ച എല്ലാ സിസ്റ്റവും നമ്മുടെ ഈ ശരീരത്തിന് എക്സസൈസാണ്. ശരീരം ഇങ്ങനെ ഒതുങ്ങിയിരിക്കാൻ ഉണ്ടാക്കിയതല്ല. ഓടി നടന്ന് പണിയെടുക്കണവർ നോക്കൂ, അവർക്ക് അസുഖമൊന്നും ഉണ്ടാവില്ല. ഈ ചടഞ്ഞു കൂടി ഇരിക്കുന്നവർക്കൊക്കെ എല്ലാ അസുഖങ്ങളും ഉണ്ടാവും. അതുകൊണ്ട് ആചാരങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുക. രാവിലെ നേരത്തെ കുളിച്ചു, ഇവിടെ വന്നു, ഇനിയിപ്പോൾ അതെന്താ രോഗനാശം, പിന്നെ അഭീഷ്ടസിദ്ധി, സന്ധ്യയാകുമ്പോൾ പാപനാശം. ഇനി നട്ടപാതിരയ്ക്ക് ഒരാൾക്ക് തോന്നുകയാണ് ഇപ്പം എനിക്കൊന്ന് മഹാദേവനെയാണ് കാണണം, നട്ടപാതിരയ്ക്ക് നമ്മൾ പ്രദക്ഷിണം വെച്ചാൽ മോക്ഷമാണ്. അതത്ര ആഗ്രഹം ഉണ്ടാവില്ല. എന്താ കാരണമെന്നോ, നട്ടപാതിരയ്ക്ക് വരുമ്പോൾ മഹാദേവൻ ചുടലാ ഭദ്രകാളിയോടുകൂടി ഭൂതഗണങ്ങളോടൊപ്പം നൃത്തം വയ്ക്കുന്നുണ്ടാവും. അത് കണ്ട ഭഗവാനെ കണ്ട പിന്നെ മോക്ഷം തന്നെയല്ലേ, ഇങ്ങനെയാണ് പറയുന്നത്. ഇനി ഇതിന് മറ്റൊരു തത്വം കൂടി ഉണ്ട്. പ്രദക്ഷിണം വെക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു ദിവസമാണ് കാണിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ രാവിലെ എന്ന് പറയുന്നതാണ് ഒരു കുട്ടിയായി ഒരു 25 വയസ്സ് വരെ ജോലിയൊക്കെ കിട്ടി, ഒരു ജോലി തീർന്നവരെ പഠനം കഴിഞ്ഞ്, അതായത് ഇത് ആശ്രമങ്ങളുമായി ചേർത്ത് നമുക്ക് ചിന്തിക്കാം. പൂർവികരുടെ ബുദ്ധി നോക്കൂ, ആദ്യം പ്രദക്ഷിണം പറഞ്ഞു, പിന്നെ അതിൻ്റെ തത്വം പറഞ്ഞു, പിന്നെ അത് എന്തിനാ നമ്മുടെ ജീവിതം തന്നെ ആശ്രമങ്ങളുമായി ചേർത്ത് വെക്കുക. ആ ശ്രമം ചെയ്യണത്രേ ഇതൊക്കെ നടക്കണമെങ്കിൽ നമ്മൾ ഇത്തിരി ശ്രമിക്കണം. ചിലർ പറയും ഒന്നിനും സമയമില്ല ടീച്ചറെ, എല്ലാവർക്കും 24 മണിക്കൂറേ ഉള്ളൂ, എങ്ങനെയാ പിന്നെ ഇതൊക്കെ കിട്ടണേ? നമ്മൾ കുറേയൊക്കെ ത്യജിക്കാൻ പഠിക്കുക. കുറച്ച് സീരിയലൊന്നും വേണ്ടാന്ന് വെക്കുക. ഈ TV കണ്ട പണ്ട് ചന്ദനമഴ ഇങ്ങനെ പെയ്തിറങ്ങിയിരുന്നില്ലേ, ഇപ്പോൾ ഒന്നുമില്ല, കഴിഞ്ഞില്ലേ, ഇത്രയേ ഉള്ളൂ. അപ്പം അത് കണ്ട് ഈ കണ്ണിനെ ചീത്താക്കല്ലാതെ ഒരു ഗുണമില്ല. സന്ധ്യ കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഗ്രന്ഥങ്ങൾ എടുക്കുക. ഗ്രന്ഥങ്ങളിലൂടെ അങ്ങനെ പോകുമ്പോൾ കിട്ടണ ആ ഒരു സുഖം ഉണ്ടല്ലോ, ആ കീർത്തനങ്ങൾ ചൊല്ലുമ്പോൾ കിട്ടണ സുഖം ഒരിക്കലും ഒന്നിനും കിട്ടില്ല. അതിൽ ആത്മാനന്ദം കണ്ടെത്താൻ ശ്രമിക്കണം. ഭക്തനായിട്ട് അങ്ങനെ ഭക്തിയിൽ നിറഞ്ഞു ഒഴുകി നിൽക്കുക. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക. ആശ്രമം, അപ്പോൾ ആശ്രമങ്ങളും ചേർത്ത് പറയാം. രാവിലെ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബ്രഹ്മചര്യം. കുട്ടിയാകുമ്പോൾ സ്കൂളിൽ പോകുമ്പോൾ ബ്രഹ്മചര്യം, ആ ബ്രഹ്മത്തിലൂടെ അവൻ ചരിക്കുന്നത്. കാരണം എന്താണോ, ബ്രഹ്മചര്യം പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്താ, കല്യാണം കഴിക്കേണ്ട, ബ്രഹ്മചാരി നടക്കുക, അതല്ല. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിലൂടെ ചരിക്കുക എന്നാണ്. ബ്രഹ്മത്തിലൂടെ ചരിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരനുമായി ചേർന്ന് അങ്ങനെ നിൽക്കുക. എങ്ങനെയാ ചേർന്ന് നിൽക്കുക? ഒരു നെല്ലിൻ്റെ മണി, അതിന് നല്ല മൂല്യമുണ്ട് അല്ലേ, അതിൻ്റെ ഉള്ളിൽ അരിയാണ്. പക്ഷെ ആ നെല്ല് അങ്ങോട്ടിട്ട് കുത്തി ഒരു മുറത്തിലിട്ട് ഇങ്ങനെ 2 ചേർലാണ് ചേരുമ്പോൾ ആ ഉമിയൊക്കെ പാറി ഇങ്ങോട്ട് പോയി. പിന്നെ ആ ഉമിക്ക് വല്ല വിലയുണ്ടോ? അരിക്കല്ലേ വില. അതുപോലെയാണ് ഭഗവാനോട് നമ്മളങ്ങനെ ചേർന്ന് നിൽക്കുമ്പോൾ എന്താ, നമുക്ക് നല്ല വിലയാണ്. ആ നേരെ മറിച്ച് ഭഗവാൻ നമ്മുടെ ശരീരത്തിൽ, അതായത് ഈ മംഗളമല്ലാത്ത വസ്തുവാണ് ശവം, അമംഗളമായി ശവമായി മാറുമ്പോഴോ ആ ഉമിയും പോയി നെല്ലും പോയി, ഒന്നുമില്ലാതെ. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തില്ല, നെല്ല് എന്ന വസ്തുവില്ല, ഭഗവാന്റെ അംശമില്ല. അപ്പോൾ വില കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഭഗവാനുമായി ഇങ്ങനെ ചേർന്ന് നിൽക്കുക. എങ്ങനെയാ ചേർന്ന് നിൽക്കുക? അതായത് രാവിലെ എന്ന് പറഞ്ഞാൽ ബ്രഹ്മചര്യം, നമ്മൾ പഠിക്കാൻ പോകുന്ന കാലഘട്ടം ഒരു തപസ്യയാണ് പഠനം. ചിന്തിച്ച് നോക്കൂ, ഇപ്പം അമ്മമാരോട് എന്തെങ്കിലും പഠിക്കാൻ പറഞ്ഞാൽ അവർക്ക് നിൽക്കുന്നില്ല ടീച്ചറെ, ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്നൊക്കെ പറയും. സഹസ്രനാമമൊക്കെ ബൈഹാർട്ടാക്കാൻ പറയുമ്പോൾ കുട്ടികളോട് പറഞ്ഞു നോക്കൂ, ഒരു ഗീത മുഴുവൻ ബൈഹാർട്ടാക്കിയിട്ട് അത് ഒരു പയ്യൻ നടക്കണമല്ലേ, ഇത്തിരി പോകുന്ന കുട്ടി, ഇത് മുൻജന്മ സുഹൃതം. അപ്പോൾ കുട്ടികളുടെ ആ പ്രായത്തിൽ തന്നെ എന്ത് ചെയ്യുക? ആദ്യം ജ്ഞാനപ്പാനെടുത്ത് കയ്യിൽ വെച്ച് കൊടുക്കുക. അതിലൊരുപാട് തത്വങ്ങളാണ്, വേദത്തിൻ്റെ സാരം തന്നെയാണ്. പിന്നെ ഹരിനാമ കീർത്തനം കൊടുക്കുക, ഒരു മാസം അത് വായിച്ചു കഴിഞ്ഞാൽ. പിന്നെ രാമായണം വായിക്കാൻ പറയുക. തെറ്റിക്കോട്ടെ, തെറ്റിയാലും അച്ഛനാണ് ആദ്യം ശരിക്കാണോ വിളിച്ചത്, ഈ അരുത് എന്നുള്ള വാക്ക് വീട്ടിൽ പറയേ ചെയ്യരുത്. അരുത് 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 ഹിന്ദു മാത്രമേ പറയൂ. മറ്റേതൊരു മതസ്ഥരും കുട്ടികൾ ചെയ്യുമ്പോൾ അവനെ അങ്ങോട്ട് പൊക്കി കൊണ്ടുവരും, അവനെ അങ്ങോട്ട് ഉഷാറാക്കും. ചാണിനും മുഴത്തിനും അവർക്ക് പ്രാർത്ഥനയ്ക്ക് പള്ളികളും പണിയും. നമ്മളെന്താ ചെയ്യുക? എത്ര അമ്പലം ഉണ്ടെയോ, 4-5 അമ്പലം. അപ്പോൾ നമുക്ക് പ്രശ്നമാണ്, പരാതിയാണ്. 100 രൂപ 20 രൂപ വെച്ച് 5 അമ്പലത്തിനും കൊടുത്താൽ പോലെ. നമ്മളുടെ യഥാശക്തി തഥാബലം. കാരണം നമ്മൾ അധ്വാനിക്കുന്നതിൽ നിന്നും 4/1 ദാനധർമ്മത്തിനായി നീക്കി വെക്കണം. ദാനം തന്നെയാണ് പ്രധാനം. അത് ക്ഷേത്രത്തിനാണെങ്കിൽ ഏറ്റവും മഹത്വം, ബ്രാഹ്മണർക്കാണെങ്കിൽ അതിലും മഹത്വം. ഇങ്ങനെ ബ്രഹ്മചര്യം എന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഈ ഗ്രന്ഥങ്ങളിലൂടെ, ഗീതയിലൂടെ, മഹാഭാരതം എല്ലാം പറയുന്നുണ്ട്. മഹാഭാരതത്തിലെ തത്വകഥകൾ വായിക്കുക. ഒന്നുമില്ലെങ്കിലും ആ അനുശാസനിക പർവ്വം മാത്രം വായിക്കുക, അത് മതി എല്ലാ സംശയവും തീരാൻ. ഇങ്ങനെ ബ്രഹ്മചര്യം ആണ് രാവിലെ എന്ന് പറയുന്നത്. നമ്മുടെ ഗൃഹസ്ഥാശ്രമം തുടങ്ങുന്നതിന് മുമ്പ് പഠനമെല്ലാം കഴിഞ്ഞ് വന്നു, അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉച്ച.
ഈ സമയം ഉച്ച എന്ന് പറയുമ്പോൾ അവനെ പിടിച്ചൊരു കല്യാണം കഴിപ്പിക്കും. പ്രാരാബ്ദം പിന്നെ അങ്ങോട്ട് തുടങ്ങുകയില്ലേ, ഈ കയ്യും പിടിച്ചിട്ടും ഇങ്ങോട്ട് തിരിയും നമ്മൾ. അപ്പം തുടങ്ങും തിരിച്ചില്ല, പിന്നെ തിരിച്ചില്ല തന്നെ. അപ്പം പിന്നെ അത് വേണ്ട, കേന്ദ്രവുഞ്ഞാലിൽ കയറിയവനെ അറിയുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട് സ്പീഡ് കൂടുമ്പോൾ. പക്ഷേ നീ വായടാന്ന് എല്ലാവരും പറയും. അതായത് ഈ ഗൃഹാന്തകൂപേ പതിതോ യഥാ പശു, നാരദമഹർഷി പറയും പോലെ അതൊക്കെ ചെയ്തോളൂ കേട്ടോ, പക്ഷെ ഒട്ടലില്ലാതെ ചെയ്യണമെന്നാ. എന്നിട്ടോ ഉച്ചയ്ക്ക് വന്ന അഭീഷ്ടസിദ്ധി പറഞ്ഞു. നമ്മളുടെ ജീവിതത്തിലും നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഈ രണ്ടാമത്തെ ആശ്രമമായ ഗൃഹസ്ഥാശ്രമമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉച്ച എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും. നമുക്ക് നല്ലൊരു ജോലി വാങ്ങി തരും അച്ഛനും അമ്മയും, അല്ലെങ്കിൽ നമ്മൾ നേടും. അത് കഴിഞ്ഞാൽ ഒരു കല്യാണം കഴിക്കും, നല്ല സ്ഥലങ്ങളിലൊക്കെ പോയി ഹണിമൂണൊക്കെ ആഘോഷിക്കും, കുട്ടികളുണ്ടാവും. ഇങ്ങനെ ഒരു 10, 25, 26 വർഷം, അതായത് റിട്ടയർമെൻ്റ് ആവുന്നത് വരെ അധ്വാനിച്ച് നമ്മളുടെ യൗവനം നമ്മൾ എന്ത് ചെയ്യും, മക്കൾക്കാണ് കൊടുക്കും. അതല്ലേ ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ ലാസ്റ്റ് കുറ്റം, അച്ഛൻ അത് ചെയ്ത് തന്നില്ല, അമ്മ ഇങ്ങനെ ചെയ്തില്ല, ഞങ്ങളൊക്കെ അങ്ങോട്ട് പാരൻസ് ആവട്ടെ അപ്പം കാണാം. ഇതൊക്കെ ഈ ഡയലോഗൊക്കെ നമ്മൾ കേൾക്കേണ്ടി വരും ഇപ്പോഴത്തെ ജനറേഷൻ്റെ കയ്യിൽ നിന്ന്. ഒന്നും മിണ്ടാതെ അച്ഛൻ അവിടെ ഇരിക്കും എന്ന് വിചാരിക്കുന്നോ, നീ അവസ്ഥയിലേക്കൊന്ന് വാ അപ്പം മനസ്സിലാവും എന്ന് മനസ്സിൽ പറയും, തിരിച്ചു പറയില്ല. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉച്ച എന്ന് പറയുന്നത്. അതായത് ഗൃഹസ്ഥാശ്രമം. 56 വയസ്സും കഴിഞ്ഞു. അത് കഴിഞ്ഞാലാണ് വാനപ്രസ്ഥം. എന്തിനാണ് 56 വയസ്സ് അല്ലെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞാൽ റിട്ടയേർഡ് എന്നും പറഞ്ഞ് നമ്മളിത് പുറത്തേക്ക് ആക്കണത്? നമ്മൾ ടയേർഡ് ആവുന്നുണ്ടോ? റിട്ടയർ ആയവരോട് ചോദിച്ചാൽ രാവിലെ അത്ര ടയേർഡൊന്നുമല്ല, നല്ല എനർജറ്റിക് ആവും അപ്പോഴും. കാരണം അതാണ് വാനപ്രസ്ഥത്തിനുള്ള സമയം. പണ്ടൊക്കെ രാജാക്കന്മാര് മക്കളെ രാജാവായി അഭിഷേകം ചെയ്തിട്ട് നേരെ എങ്ങോട്ട് പോകുന്നറിയോ? വാനപ്രസ്ഥത്തിന് പോകും. നമ്മുടെ വീട്ടിൽ സംഭവിക്കാത്തൊരു കാര്യത. എത്ര വയസ്സായാലും ഇത് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഇക്കി എന്ന് പറഞ്ഞിരിക്കും. ഒരു പ്രായം കഴിഞ്ഞ മഹാഭാരതം പറയുന്നുണ്ട്, അച്ഛനോട് മക്കൾ സ്വത്ത് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളത് ഒരേപോലെ എല്ലാ മക്കൾക്കും വീതം വെച്ച് നൽകണം. ധർമ്മം ഇങ്ങനെ അറിയണമെങ്കിൽ മഹാഭാരതത്തൂടെ അങ്ങനെ പോകണം. അത് കഴിഞ്ഞാലോ അപ്പോൾ പറയും അവര് അച്ഛനെ ആർക്കും വേണ്ടിയില്ല കേട്ടോ, അച്ഛനെ അമ്മേനെ ആർക്കും വേണ്ട, പിന്നെ അവർ ഗസ്റ്റാ ഓരോ വീട്ടിൽ. എൻ്റെ കുടുംബത്തിലൊരു അമ്മ ഉണ്ട്, നല്ല ലളിതാ സഹസ്രനാമൊക്കെ നന്നായി ചൊല്ലുന്നതാ. അവര് ഭർത്താവ് മരിക്കുന്നവരെ സുഖമായിരുന്നു, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഭർത്താവ് മരിച്ചു, അതിന് ശേഷം ഇങ്ങനെ ഓരോ മക്കളും ഒരു വീട്ടിൽ നിന്ന് അടുത്ത മകൻ്റെ വീട്ടിൽ നിന്ന് മകളെ വീട്ടിലേക്ക്. ഈ വയസ്സായവർക്കുണ്ടല്ലോ സ്ഥിരം ഒരേ റൂമിൽ ഉറങ്ങണം, അല്ലെങ്കിൽ ഒരു ഉറക്കം വരില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. വയസ്സായ അതൊന്നും ഒരു ചിന്തിക്കില്ല. അവർക്ക് അവരുടെ ജോലി, സമ്പാദ്യം, മക്കളെ പഠിപ്പ്, അതാണ് വലുത്. ഇപ്പം അതിന് അൾഷിമേഴ്സ ഒന്നും ഓർമ്മയില്ല. ഞാൻ ചെന്നിരുന്നിട്ട് ഇങ്ങനെ ലളിതാ സഹസ്രനാമൊക്കെ ചൊല്ലിക്കൊടുത്തപ്പോൾ എൻ്റെ കൂടെ ചൊല്ലുന്നു. അപ്പം അതിന് ഇതൊക്കെ കേൾക്കേണ്ടത്, അതൊന്നും ഇവിടുന്നും കേൾക്കുന്നില്ല. വാനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സമ്പാദ്യങ്ങൾ ഒരു ഭാഗം മുഴുവനായിട്ട് കൊടുത്താൽ മക്കൾ നമ്മളതിനെ വൃദ്ധസദനത്തിലാക്കും. ഹൈന്ദവൻ്റെ അച്ഛനും അമ്മ ഏറ്റവും കൂടുതൽ വൃദ്ധസദനങ്ങളിൽ പോയി നോക്കിയാൽ കാണുക. കുറച്ച് നമുക്ക് ഇനിയുള്ള കാലം ജീവിക്കാൻ സൂക്ഷിച്ച് വെച്ചിട്ട് ബാക്കി ഇവർക്ക് വേണ്ടി വീതിച്ചു കൊടുക്കുക. അമ്മമാരെന്ത് ചെയ്യാം, അടുക്കളയുടെ അലമാരയുടെയൊക്കെ താക്കോല് മരുവളെ കയ്യിലാണ് കൊടുക്കുക. മരുവൊക്കെ സന്തോഷമായില്ലേ, ഇത് പ്രാരബ്ധം, അതറിയാഞ്ഞിട്ട് അത് ആഗ്രഹിക്കുന്നത്. ആ പ്രാരബ്ധം കല്യാണം കഴിഞ്ഞ് വന്ന പിറ്റേ ദിവസം ചെയ്യരുത് കേട്ടോ, അപ്പോൾ അതിന് വിഷമാവും. ഒരു മാസമൊക്കെ ഒപ്പം നിന്ന് ഇതാണ് ചായപ്പൊടി, ഇത് പഞ്ചാര, ഇതാ ഇങ്ങനെയൊക്കെ നമ്മുടെ കാര്യത്തിലെ ബില്ലുകളൊക്കെ പറഞ്ഞ് മകനും മരുവളും കൂടി അതങ്ങോട്ട് നടത്തിക്കോട്ടെ. ഞങ്ങൾ എന്ത് ചെയ്യാം, ഞങ്ങൾ ശിവരാത്രി അമ്പലത്തേക്ക് പോവാ, നിങ്ങൾ ഇതൊക്കെ നടത്തിക്കോ, ഗ്യാസ് വരും വാങ്ങി വെച്ചോട്ടോ, സുഖയില്ലേ, നമുക്കൂടെ നിൽക്കാലോ. അങ്ങനെ ത്യജിക്കാൻ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിന് നല്ല സുഖം കിട്ടും. എന്തിനായി ത്യജിക്കാൻ?